അധികം പേരൊന്നും ആവണ്ട, കുറെ ആള് കൂടിയിട്ട് കാര്യമില്ല. 10 ആൾ ഇവിടെ വന്നിരുന്നു, ശ്രദ്ധിച്ച് മുഴുവൻ സമയം കേട്ടു വെച്ചാൽ അതാ വിജയം. അല്ലാതെ 1,00,000 ആള് വന്നു 2 മിനിറ്റ് ഇരുന്ന് പോയി, എന്ത് കാര്യ? ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ ഉള്ളിലുള്ള മാറ്റം ഉണ്ടാവുക വേണ്ടത്. കുറെ പൊള്ളയായിട്ടുണ്ടായിട്ട് കാര്യമില്ല. ഉള്ള ഒരാളാണെങ്കിൽ അജാതി ആളാവണം, അതാണ് വേണ്ടത്. വിവേകാനന്ദ സ്വാമി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ചിക്കാഗോ പോയി പ്രസംഗിച്ചില്ലേ, എന്തൊക്കെ നേടിയതാണ്. ഭാരതം എവിടെ എത്തി ആ ഒരു പ്രസംഗം കൊണ്ട്? അപ്പൊ കുറെ ആളുകൾ കൂടുതലല്ല കാര്യം, ഉള്ള ആളുകൾ എങ്ങനെയുള്ളതാവണം, നല്ല സംസ്കാരമുള്ള ആളുകളാവലാണ് പ്രധാനം. അതാണ് ദയ, മറ്റുള്ളവരോട് കാണിക്കണം. നമുക്ക് ഇല്ലാത്ത സംഗതി അടുത്തുള്ള ആൾക്ക് ഉണ്ടെങ്കിൽ അയാളോട് തരാൻ പറയുക, കിട്ടിയാൽ വാങ്ങുക. തിരിച്ചും നമുക്ക് അറിവുണ്ട്, അയാൾക്ക് അറിവില്ല, എന്നാ അറിവ് കൊടുക്കുക അയാൾക്ക്, എന്നിട്ട് അയാളെ ഉയർത്തുക. അയാൾക്ക് ധനമുണ്ട്, നമുക്ക് ധനമില്ല, അയാൾക്ക് ധനം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് അയാൾക്ക് എന്ത് തോന്നണം? ദയ തോന്നണം, അത് തരിക. ഇങ്ങനെ പരസ്പരം സഹകരിക്കലാണ് ദയ എന്ന് പറഞ്ഞ അർത്ഥം. തപഹ, തപസ് വേണം. വാചികമായും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള തപസ്. തപസ് എന്ന് പറഞ്ഞാൽ ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന പ്രവൃത്തി, ലോകോപകാരം ഒന്നും ആഗ്രഹിക്കാണ്ട ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് വെക്കും? ഒരാഗ്രഹം വെക്കും. ചായ ഉണ്ടാക്കിയാലും എന്ത് വെക്കും? നന്നായി എന്ന് പറയും, എന്തായാലും കൊടുത്താൽ നന്നായി എന്ന് പറയും, ഇല്ലേ? അത് പറഞ്ഞില്ലെങ്കിലോ ദുഃഖായി. അദ്ദേഹം നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ വിഷമം. എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. എന്നാലൊരു നന്ദി പറഞ്ഞൂടെ? അയാൾക്കൊന്നുമില്ലെങ്കിൽ നന്ദി, അതൊന്ന് ചിരിച്ചൂടെ? ഒന്നുമില്ലെങ്കിലോ? ഒന്നും പ്രതീക്ഷിക്കരുത്, അതാണ് തപസ്. ഒന്നും പ്രതീക്ഷിക്കാതെ സേവ, ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യലാണത്, അതാണ് തപസ്. അത് വാക്കുകൊണ്ടാവാം, മനസ്സുകൊണ്ടാവാം, ശരീരം കൊണ്ടാവാം. തനിക്ക് ആരോഗ്യമുണ്ട്, എന്നാ മറ്റുള്ളവരെ സഹായിക്കാം. വയ്യാത്ത ആള് കൈ പിടിച്ച് നടത്തുകയാണെങ്കിൽ വലിയ കാര്യമാണ്. എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, പറ്റും. കൈ പിടിച്ചങ്ങോട്ട് പൊന്തിച്ചാൽ എന്തായി? അത് തപസ്സായി. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ആ അമ്മ 10 രൂപ തരുന്നു പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, അങ്ങനെയാണ്. അത് തപസ്സാണ്, ഒന്നും പ്രതീക്ഷിക്കാതെ. ഈ നാളെ ഞാൻ വീണ്ടെടുക്കുമ്പോൾ ആ അമ്മ വന്ന് എൻ്റെ കൈ പിടിക്കും, അതും പ്രതീക്ഷിച്ചിട്ടല്ല, ഒന്നും പ്രതീക്ഷിക്കാതെ. അത് മനസ്സിൽ നിന്ന് വരുന്ന ഭാവമാണ്, അത് ശാരീരികമായിട്ടുള്ള തപസ്സാണ്. ഇനി ശരീരം കൊണ്ട് പറ്റില്ല, കാരണം അതിനേക്കാൾ കഷ്ടമാണ് നമ്മുടെ കഥ. വേറൊരാളെ രക്ഷിക്കാനൊന്നും വയ്യ, എന്നാൽ വാക്കുകൊണ്ട് നല്ലത് പറഞ്ഞൂടെ? ഒക്കെ നേരിയ വിട്ടോ എന്നൊക്കെ പറഞ്ഞൂടെ? അതാണ് വാചികമായിട്ടുള്ള തപസ്. ഒക്കെ ശരിയാവും, ഭഗവാനില്ലേ, എന്ത് ബുദ്ധിമുട്ട്, ഒക്കെ ശരിയാവും. അത് വലിയ ആശ്വാസമാണ്. ചിലത് പറയൂല, മറ്റത് പറയും ചെയ്യും. ഇതങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതേ ദിവസം ഉണ്ടാവില്ല. ആരോട്? എന്ത് ചെയ്യും? അങ്ങനെയുള്ള വാക്ക് പറയാണ്ടിരിക്കുക, അതന്നെ വലിയ തപസ്സാ. ഇപ്പം ഈ കുറച്ച് കഴിഞ്ഞാൽ ഭാഗവതത്തിൽ പറയും, ഏറ്റവും വലിയ ദാനം എന്താ? ഏറ്റവും വലിയ ദാനം എന്താണ്? ഏറ്റവും വലിയ ദാനം ദണ്ഡന്യാസപരം ദാനം. ആരും ഉപദ്രവിക്കാണ്ടിരിക്കലിനെ വലിയ ദാനം. ഉപകാരം ചെയ്തില്ലെങ്കിൽ സാരമില്ല, കുത്തുവാക്ക് പറയാണ്ടിരിക്കുക, അതന്നെ വലിയ കാര്യമാണ്. അടുത്തത് മാനസികമായിട്ടുള്ള തപസ്. കാരണം നല്ല വാക്ക് പറയണമെന്ന് അറിയില്ല, വേണ്ട പോട്ടെ, ശരീരം കൊണ്ട് സഹായിക്കാൻ പറ്റില്ല, അതും വയ്യ, എന്നാൽ പിന്നെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നന്മ ഉണ്ടാവണേ എന്ന് മനസ്സിൽ സങ്കല്പിക്കുക, മതി. അത് മാനസികമായിട്ടുള്ള തപസ്സാണ്. അതുകൊണ്ട് ആർക്കാ ലാഭം? അവനവന് ലാഭം. ഹൃദയം ശുദ്ധാവും. ശൗചം, ശുദ്ധി. ശരീരം ശുദ്ധമാണ് പോരാ, മനസ്സ് ശുദ്ധാക്കണം. ശരീരം ശുദ്ധാക്കാൻ നമുക്കറിയാമല്ലോ, എത്ര സോപ്പുണ്ട്, ലക്സ്, ബെഡിമിക്സ്, പിയേഴ്സ്, പയറുകൂടി തേക്കാം, പിണ്ണാക്ക് തേക്കാം, പലതും ഉണ്ട്, അതൊക്കെ തേച്ചോളൂ. അതിന്റെ കാര്യത്തിൽ കേരളത്തിലുള്ളവർ വളരെ മുന്നിലാണ്. 4 നേരം 5 നേരമൊക്കെ കുളിക്കുന്നുണ്ട്, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ പോയി കുളിക്കുന്നതാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സോപ്പ് മുഴുവൻ കേരളത്തിലാണ് ചിലവാകുന്നത്. അങ്ങനെ തേക്കിനിയാണ്, കുഴപ്പമില്ല, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ മനസ്സിനെ ശുദ്ധാക്കണ കാര്യത്തിൽ ഇവിടെ ഉള്ളവർ കുറച്ച് പിന്നില, അവിടെ പ്രശ്നം. അതിന് കുളിപ്പിക്കുന്നില്ല. അതിങ്ങനെ കുളിക്കാണ്ട് അത്ര കാലം ഇങ്ങനെ നിൽക്കുകയാണ് മനസ്സേ. ഒന്ന് കുളിപ്പിക്കണ്ട, ഒന്ന് മുക്കിയെടുക്കണേ, അതാണ്. അത് എടുക്കണം. എന്താ ഇപ്പോൾ 7 ദിവസം മനസ്സിനെ എങ്ങനെ നല്ലോണം എല്ലാ ഭാഗങ്ങളും തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി. അപ്പോൾ കുറേശ്ശൊക്കെയായി ഉണ്ടാവും, 4 ദിവസമായില്ലേ, 3 ദിവസം കൂടി കഴിയുമ്പോഴേക്കും നല്ലോണം. പിന്നെ അഴുക്കാൻ വേണ്ട നോക്കും വേണം, അതാണ് ശൗചം. അതിന് ശ്രദ്ധിക്കണം. ശാസ്ത്ര പഠനം, തിദീക്ഷ. ജീവിതത്തിൽ വരുന്നതൊക്കെ ഈശ്വരന്റെ പ്രസാദമായിട്ട് കാണും. പ്രസാദം എന്ന് കാണുമ്പോൾ പിന്നെ അതിൽ കല്ല് കടിച്ചാൽ നമ്മൾ പരാതി ഒന്നും പറയില്ല, കണ്ടോ? പായസം കൊണ്ട് കഴിയുമ്പോൾ പലതും പറയാൻ വന്നു, പക്ഷെ ഭഗവാനെ പ്രസാദമല്ലേ. ഇങ്ങനെയാണ് ജീവിതം. ചിലപ്പോൾ കല്ലൊക്കെ കടിക്കും, എപ്പോഴും അനുകൂലം ഒന്നാവില്ല. ചിലപ്പം ഭാര്യ പറഞ്ഞാൽ കേട്ടില്ല എന്ന് വരും, ഭർത്താവ് പറഞ്ഞാൽ കേട്ടില്ല എന്ന് വരും, മക്കള് വിപരീതമായി എന്ന് വരും. ഭഗവാൻ തന്ന സ്വീകരിക്കുക, പരാതിയില്ല. തിദീക്ഷ, ശമം ദമം. ഇന്ദ്രിയങ്ങളെ അടക്കുക, മനസ്സിനെ അടക്കുക. അഹിംസ, ഒന്നിനും മനസ്സുകൊണ്ട് പോലും ദ്രോഹിക്കാണ്ടിരിക്കുക. ബ്രഹ്മചര്യം, ഈശ്വര വിചാരത്തോടു കൂടി ഇരിക്കുക. ത്യാഗ, കൊടുത്ത് ശീലിക്കുക. ഒന്നും തൻ്റേതായിട്ടില്ല എന്നുള്ളത് അറിയുക. ഒന്നും തൻ്റേതല്ല, പിന്നെ ഇതിനെ കൊടുക്കാൻ പഠിക്കണു. തൻ്റേതായിട്ടൊന്നുമില്ല. ഒന്നത് നഗ്നനായിട്ടാ തിരിച്ചു പോകുക, അങ്ങനെ തന്നെയാണ്.
ഒന്നും ഉണ്ടാവില്ല. ചത്തുപോകുന്നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും പിന്നെന്താ എടുത്തുകൊണ്ടേ കുഴപ്പം. തേച്ച് ശീലിച്ചാൽ എളുപ്പമുണ്ട്. അവസാനം അങ്ങോട്ട് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചാലും കുടഞ്ഞിട്ടാണ് കൊണ്ടുപോവുക. കയ്യിലുള്ളതൊക്കെ എന്നിട്ടാണ് കാലം കൊണ്ടുപോവുക. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൊടുത്ത് പഠിച്ചാൽ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഭാവിയിൽ നഷ്ടപ്പെടുമ്പോൾ കൊടുക്കാണ്ട് ശീലിച്ചവർക്കാണ് ലേശം ഒന്ന് പോകുമ്പം 1.5 സെന്റാ പോയത്. എത്ര? പിന്നെന്താണ് 1.5 ഏക്കറുണ്ട്, എന്നിട്ടാണ് പോലും 1 ലേശം. അതും പറഞ്ഞ അറ്റാക്ക് വന്ന് പോവുക. നിസ്സാരമായ കാര്യം പോലും ത്യജിക്കാൻ പറ്റാത്ത അവസ്ഥ. തുരുമ്പ് പിടിച്ച മൊട്ടുസൂചി പോലും കൊടുക്കാൻ അങ്ങനെ ആവരുത്. അതാണ് ത്യാഗം ശീലിക്കുക. കുറേശ്ശെ എന്ത് ചെയ്യുക? കൊടുത്ത് ശീലിക്കുക. തുടങ്ങി കിട്ടിയ പിന്നെ കുഴപ്പമില്ല. കുറച്ചങ്ങോട്ട് കൊടുത്തു നോക്കും. പിന്നെ നമുക്ക് കൊടുക്കാൻ എന്ത് തോന്നില്ല, ഒരു മടി തോന്നൂല്ല. കൊടുക്കുമ്പോൾ വലിയൊരു സുഖം ഉള്ളിലുണ്ടാവും ചെയ്യും. അതുകൊണ്ട് ത്യജിച്ച് ശീലിക്കണം. ത്യാഗ സ്വാധ്യായ ആർജവം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തത്, സ്വാധ്യായം. ദിവസവും ശാസ്ത്രം പഠിക്കണം എന്നാണ്. ലോകത്ത് ഇനി ഒന്നുമില്ലെങ്കിലും വേണ്ട കാര്യം എന്താണ്? സ്വാധ്യായം. ദിവസവും അല്പസമയമെങ്കിലും ശാസ്ത്ര പഠനം. ഏതെങ്കിലും ഒരു ഗ്രന്ഥം, ഭഗവത്ഗീത ആണെങ്കിൽ അത് അത്രയ്ക്ക് പ്രാപ്തിയില്ല, അതൊന്നും കേട്ടാൽ മനസ്സിലാവില്ല, വായിച്ചാൽ അർത്ഥം കിട്ടണില്ല. എന്നാൽ ഭാഗവതം ഏതെങ്കിലും ഒന്ന്, അത് വെറുതെ വായിക്കൽ ശരി തന്നെ, നല്ലത് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ അതാ നല്ലത്. അവരർത്ഥമൊക്കെ നോക്കിയ ബുദ്ധിമുട്ടായിക്കൂടായില്ലേ. ചെറിയ പ്രായമാകുമ്പം ഉൾക്കൊള്ളാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ അത് ഹൃദയസ്ഥാക്കുക, നിത്യം വായിക്കുക. ഭാവിയിൽ അതിനോടൊരു താല്പര്യം ഉണ്ടാവും. അതിലെ അർത്ഥം മനസ്സിലാക്കാനുള്ളൊരു തോന്നലുള്ളിലുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ. അർത്ഥസഹിതം പഠിക്കുന്നതാണ് സ്വാധ്യായം, വേണമെന്ന് കരുതിയിട്ട്. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കല്ല. ഇപ്പം നമ്മളെ പഠിത്തമൊക്കെ അങ്ങനെയാണ്. എന്തിനാ പഠിക്കണു? വേറെ ആളെ പഠിപ്പിക്കാൻ വേണ്ടി. അതല്ല, ആരും പഠിപ്പിക്കാനല്ല, തനിക്ക് മനസ്സിലാവാൻ പഠിക്കുക. തനിക്കറിയാനും വേണ്ടി പഠിക്കലാണത്. അതാണ് സ്വാധ്യായം. അങ്ങനെയാകുമ്പോൾ ജീവിതത്തിൽ അബദ്ധം പറ്റില്ല, വഴിതെറ്റി പോവില്ല. ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെ അതിനെ തരണം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം എന്നും എന്ത് ചെയ്യുന്നുണ്ട്, എന്തിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് അബദ്ധം വല്ലാണ്ട് പറ്റില്ല. സ്വാധ്യായം ഇല്ലെങ്കിൽ ഈ പഠിച്ച വിദ്യയൊക്കെ മറന്നുപോകും. ഓരോ അബദ്ധം കാണിച്ചിട്ടാ പിന്നെ ഓർക്കുക, അയ്യോ എനിക്ക് അറിയായിരുന്നു അവിടെ എന്താ ചെയ്യേണ്ടത്. പക്ഷെ ആ സമയത്ത് അങ്ങോട്ട് എന്നിട്ട് കാര്യമുണ്ടോ? സമയത്ത് തോന്നണം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ഒന്നും തോന്നണില്ല, അവസാനം ഒന്നും എഴുതിയില്ല, ബെല്ലടിച്ചു, തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒക്കെ അറിയാം. എന്താ കാര്യം? ആ സമയത്ത് തോന്നണ്ടേ? അതാണ് സ്വാധ്യായം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. സമയത്ത് വേണ്ടതുപോലെ തോന്നും. സ്വാധ്യായ ആർജവം. സ്വാധ്യായം കഴിഞ്ഞാൽ പിന്നെ ആർജവം, ഋജുത, സ്ട്രൈറ്റ് ഫോർവേഡ്. തനിക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട്, കൃത്യമായിട്ട് അറിയാം എന്താ ലക്ഷ്യം എന്നുള്ളത്. അങ്ങനെയാകുമ്പോഴും ആര് പറഞ്ഞാലും പതറിപ്പോകുന്നില്ല. ചിലക്കൊന്നുമില്ല, എപ്പോഴും സംശയം. എന്ത് പറഞ്ഞാലും നമ്മൾ പറഞ്ഞു കൊടുത്താൽ വീണ്ടും അടുത്ത ആചാര്യോട് പോയി ചോദിക്കും. പിന്നെ എന്താണ് ഒന്നങ്ങോട്ട് പറഞ്ഞാൽ അതിലങ്ങോട്ട് ഉറപ്പിച്ച താൻ ഉദ്ദേശിച്ച ഉത്തരം കിട്ടണം. എന്താണ് നമ്മളൊരു ഉത്തരം ഉദ്ദേശിച്ചിട്ടുണ്ട്, അതിന് ഉത്തരം കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ആ ഉത്തരം ആചാര്യനെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ള വാശിയാ. അതൊരാചാര്യം പറഞ്ഞില്ലെങ്കിൽ അടുത്ത ആചാര്യോട് ചോദിക്കും, അടുത്ത ആചാര്യോട്. അങ്ങനെ ഏതൊരാൾ പറഞ്ഞ അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ശരിയല്ലേ? അതാണ് വിഷയം. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അതാണ് നൃണാമയം വിപര്യേക്ഷ മൗനം ആത്മവിമർശനം സന്തോഷ സമദൃക് സേവ. സന്തോഷ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ മനസ്സിനെ ശീലിപ്പിക്കുക. സാഹചര്യം കൊണ്ടല്ല സന്തോഷമാവണമെന്നുള്ളത് തിരിച്ചറിയുക. ഇപ്പൊ നമ്മുടെ വിചാരം പുറമേക്ക് നേരെയായ സന്തോഷമാവുന്നതാണ്. അല്ല, അത് ആവില്ല. ഫാൻ ഉണ്ടെങ്കിൽ സന്തോഷമായോ? AC വെച്ചപ്പോൾ സന്തോഷമായോ? കല്യാണം കഴിഞ്ഞപ്പോൾ സന്തോഷമായോ? കുട്ടിയായപ്പോൾ സന്തോഷമായോ? ജോലി കിട്ടിയപ്പോൾ സന്തോഷമായോ? കയ്യിൽ കാശുള്ളപ്പോൾ സന്തോഷമായോ? ഇല്ല. അതുകൊണ്ടൊന്നും സന്തോഷമാവില്ല എന്നുള്ളത് ഇങ്ങനെ തിരിച്ചറിയുക. ഇതൊന്നും ഇല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കുന്നുള്ളത് ഇതില്ലാത്തവരെ കണ്ടുപിടിക്കുക. ഒന്നുമില്ല, ഒരു സംഗതി ഇല്ലാണ്ട് നട റോട്ടിൽ കിടന്നുറങ്ങണവരെ കാണാം, സന്തോഷമായിട്ട് കിടന്നുറങ്ങാൻ. എന്താ അങ്ങനെ? സന്തോഷിക്കാനുള്ള മനസ്സുണ്ട്, അതാണ് പ്രധാനം. സാഹചര്യം എന്തോ ആവട്ടെ, സന്തോഷിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കുക. അതിനാണ് ഈശ്വര കഥകളൊക്കെ കേൾക്കുന്നത്. ഇങ്ങനെ കേട്ടവർക്ക് പിന്നെ ജീവിതത്തിൽ എന്ത് വന്നാലും വലിയ ദുഃഖമൊന്നും ഉണ്ടാവില്ല. സന്തോഷിക്കാനായിട്ട് മനസ്സ് തയ്യാറായി, അതാണ് മുഖ്യം. അങ്ങനെ തയ്യാറായ ഒരാളുടെ സന്തോഷം ഇല്ലാണ്ടിയാക്കാൻ ആർക്കും സാധിക്കില്ല. സന്തോഷ സമദൃക്ക്, എല്ലാത്തിലും സമത്തെ കാണുക, എല്ലാത്തിലും ഈശ്വരനെ കാണുക. സമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. എല്ലാത്തിലും ആരെ കാണുക? ബ്രഹ്മത്തെ, ഈശ്വരനെ കാണുക. ഭാര്യയിലും കാണുക, അച്ഛനിലും അമ്മയിലും ഒക്കെ എല്ലാത്തിനും സമമായിട്ട് കാണാൻ ചല്ലു പറയും. അല്ല, അത് തെറ്റാ. അങ്ങനെ കണ്ടത് ഭാര്യയും അനിയത്തിയും ഒക്കെ സമമായിട്ട് കണ്ട ബുദ്ധിമുട്ടാണ്. ഭാര്യയിലുള്ളത് ഭാര്യയായിട്ടിരിക്കുന്നത് ഈശ്വരന്, അത്രയേ ഉള്ളൂ. അനിയത്തിയിലുള്ളത് ഈശ്വരൻ അനിയത്തിയുടെ രൂപത്തിലിരിക്കുക, അത്രയേ ഉള്ളൂ. കറണ്ട് തന്നെയാണ് ഫാനിലൂടെ എങ്ങനെ, ആ കറണ്ട് തന്നെയാണ് മൈക്കിലൂടെ എങ്ങനെ എന്ന് മനസ്സിലാക്കി ഒക്കെ വൈദ്യുതിയാണെന്ന് അറിയാം. ഇതുപോലെ എല്ലാത്തിലും ഉള്ളത് ഈശ്വരനാണ്. സൂര്യൻ സൂര്യനാരായണൻ, ചന്ദ്രൻ ചന്ദ്രനാരായണൻ, ആനയെ കണ്ടപ്പോൾ ആനനാരായണൻ, പാപ്പാൻ നാരായണൻ. ചിലരിൽ മാത്രം കണ്ടാൽ ബുദ്ധിമുട്ടാവും.
ഒരാളിത് ഇങ്ങനെ എല്ലാം നാരായണനല്ലേ പറഞ്ഞു അങ്ങനെ ഗുരുനാഥൻ പറഞ്ഞു കേട്ട് അദ്ദേഹം പോകുമ്പോൾ ആന വരുന്നു. അപ്പോഴാണ് ഈ ക്ലാസ് ഓർമ്മ വന്നത്. എന്ത് ആന നാരായണൻ? അയാൾ തൊഴുതം കണ്ടു നിന്നു. മുകളിൽ നിന്ന് മറ്റേ പാപ്പാൻ പറയുന്നുണ്ട് മാറി നിൽക്കും മാറി നിൽക്കും. ആര് കേൾക്കണം? ആന നാരായണൻ. അവസാനം അടുത്തെത്തി തുമ്പിക്കൈ കൊണ്ട് പിടിച്ചങ്ങോട്ട് വലിച്ചെറിഞ്ഞു. അദ്ദേഹം എന്നിട്ട് നട്ടല് പൊട്ടി ആശുപത്രിയിലായി. ഗുരുനാഥൻ കാണാൻ പോയി ഓറഞ്ച് മുന്തിരിക്കിയിട്ട്. എന്തേ പറ്റി ചോദിച്ചു. ഒന്നും പറയണ്ട, അങ്ങ് കാരണം, അങ്ങല്ലേ പറഞ്ഞത് ആന നാരായണനാണ്. അദ്ദേഹം ചോദിച്ചു എന്നിട്ട് എന്തേ ഉണ്ടായി? ഞാൻ അങ്ങനെ നിന്നു. അല്ല, അതിന്റെ മുകളിൽ പാപ്പാൻ ഉണ്ടായിരുന്നു കേട്ടു. ആ പാപ്പാൻ മാറാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആന നാരായണനല്ലേ? ഇയാൾ പറഞ്ഞു എന്താ പാപ്പാൻ നാരായണനല്ലേ? ആന നാരായണൻ വരുമ്പോ പാപ്പാൻ നാരായണൻ എന്ന് പറയുന്നുണ്ട്. അത് എന്താ കേൾക്കാഞ്ഞു? നമ്മുടെ കുഴപ്പതാണ്. ചിലരിൽ മാത്രം ഈശ്വരനെ കാണും, ചിലരിൽ മാത്രം അല്ല കാണുക. എല്ലാവരിലും കാണണം, അല്ലെ ആരിലും കാണണ്ട. കാണുകയാണെങ്കിൽ എല്ലാവരിലും നാരായണൻ. ആരായാലും അത് ഇന്ന ആളെന്നില്ല, അത് ദുഷ്ടൻ നല്ല ആളെന്നുള്ള വ്യത്യാസമൊന്നും വേണ്ട. എല്ലാവരിലും ഇരിക്കുന്നത് ഈശ്വരനാണ്. സന്തോഷ സമദൃക് സേവ ഗ്രാമ്യേഹോ പരമശനൈ. ഗ്രാമ്യധർമ്മങ്ങൾ കുറയ്ക്കണം. ഗ്രാമ്യധർമ്മങ്ങളിൽ രുചി വന്നാൽ ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധ കുറയും. ഗ്രാമ്യധർമ്മം എന്ന് പറഞ്ഞാൽ ലോകവർത്തമാനം. എന്താണ്? ടി വി കാണുക, സീരിയൽ കാണുക, പിന്നെ വിഷയകാര്യങ്ങൾ ഇങ്ങനെ പറയുക, ബന്ധുക്കളെ പറ്റി ഇങ്ങനെ സംസാരിക്കുക, ആ ബന്ധു പറ്റിയ കാര്യം പോയി അതെയോ ബാക്കി പിന്നെ പറയാം, 1 മണി കഴിഞ്ഞു. ഇജാതി വർത്തമാനം നിർത്തുക. അതിലിങ്ങനെ താല്പര്യം വന്നാൽ ഇത് കേട്ടാൽ ഉറക്കം വരും. എന്താണ്? ഭാഗവതം കേട്ട് ഉറങ്ങുന്നവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഒളിച്ചോടിയ കാര്യം പറയാന്ന് വെച്ചാൽ ഇരുന്ന് കേൾക്കും. തിരുമേനി എന്താ പറഞ്ഞത്? അല്ല എന്നോടി പറയും. എന്തൊരു ശ്രദ്ധ! നമുക്ക് ശ്രദ്ധ ഇല്ല എന്നില്ല, അതൊക്കെ വെറുതെ പറയാ. ശ്രദ്ധ ഇല്ല, ഉറങ്ങിപ്പോവേ. ഇങ്ങനത്തെ വിഷയം പറഞ്ഞ ഉറങ്ങിപ്പോവാരെങ്കിലും. അത്രയേ ഉള്ളൂ. നമുക്ക് താല്പര്യം ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അത് മാറ്റുക. എന്താ താല്പര്യം ഇല്ലാണ്ടിയാവണത്? ഈ വക വിഷയങ്ങളോടുള്ള താല്പര്യം കൊണ്ട് മറ്റേ താല്പര്യം ഇല്ലാണ്ടിയാവാണ്. അതുകൊണ്ട് ഗ്രാമ്യധർമ്മങ്ങൾ കുറയ്ക്കൂ. ടി വി കാണണമൊക്കെ നിർത്തുക. അതാണ്. ഇതിനെ കുറെ എത്ര കാലമായി കണ്ടിട്ട്. എന്നിട്ട് ഇപ്പം എന്താ നേടി? സമാധാനം കിട്ടിയോ കാണുമ്പോൾ? എന്നിട്ട് അതിലൊരു ഭ്രമം ഇങ്ങനെ കണ്ട് തമോ ഗുണത്തിലിരിക്കുക, അലസനായിട്ട് അങ്ങനെ ഇരിക്കുക. അവർക്ക് എന്ത് സംഭവിപ്പിച്ച ദുഃഖം ധാരാളം ഉണ്ടാവും കേട്ടോ. ആ ബുദ്ധിമുട്ട് കുടുംബത്തിൽ എന്തെങ്കിലും ഒന്ന് താളം തെറ്റിയാൽ ദുഃഖാവുന്ന മാത്രമല്ല, ഭാവിയിൽ മാനസിക പ്രശ്നം വരും. എന്താണ്? പേടിപ്പിക്കാൻ പറയില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. അതുകൊണ്ട് കുറച്ചോളൂ. തുടങ്ങി ശീലിച്ച പോലെ ലേശം കുറച്ചോളൂ. മെല്ലെ 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 എണ്ണം കുറയ്ക്കുക. 10 സീരിയൽ കാണുന്നവർ നാളെ മുതൽ 8 എണ്ണം ആക്കുക. 8 എണ്ണം കാണുന്നവർ 4 എണ്ണം ആക്കുക. 4 എണ്ണം കാണുന്നവർ 2 എണ്ണം ആക്കുക. 2 എണ്ണം കാണുന്നവർ വേണ്ടാന്ന് വെക്കുക. മെല്ലെ മെല്ലെ മെല്ലെ. എങ്ങനെ കുറയ്ക്കുക? അധ്യായം വായിക്കൂ. ഒരധ്യായം വായിക്കണ 2 അധ്യായം ആക്കുക. അപ്പം മറ്റത് കുറയും. വേറെ വഴിയില്ല. ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റ് ധർമ്മങ്ങളും താല്പര്യം നമ്മൾ തന്നാലെ കുറഞ്ഞു വരും. നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കുന്നല്ല, അതങ്ങനെ കുറയും. ഇപ്പൊ ഒന്നുമില്ല. കറണ്ട് പോയാലും ഒരു ദുഃഖമില്ല. മറ്റേതോ ടി വി കേടായാൽ കഴിഞ്ഞു കഥ. പിന്നെ അതാണ് ഗ്രാമ്യധർമ്മം കുറയ്ക്കാന്ന് പറഞ്ഞ താല്പര്യം. അതാണ് നൃണാം വിപര്യേക്ഷ മൗനം. മിണ്ടാണ്ടിരിക്കുക ശീലിക്കുക. മിണ്ടാണ്ടിരിക്കുക പറഞ്ഞാൽ ഉള്ളിൽ മിണ്ടാണ്ടിരിക്കണം. നമ്മൾ പുറമെ മിണ്ടാണ്ടിരിക്കുക, ഉള്ളിലിങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. മൗനവ്രതൊക്കെ ഉണ്ട് ചിലർക്ക്. മിണ്ടാണ്ട് അങ്ങനെ ഇരിക്കും. എന്നിട്ടോ ഇന്ന് മിണ്ടില്ല, ഒന്ന് നാളത്തേക്കുള്ളതൊക്കെ അങ്ങനെ ഒരൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നാളെ അതുകൊണ്ട് കാര്യമില്ല. ഉള്ളിൽ മിണ്ടണം. നീ പുറമെ മിണ്ടിയാലും സാരമില്ല. ചിലരുടെ മനസ്സ് മിണ്ടേയില്ല, മനസ്സിളകുകയില്ല. പുറമെ ചിലപ്പോൾ ചോദിച്ചാൽ ഉത്തരമൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ ഒന്നും അവര് ഹൃദയത്തിനൊരു അനക്കല്ല. അലയില്ലാത്ത ആഴി പോലെ, തിരമാലില്ലാത്ത കടൽ പോലെ മനസ്സ് ശാന്തം. അത് പിറുപിറുക്കില്ല. അങ്ങനെ വേണം. മൗനം, ആത്മവിമർശനം. തന്നെപ്പറ്റി വിമർശനം ചെയ്യുക, തന്നെപ്പറ്റി ചിന്തിക്കുക. തനിക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെന്ന് ആലോചിക്കുക. നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ ആലോചിക്കുക ചെയ്യുന്നത്, അല്ലേ? ഒരാളെ കണ്ട ആളെ പറ്റി ഇങ്ങനെ ചിന്തിച്ചു, കണ്ടില്ലേ എത്ര എല്ലാം കൊല്ലം ഞാൻ കാണാറുണ്ട്, ഇയാൾ വന്നിരുന്ന ഭാഗവതം കേൾക്കുന്നു, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടായി. അവനവൻ്റെ കാര്യത്തിലേക്ക് ഞാൻ എത്ര കാലമായി ഭാഗവതമായിട്ട് നടക്കണം, എത്ര പേര് എത്ര ദിക്കിൽ വായിച്ചു, എന്തൊക്കെ അർത്ഥം പറയുന്നുണ്ട്, എന്നിട്ട് ലേശം പോലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ലല്ലോ ഈശ്വരാന്ന് അവനവനെ പറ്റി എന്ത് ചെയ്യുക? കുറ്റം പറയുക. ആത്മവിമർശനം. അന്നാദ്യാദേഹേ സംവിഭാഗ. ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുത്തിട്ട് കഴിക്കുക. മനുഷ്യർക്ക് മാത്രമാണോ? അല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കും കൊടുക്കുക. അവരിൽ ആത്മദേവതാബുദ്ധി, അവരിൽ ദേവതാബുദ്ധി ഉണ്ടാവണം. ഈശ്വരന് കൊടുക്കുകയാണ്, നിവേദ്യം കൊടുക്കുക എന്നുള്ള മട്ടിൽ കൊടുക്കുക. അവരുടെ നോട്ടം അത് ഭഗവാന്റെ പ്രസാദമായിട്ട് കണക്കാക്കുക. ഭഗവാൻ അനുഗ്രഹിച്ചതാ. നായക്ക് കൊടുത്തിട്ട് നായ തിരിഞ്ഞു നോക്കുമ്പോഴേ
ഈശ്വരന്റെ അനുഗ്രഹം നന്നായി വരും എന്ന് പറയുകയാണെന്ന് ധരിക്കുക, അത് മനസ്സിലാക്കുക. നമുക്കതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല. അവിടെയാണ് ബുദ്ധിമുട്ട്. ജന്തുക്കൾക്കൊക്കെ കൊടുക്കണം. പിന്നെ എന്താ വേണ്ടത്? ശ്രവണം, കീർത്തനം, ചാസ്യ. ഭാഗവതം കേൾക്കുക, ശ്രവണം, ഈശ്വര കഥകൾ കേൾക്കണം, അത് ജപിക്കണം. കാരണം പലതും കണ്ടിട്ടും പലതും കേട്ടിട്ടും കണ്ണ് പലതും കണ്ട് കണ്ണിൽ അഴുക്കുണ്ട്, പലതും കേട്ട് ചെവി അഴുക്കാണ്. അതൊക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശ്വര കഥകൾ കേട്ടിട്ട് പരിഹാരം ആണ്, വേറെ വഴിയില്ല. ദീപാരാധന കണ്ട് ഭഗവാനെ തൊഴുതിട്ട് കണ്ണിലെ അഴുക്ക് ഒഴിവാക്കുക. ശ്രവണം, കീർത്തനം, ചാസ്യ. സ്മരണം, ഭഗവാനെ സ്മരിക്കുക. ക്ഷേത്ര ദർശനം വേണം, പറ്റുമെങ്കിൽ നിത്യം വരണം. 2 നേരം പറ്റുമെങ്കിൽ 2 നേരം, സാധിക്കില്ല 1 നേരം, അതും പറ്റില്ല. എന്നാൽ പിന്നെ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭഗവാനും കൂടി ഉൾപ്പെടുത്തുക. പിറന്നാളാണ്, എന്നാൽ അമ്പലത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഭഗവാനും കൂടി. ഇങ്ങനെ എന്ത് വിശേഷം ഉണ്ടാകുമ്പോഴും ഭഗവാനൊപ്പം കൂട്ടുക, ഇതാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിലോ ആ കുടുംബത്തിലൊരു സംസ്കാരം ഉണ്ടാവും, അവരുടെ മക്കളൊന്നും വഴി തെറ്റില്ല. അതാണ് നിത്യം നാമജപമുള്ളവരുടെ വീട്ടിലുള്ള കുട്ടികളെ വഴി തെറ്റുമോ? തോന്നുന്നുണ്ടോ അങ്ങനെ? നാമജപമൊന്നും ഇല്ല. ആ നാമജപം പോയിട്ട് ഒരുമിച്ചിരുന്ന് ഊണഴിക്കലില്ല, പിന്നെയല്ലേ. എത്ര വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഊണഴിക്കുന്നുണ്ട്? പണ്ടൊക്കെ നിർബന്ധമായിരുന്നു, ഒരുമിച്ചേ കഴിക്കാവൂ, എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടേ കഴിക്കുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഓരോരുത്തർ വന്ന് ഒരു വീട്ടിലെ താമസമേ ഉള്ളൂ, ഓരോരുത്തർ ഓരോ നമ്പറില. ഇപ്പം 113 അച്ഛൻ, 112 അമ്മ, 110 വലിയ കുട്ടി, അങ്ങനെയൊക്കെയാണ് കഥ. അവരൊക്കെ ഓരോ സമയമാകുമ്പോൾ ഓരോരുത്തർ വന്ന് കഴിച്ചു പോകും, പരസ്പരം കാണുന്നില്ല. എല്ലാവരും മൊബൈലാണ് നോക്കുക, വേറൊന്നും നോക്കില്ലല്ലോ. അങ്ങനെ മുഖത്തേക്ക് നോക്കില്ല, മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കും. ഭാര്യ ഭർത്താവിന് മെസ്സേജ് അയക്കുകയാണ്, ചൂടെടുക്കണു വിട്ട് കിടക്കുന്നു. എന്താണ് ചൂടെടുക്കണു വിട്ട്? മൊബൈൽ നേരെ പറഞ്ഞാൽ കേൾക്കില്ലേ ഇയാൾ മൊബൈൽ നോക്കിയിരിക്കല്ലേ. ഇങ്ങനെയാണ് ഇന്ന് ലോകത്തിന്റെ കഥ. ഒന്നിനും നേരല്ല, മക്കളെ കാര്യം നോക്കാൻ നേരമില്ല. എന്നിട്ട് ചോദിച്ചാൽ പറയും മക്കൾക്ക് വേണ്ടി ജീവിക്കുക. എന്ത് ജീവിക്കുക? കുറെ കാശുണ്ടാക്കി കൊടുക്കും, അവസാനം അവരതൊക്കെ കൊണ്ടുപോവുകയും ചെയ്യും. സംസ്കാരം കൊടുക്കൂല, അവർക്ക് ഇങ്ങോട്ട് സ്നേഹം ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നാട്യം കാണിക്കും, പുറമുള്ള ആൾക്കാരെ ബോധിപ്പിക്കാൻ. ഇതാണ് ഇന്ന് ലോകത്തിന്റെ കഥ. അതൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. എനിക്കല്ലേ ആണോ എന്നൊക്കെ ആലോചിക്കാൻ. നീ എതിർപ്പ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അങ്ങനെയല്ല ഇട്ടുവാ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അതൊക്കെ എന്തുകൊണ്ടാ ചോദിച്ചത് തന്നെയാ കാരണം. ഒരുമിച്ച് ഊണ് കഴിക്കുന്നില്ല, ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുന്നില്ല. അതൊക്കെ വളരെ പ്രധാനമായിരുന്നു പണ്ടൊക്കെ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് കുടുംബ ബന്ധം ഉറയ്ക്കുന്നത്. അതില്ലെങ്കിൽ അത് ശിഥിലമാവും. അതുകൊണ്ട് ഈശ്വര കഥകളൊക്കെ കുടുംബസമേതം വന്നിരുന്ന് കേൾക്കണം, അമ്പലത്തേക്ക് വരണം. നമ്മൾ എന്ത് ചെയ്യണം അതാണ് മറ്റുള്ളവരെ ആചരിക്കുക. മനുഷ്യന്റെ സ്വഭാവത്തെ കാണിച്ചത് കാണിക്കും, അത് നല്ലതാണെങ്കിൽ ചീത്തതാണെങ്കിൽ. അതുകൊണ്ട് അച്ഛനും അമ്മയും നല്ലത് കാണിച്ചാൽ മക്കൾ എന്ത് ചെയ്യും? നമ്മൾ ഉപദേശിക്കും. ഉപദേശിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, വെറുതെ നേരം പോകുന്നല്ലാതെ. ഉപദേശം എല്ലാവരും കാണുക, കേൾക്കുക. നമ്മൾ ആചരിക്കണതാണ് അവർ ശ്രദ്ധിക്കുക. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ. എന്താണോ വലിയ ആൾക്കാർ ചെയ്യണത് അത് മറ്റുള്ളവർ അനുകരിക്കും. നമ്മുടെ രീതി അങ്ങനെയല്ലേ. അപ്പുറത്തെ വീട്ടിലെ കുട്ടി എഞ്ചിനീയറിംഗ് പോയി, എൻ്റെ കുട്ടി എഞ്ചിനീയറിംഗ്, അത്രയേ ഉള്ളൂ. ഒരാളത് എന്താണെന്ന് മനസ്സിലാക്കി, അത് ഡോക്ടറാണ്, എന്നാൽ എൻ്റെ മകനും ഡോക്ടർ. ആ ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണത്. ഒരാടങ്ങോട്ട് പോയാൽ എല്ലാ ആട് അതിൻ്റെ പിന്നാലെ പോകും, ഇല്ലേ? പണ്ടൊരു ടീച്ചർ ചോദിച്ചു കുട്ടിയോട്, 5 ആട് ഒരു പറമ്പിൽ 5 ആട് ഉണ്ട്, അല്ല 10 ആടുണ്ട്, 10 ആടുകൾ. എന്നിട്ട് എന്തേണ്ടായി? അതിൽ 5 ആട്, കണക്കിൻ്റെ ടീച്ചറാണ്, 5 ആടുകൾ പറമ്പിൽ നിന്ന് പുറത്തേക്ക് പോയി. ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി ആ കുട്ടി പറഞ്ഞു ആരും ഉണ്ടാവില്ല, 0. അപ്പൊ ടീച്ചർ പറഞ്ഞു അതെങ്ങനെയാണോ? ടീച്ചർക്ക് കണക്കൊക്കെ അറിയുണ്ടാവുമായിരിക്കും, പക്ഷെ ആടിന്റെ കാര്യം ടീച്ചറെ എനിക്കറിയാം. എൻ്റെ വീട്ടിലുണ്ട് ആട്. ആടിന്റെ സ്വഭാവം 5 എണ്ണം പോയാൽ ബാക്കി 5 എണ്ണം അതിന്റെ പിന്നാലെ പോകും. അപ്പൊ അവിടെ ആരും ഉണ്ടാവില്ല. ഇതാണ് സത്യം, ഇതാണ് ലോകത്തിന്റെ സ്വഭാവം. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരാൾ എന്ത് ചെയ്തു അത് ചെയ്യും. അതുകൊണ്ട് നല്ലത് ചെയ്യൂ, അത്രേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നല്ലത് ചെയ്യൂ. നമ്മളെ മാതൃകയാക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ലോകത്തെ. നോക്കിയിട്ട് ഇങ്ങനെ അത് അനുകരിക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് അബദ്ധം കാണിക്കാണ്ടിരിക്കുക, ഈശ്വര വിചാരത്തോടു കൂടി കഴിയുക. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കേണ്ടത്. ധർമ്മത്തെ പറ്റി പറഞ്ഞു. പിന്നെ വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങളൊക്കെ വിസ്തരിച്ചു. വർണ്ണം എന്ന് പറഞ്ഞാൽ വരിക്കാവുന്നതാണ്. നമ്മുടെ ഗുണങ്ങൾക്കനുസരിച്ച് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് വർണ്ണം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. സാത്വികന്മാരാണെങ്കിൽ അവരെ ബ്രാഹ്മണർ എന്ന് വിളിക്കാം. രജോ ഗുണമാണ് വർദ്ധിച്ചത് വെച്ചാൽ അവരെ ക്ഷത്രിയർ എന്ന് വിളിക്കാം. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ലോകത്ത് ആവശ്യമാണ്. അധ്യാപകരാവശ്യമല്ലേ? വേണ്ടേ? നല്ലത് പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിക്കാൻ നമുക്ക് ആളുകൾ വേണം. നല്ല അധ്യാപകരാണെങ്കിൽ അവരെ ബ്രാഹ്മണരായിട്ട് കണക്കാക്കാം. അധ്യാപകർ മാത്രം ലോകത്തുണ്ടായിട്ട് കാര്യമില്ല, ആരും വേണം. പട്ടാളക്കാർ വേണ്ടേ അതിർത്തിയിൽ നിൽക്കാൻ? അതിർത്തിയിൽ മാഷന്മാരെ കൊണ്ട് നിർത്തിയാലോ? ടീച്ചർമാർ അതിർത്തി പോയിരുന്നാൽ അവിടുന്ന് PF-ന്റെ കാര്യം പറയും. അത്രേ ഉള്ളൂ. അതപ്പം വെടിയുണ്ടെന്ന് ഇവർ കാണില്ല. DA എന്തായി, കിട്ടിയില്ല, എന്താ കഥ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നല്ലാതെ. അപ്പൊ അവിടെ ആര് വേണം?
പട്ടാളക്കാർ വേണം. പട്ടാളക്കാർ പഠിപ്പിക്കാൻ നിർത്തിയാലോ അത് ബുദ്ധിമുട്ടാണ്. അവിടെ അധ്യാപകർ വേണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേണ്ടതുപോലെയാ. എല്ലാം വേണ്ടതുപോലെ നടക്കുന്നത്. ബ്രാഹ്മണർ വേണം, ക്ഷത്രിയർ വേണം, വൈശ്യർ വേണം, ശൂദ്രർ വേണം. ഇതിൽ ആർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പട്ടാളക്കാരന് ഇനി പഠിപ്പിനോട് താല്പര്യം വന്ന ശാസ്ത്രമൊക്കെ പഠിച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്താവാം, അധ്യാപകനാവാം. എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന് ബ്രാഹ്മണനാവാം. ഇനി ബ്രാഹ്മണനോ ഈ ശാസ്ത്രം പറഞ്ഞു കൊടുക്കലും പഠിക്കലൊക്കെ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് ഒഴിവാക്കിയിട്ട് അതുമാവാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെയാണ്. അവനവൻ്റെ ഉള്ളിലെ ഗുണത്തിനനുസരിച്ചാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും. ജാതിയല്ലത്. ജാതിയായിട്ട് തെറ്റിദ്ധരിച്ചു ഇപ്പം അങ്ങനെ തന്നെ പോവുകയാണ്. അതാണ് ഇടക്കാലത്ത് ഹിന്ദു ധർമ്മത്തിനുണ്ടായ ചെറിയൊരു പ്രശ്നം. ഇത് പണ്ടേ ഉണ്ടത് ഈ ഒരു രീതി. ഇപ്പം ഇത് മാറി വരുന്നുണ്ട്. ഇപ്പോഴൊന്നും അങ്ങനെ ജാതിയൊന്നും വല്ലാതെ നോക്കണില്ല. അറിവുള്ളവരെ ബഹുമാനിക്കും ആരായാലും, അത്രയേ ഉള്ളൂ. അതാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, വർണ്ണം. അത് വർണ്ണിച്ചു. പിന്നെ ആശ്രമധർമ്മം. അത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. 4 ആശ്രമങ്ങൾ. മനുഷ്യ ജീവിതം ഏറി വന്നാൽ 100 വയസ്സ് വരെ എന്നാ പറയുക. അത് ചിട്ടയോടുകൂടി കഴിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആശ്രമ വ്യവസ്ഥ. 25, 25, 25, 25 4 കഷ്ണാക്കാം. 25 വയസ്സ് വരെ ബ്രഹ്മചര്യ ആശ്രമം. എങ്ങനെ ലോകത്ത് കഴിയണം എന്നുള്ളത് കാണിക്കുകയാണ്. ഒരു 7 വയസ്സ് കഴിഞ്ഞാൽ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങും. ഉപനയനമൊക്കെ കഴിച്ച് ഗുരുനാഥൻ്റെ അടുത്ത് പോയി ഗുരുകുലത്തിൽ വളരെ വിനയത്തോടെ ശ്രദ്ധയോടെ ശാസ്ത്രം പഠിക്കുന്ന കാലം. അതാണ് ബ്രഹ്മചര്യ ആശ്രമം. ശാസ്ത്രം പഠിക്കുക മാത്രം. വിനയം, ശ്രദ്ധ, ഏകാഗ്രത, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കുക, അങ്ങനെ കഴിയുന്ന കാലമാണ്. അതാണ് പഠിക്കുന്ന കാലം. 25 വയസ്സ് വരെ. അത് കഴിഞ്ഞാലോ പിന്നെ ഗൃഹസ്ഥാശ്രമം. അച്ഛനമ്മ, തനിക്ക് ഗൃഹസ്ഥധർമ്മം ഉണ്ടല്ലോ. അച്ഛനും അമ്മയും നോക്കണം, സമ്പാദിക്കണം, കാശുണ്ടാക്കണം, ഒക്കെ വേണ്ടത് തന്നെയാണ്. സൽസന്താനങ്ങളെ ഉണ്ടാക്കണം, ഒക്കെ തൻ്റെ ധർമ്മമല്ലേ. അതിനുവേണ്ടി തൻ്റെ കുലത്തിനും ശീലത്തിനും ചേർന്നൊരു കുട്ടിയെ വിവാഹം കഴിക്കുക. സഹധർമ്മിണി എന്ന് പറയുക. അങ്ങനെ കുറച്ചു കാലം കഴിയുക. അതാണെന്ത്, ഗൃഹസ്ഥാശ്രമം. അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത്ര എളുപ്പമൊന്നുമല്ല. കുടുംബ കൂട്ടലായിട്ട് കഴിയുക പറഞ്ഞാൽ എളുപ്പമെന്ന് വിചാരിക്കും. അല്ലല്ല, കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാണ്ട് നല്ല കുട്ടികളൊക്കെ ഉണ്ടായി അവരൊക്കെ നേർവഴിക്കാക്കി വലിയ പ്രശ്നമില്ലാണ്ട് കൊണ്ടുപോകൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനുള്ള പ്രാക്ടീസാണെന്ത്, ബ്രഹ്മചര്യാശ്രമം. ഗുരുകുലത്തിൽ നിന്ന് ശാസ്ത്രമൊക്കെ പഠിക്കുമ്പം ഇനി എങ്ങനെ ഗൃഹസ്ഥാശ്രമം വൃത്തിയിൽ നയിക്കണം എന്നുള്ളത് പഠിക്കുകയാണ്. അങ്ങനെ വേണ്ടതുപോലെ ബ്രഹ്മചര്യ ആശ്രമത്തിൽ കഴിഞ്ഞ ആൾക്ക് ഗൃഹസ്ഥാശ്രമം പ്രയാസാവില്ല. അങ്ങനെ വൃത്തിയിൽ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് കഴിഞ്ഞ് കുട്ടിക്ക് കുട്ടിയായിന്ന് കണ്ടാൽ, പേരക്കുട്ടിയായിന്ന് കണ്ടാൽ എന്ത് ചെയ്യണം, പിന്നെ വീട് വിട്ട് കാട്ടിക്ക് പോവുക. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പകുതി കഴിഞ്ഞു മനസ്സിലാക്കി എന്ത് ചെയ്യുക, കാട്ടിക്ക് പോവുക. പറഞ്ഞാൽ കാടൊന്നും ഉണ്ടാവില്ല, എന്നാൽ സപ്താഹത്തിന് പോവുക. ഇതാണ് 4 സപ്താഹത്തിന് പോവുക. മുന്നേ പോകേണ്ടതായിരുന്നു. ഇനി 50 വയസ്സ് കഴിഞ്ഞാലെങ്കിലും എന്ത് ചെയ്യുക, ഇനി വീട്ടിൽ വല്ലാണ്ടിരിക്കാതെ പല അമ്പലങ്ങളിലോ ആശ്രമങ്ങളിലോ സത്സംഗങ്ങളിൽ ധാരാളം പങ്കെടുക്കുക. കാരണം ഏറെക്കുറെ കഴിയാറായി. 50 കഴിഞ്ഞു, അതോ മറന്നു പോകരുത്. 100 വയസ്സ് വരെയൊക്കെ കിട്ടിക്കോളണമെന്നില്ല. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം, ഇനി ഇറക്കാണ്, കയറ്റം കഴിഞ്ഞു. ഇനി കുറച്ചായിട്ട് വിരക്തി, ഈ മറ്റു വിഷയങ്ങളോടൊക്കെയുള്ള താല്പര്യം കുറച്ച് കൊണ്ടുവന്ന് ഭഗവാനോട് ചേരാൻ ശ്രമിക്കുക. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് വന്നു ചേരും, ദേഹാഭിമാനം പോവും. അതാണ് സന്യാസം. എന്താണ്, കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു. കാമ്യകർമ്മങ്ങളൊക്കെ തന്നാലെ വിട്ടുപോയി, ആരോടും ആസക്തി ഇല്ല. അവിടെ ഇരുന്നാലും പോയാലും വിരോധമില്ല. എന്താണ്, മകൻ വന്നു സന്തോഷം, മകൻ പോയി പരമ സന്തോഷം, ഒന്നും പ്രശ്നമില്ല. കാശ് തന്നു സന്തോഷം, കാശ് കൊണ്ടുപോയി ഒരു പ്രശ്നവുമില്ല. ചായയാണ് കുടിക്കാൻ സന്തോഷം, കാപ്പിയാണ് സന്തോഷം, രണ്ടുമില്ല, പരമ സന്തോഷം. ഒന്നിനോട് എന്തല്ല, ഒന്നിനോടൊരു മോഹമില്ല, ഒന്നും തൻ്റെ മനസ്സിനെ അലട്ടുന്നില്ല. ഇതാണ് എന്ത്, കാമ്യകർമ്മങ്ങൾ തന്നാലെ വിട്ടുപോകലാണ് സന്യാസം. കാവ്യെടുക്കൽ മാത്രമല്ല, അതതിന് ശ്രമിക്കുക, അത്രയേ ഉള്ളൂ ഈ ഒരു തലത്തിലേക്ക് എത്താൻ. ഇങ്ങനെയാണ് ഇവിടെ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് ധർമ്മപുത്രരെ എന്ന് ധർമ്മത്തെ പറ്റി വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് സപ്തമസ്കന്ധം അവിടെ സമർപ്പിക്കുന്നത്. പിന്നീട് അഷ്ടമസ്കന്ധാണ്. ഈ ധർമ്മത്തിൽ വല്ല വീഴ്ചയും വന്നാൽ അനുഭവിക്കുന്ന കഥ. ഈ ധർമ്മത്തിൽ വല്ല വീഴ്ചയും വന്നാൽ ആ ജീവന്റെ അവസ്ഥ എന്തായിരിക്കും, അത് സൂചിപ്പിക്കുകയാണ് ഒരു കഥ. മന്വന്തരങ്ങളെ പറ്റി വിസ്തരിച്ച് വർണ്ണിക്കലാണ് ഇവിടെ അഷ്ടമസ്കന്ധത്തിൽ ചെയ്യുന്നത്. അതിൽ താമസ മന്വന്തരം എന്ന് പറഞ്ഞ സമയത്താണ് പരീക്ഷത്തിന്റെ ചോദ്യം. അവിടെയല്ലേ ഭഗവാൻ ഹരിയായിട്ട് വന്ന് ഒരു ആനയ്ക്ക് മോക്ഷം കൊടുത്തത്. അതെ, ആ കഥ കേൾക്കണം എന്ന് ആഗ്രഹം. ആനയ്ക്ക് മോക്ഷം കൊടുത്തു എന്ന് വിചാരിക്കേണ്ട, ഭക്തന് മോക്ഷം കൊടുത്തു. അതാണ് കഥ. അല്ലാതെ എല്ലാ ആനകൾക്കും മോക്ഷം കൊടുക്കുക അങ്ങനെയൊന്നുമില്ല, എല്ലാ മനുഷ്യർക്കും മോക്ഷം കൊടുക്കുക അങ്ങനെയില്ല. ഭക്തി ഉണ്ടോ ഏത് ചിന്ത നോക്കില്ല, മുക്തി കൊടുക്കും. ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. ഭക്തി കൊണ്ട് സന്തോഷിച്ചു എന്നാണ്. അപ്പോഴാണ് അത് കഥ കേൾക്കണമെന്ന് മോഹം. അത് വിസ്തരിച്ചു. പണ്ട് ആസീത് ഗിരിവരോ രാജൻ ത്രികൂട. ത്രികൂടം എന്ന പേരായിട്ടൊരു പർവ്വതം, അവിടെ ഒരു ഉദ്യാനം ആണ്. ഋത്തുമത്ത് എന്ന പേരായിട്ടൊരു ഉദ്യാനം, ഒരു കാട്. ആ കാട്ടിൽ ധാരാളം വള്ളികള്, നദികള്, ധാരാളം മൃഗങ്ങള്, പൂക്കള്, മനോഹരമായിട്ടുള്ളൊരു ഉദ്യാനം.
ആ കാട്ടിൽ ഒരിക്കലും ഒരു ആന വന്നു പെടാനിടയായി. സ്വതവേ കാട്ടിലെ രാജാവ് ആരാ? കുതിരയോ? സ്വതവേ കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിൽ ഈ ആന വന്നതോടുകൂടി ആരായി? ഈ ആന കാട്ടിലെ രാജാവായിട്ട് മാറി. സാധുമൃഗങ്ങൾക്കൊക്കെ വലിയ ആശ്വാസം, ദുഷ്ടമൃഗങ്ങൾക്ക് പേടി സ്വപ്നം. അങ്ങനെ ഇയാൾക്ക് ഗജേന്ദ്രൻ എന്നൊക്കെ പേരിട്ടു. അവരങ്ങനെ ഞങ്ങളുടെ ലീഡറാണ്, ഗജേന്ദ്രനാണെന്ന് പറഞ്ഞ ഗജേന്ദ്രൻ കി ജയ് ഒക്കെ വിളിച്ചങ്ങനെ കൂടെ നടക്കുകയാണ്. ഗജേന്ദ്രനും തോന്നിയത് ഞാനൊരു കേമൻ. ഏതുപോലെ? ഗൃഹനാഥനെ പോലെ. എന്താണ്? ഭാര്യ മക്കളുടെയൊക്കെ സ്നേഹം കണ്ടപ്പോൾ താനൊരു കേമനാണ്. അയൽവാസികൾക്കുള്ള ബഹുമാനം, തന്റെ പദവിയോടുള്ള സ്നേഹം, തന്റെ കൂട്ടുകാരെ, കയ്യിലുള്ള കാശ്, തന്റെ യൗവനം, അതിലാരഭിമാനിച്ചു? ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ അഭിമാനിക്കുന്നത് പോലെ ഈ ആന അഭിമാനിച്ചു. പറഞ്ഞാൽ നമ്മളെ കഥയാന്ന് പറയുന്നത് അർത്ഥം. ധർമ്മം വിട്ടുപോയാൽ, നേരത്തെ പറഞ്ഞ ധർമ്മം അനുഷ്ഠിക്കാത്തവർക്ക് ഉണ്ടാവുന്ന അപകടമാണ് ഈ കഥയിൽ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ പരസ്പരം ബന്ധമുണ്ട്. അല്ലാതെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ കഥ പറയല്ല. ഇനിയിപ്പോ ഒരു ആനയുടെ കഥ പറയാം, ഇനിയിപ്പോ ഒരു പൂച്ചയുടെ കഥ, അങ്ങനെ കഥ പറയല്ല ഭാഗവത്തില്. പരീക്ഷത്തിൽ 2 ദിവസം കഴിഞ്ഞാൽ മരിക്കാൻ പോവുക. അയാൾക്ക് വേണ്ട കാര്യം എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം, ഇനിയുള്ള കാലം ശാന്തമായിട്ടിരിക്കാൻ എന്താ വഴി എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കഥ പറയാ വിചാരിക്കരുത്. വെറും ഒരു കഥാപുസ്തകമല്ല ഭാഗവതം. ഇതൊരു ആത്മവിചാരമാണ്, വിചാരം ചെയ്യാനുള്ള വിഷയമാണ്. അങ്ങനെ ഗജേന്ദ്രൻ തോന്നി താൻ ഒരു നേതാവാണല്ലോ. വരൾച്ച ഒന്നും കിട്ടാനില്ല. മൃഗങ്ങളൊക്കെ വന്ന് ഗജേന്ദ്രനോട് പരാതി പറഞ്ഞു. തുമ്പിക്കൈയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഗജേന്ദ്രൻ സഞ്ചരിച്ചു. ദൂരത്തായിട്ട് താമരയുടെ ഗന്ധം മനസ്സിലാക്കി. താമര തടാകമുണ്ട്. പിടിയാനകളെയും കുട്ടിയാനകളെയും വിളിച്ചു. അങ്ങോട്ട് പോയി താമര തടാകത്തിലേക്ക് ഇറങ്ങി ധാരാളം വെള്ളം കുടിച്ചു. ധാരാളം താമര തണ്ടുകൾ പൊട്ടിച്ച് കഴിച്ചു. വിശപ്പും മാറി, ദാഹവും മാറി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? കരയ്ക്ക് കയറണം. പക്ഷെ കരയ്ക്ക് കയറാൻ തോന്നിയില്ല. അവിടെ അങ്ങോട്ട് കലക്കി കഴിഞ്ഞു. ആ തടാകം കലക്കി അങ്ങോട്ട് കഴിഞ്ഞു. ഏതുപോലെ? ഒരു ഗൃഹസ്ഥൻ തനിക്ക് തൽക്കാലമുള്ള ഈ വിഷയസുഖത്തിനോടുള്ള താല്പര്യം കുറയ്ക്കാനായിട്ട് കല്യാണം കഴിച്ച കുട്ടികളൊക്കെയായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഈശ്വരനിലേക്ക് തിരിയണം. ഭഗവാൻ തൽക്കാലം പറഞ്ഞതാണ് എന്ത്? നിനക്ക് ഇപ്പം വയ്യെങ്കിൽ തൽക്കാലം പോയിക്കോളൂ. വിവാഹം കുട്ടികളൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് തിരിയുക. അങ്ങനെ നമ്മൾ പുറപ്പെട്ടതാ. പക്ഷേ വിവാഹം കഴിച്ച് കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് അതിലങ്ങോട്ട് ഭ്രമിച്ച് ആരെ മറന്നു? ഭഗവാനെ മറന്ന് ആ കുടുംബത്തിൽ അങ്ങോട്ട് ധർമ്മം കലക്കി കഴിയണത് പോലെ ആര് കഴിഞ്ഞു? മനസ്സിലായില്ലേ? അപ്പൊ ആരുടെ കഥയാ? യഥാഗൃഹി, ഒരു ഗൃഹസ്ഥൻ ഭഗവാനെ മറന്ന് കുടുംബത്തിൽ കഴിയുന്നത് പോലെ ആര് കഴിഞ്ഞു? ആന കഴിഞ്ഞു. പക്ഷെ ഒന്ന് പറയട്ടെ, ആ തടാകത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു മുതല വന്ന് കാലിൽ കടിച്ചിട്ടുണ്ട്. നമ്മൾ ജനിച്ചന്ന് തന്നെ ഒരു മുതല. ഏത് മുതല? മരണമാകുന്ന മുതല കടിച്ചിട്ടുണ്ട്. പക്ഷെ അറിയില്ല. എപ്പോൾ അറിയില്ല? കൂടെ ആളുകളുള്ളപ്പോൾ അറിയില്ല. രോഗങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ അറിയില്ല. യൗവനം ചെറുപ്പമായിട്ടിരിക്കുമ്പോൾ അറിയില്ല. കയ്യിൽ കാശുണ്ടാവുമ്പോൾ അറിയില്ല. പുകഴ്ത്താൻ ജനങ്ങളുള്ളപ്പോൾ ഒന്നും അറിയില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അറിയും. ചിലതൊക്കെ പ്രതികൂലമാവുമ്പം, ഒന്നെങ്കിൽ രോഗം വന്നാൽ, അടുത്ത ബന്ധു പറ്റിച്ചാൽ, സ്വന്തം ഒന്ന് വിചാരിച്ച് ചതിച്ചാൽ ഒക്കെ ചിലപ്പോൾ എന്താ അറിയും? കടിച്ചിട്ടുണ്ട്. തന്നെ ഒരു മുതല കടിച്ചിട്ടുണ്ട്. ഏത് മുതല? സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. കർമ്മമാകുന്ന മുതല, കർമ്മഗ്രാഹഗൃഹീതാംഗം. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനാണ് ഗജേന്ദ്രമോക്ഷം കഥ. സംസാരമാണ് ഈ തടാകം. സംസാരസാഗരേ മഗ്നം. നമ്മളാണ് ഗജേന്ദ്രൻ. ആണ്ടാണ്ട് പോവുകയാണ്. ആരാ പിടിച്ചു വലിക്കുന്നത്? കർമ്മമാകുന്ന മുതല പിടിച്ചു വലിക്കുകയാണ്. നേരെയാവാൻ പറ്റണില്ല. ശ്രമിക്കുന്നുണ്ട്, സാധിക്കുന്നില്ല. പക്ഷെ രക്ഷിക്കാൻ ആർക്കേ പറ്റുള്ളൂ? അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ. രക്ഷിക്കണേ. ഇതാണ് ജീവന്റെ പ്രാർത്ഥന. ഗജേന്ദ്രൻ ആദ്യം നടന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി എന്തോന്ന് കാലിൽ കടിച്ചു എന്ന്. ഉടനെ തന്നെ തന്റെ പിടിയാനകളോടും കുട്ടിയാനകളോടും എന്ന് പറഞ്ഞാൽ ഭാര്യയോടും കുട്ടിയോടും, അല്ലെങ്കിൽ ഭർത്താവിനോടും കുട്ടികളോടും, അല്ലെങ്കിൽ അയൽവാസികളോടും ബന്ധുക്കളോട് പറഞ്ഞു, എന്ത്? എന്റെ കാലിൽ എന്തോന്ന് കടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതും അവര് കരയ്ക്ക് കയറി. ഇയാളെ കാര്യം നേരെ നമ്മളെ കടിക്കണ്ട എന്ന് പറഞ്ഞ് അവര് കരയ്ക്ക് കയറി. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മളും തിരിച്ചറിയണമെങ്കിൽ 2 മാസം ആശുപത്രി കിടന്നാൽ തിരിച്ചറിയും. എന്ത് തിരിച്ചറിയും? എപ്പോഴാച്ചാ വിളിച്ചോലും ഇട്ടോ, ഞാൻ ഉണ്ടാവുകയെ വിളിച്ചോലും ഇട്ടോ, ധൈര്യമായിട്ട് വിളിച്ചോളൂ, എപ്പോഴാച്ചാ വിളിക്കാം എന്നൊക്കെ ചില പറയാറില്ലേ? ഒന്ന് വിളിച്ചു നോക്കൂ. അപ്പൊ മനസ്സിലാവും. നോട്ട് റീച്ചബിൾ. അത്ര തന്നെയുള്ളൂ. അതാണ് കഥ. രക്ഷിക്കില്ല എന്നല്ല പറയണത്. അതൊന്നും കുറ്റം പറയാൻ വിചാരിക്കേണ്ട. അല്ല, ഭാര്യയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിലും രക്ഷിക്കാൻ പറ്റിക്കോളുന്നില്ല. ഭർത്താവിന് സ്നേഹം ഉണ്ടെങ്കിലും നോക്കാൻ പറ്റിക്കോളുന്നില്ല. ആ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടുത്തുണ്ടാവില്ല. അങ്ങനെ സംഭവിക്കും. ഇനി വേദന ഉണ്ടെങ്കിലും ഭാര്യയ്ക്കിപ്പം സ്നേഹമുണ്ട് ഭർത്താവിനോട്. ഭർത്താവിന്റെ തലവേദന ഭാര്യയ്ക്ക് വാങ്ങാൻ പറ്റുമോ? കുറച്ചു നേരം ഞാൻ സഹിക്കാം, ഇങ്ങോട്ട് തന്നോളൂ.
അരമണിക്കൂർ തലവേദന ഞാൻ പറ്റില്ല. അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുക, ശരിയാകൂട്ടോ എന്നൊക്കെ പറയാന്നല്ലാതെ ഒരാളുടെ പ്രാരബ്ധ അയാൾ തന്നെ അനുഭവിക്കണം, വേറൊരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിസ്സഹായരായിട്ടിരിക്കുന്ന എത്ര അവസ്ഥ നമുക്ക് തന്നെ ഉണ്ട്. നമ്മളെ സ്വന്തം ആള് അങ്ങനെ പടയുമ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കേണ്ടി വരിക. കാരണം അങ്ങനെയാണ് പ്രകൃതി, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാ പറയണത്, അവിടെ രക്ഷിക്കാൻ ആർക്കേ പറ്റുള്ളൂ? ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവനവന് മാത്രമേ സാധിക്കുള്ളൂ എന്നർത്ഥം. ഉള്ളിലുള്ള അന്തര്യാമിക്ക് മാത്രം. അതിനാണ് ഈ അഭ്യാസമൊക്കെ. അങ്ങനെ വിഷമിക്കുമ്പോൾ ദുഃഖമില്ലാണ്ട് കഴിയാനാണ് ഈ ശാസ്ത്രം പഠിക്കുന്നതൊക്കെ. ഗജേന്ദ്രന് സാധിച്ചു, കാരണം പൂർവ്വജന്മത്തിൽ കുറച്ച് ശാസ്ത്രം അഭ്യസിച്ചിട്ടുണ്ട്, ഈശ്വര വിചാരം ഉണ്ടായിരുന്നു, മനസ്സ് ശുദ്ധമായിരുന്നു പണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത് ഓർത്തു വെച്ച് അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ എടുത്ത് വിചാരം ചെയ്ത് രക്ഷപ്പെട്ടു. എവിടുന്ന് രക്ഷപ്പെട്ടു? ആ സംസാരമാകുന്ന സാഗരന്ന് രക്ഷപ്പെട്ടു. ആ കഥയാണെന്ത്? ആണ് ഗജേന്ദ്രമോക്ഷം. അവർ കരയ്ക്ക് കയറി, പിന്നെ രക്ഷിച്ചില്ല പറയാൻ വയ്യ. കുറേശ്ശൊക്കെ ശ്രമിച്ചു, നമ്മളും ആശുപത്രി കാണിക്കുന്നത് പോലെ മാറി മാറി ഡോക്ടറെ കാണിച്ചു, അവിടെ കാണിച്ചു, പുറത്ത് കാണിച്ചു, കാണിച്ചില്ല എന്ന് പറയാൻ വയ്യ, കാണിച്ചു. അങ്ങനെ പലതെങ്കിലും ശ്രദ്ധിച്ചു. കുറച്ച് ദിവസമൊക്കെ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ല പറഞ്ഞപ്പോൾ പാലിയേറ്റീവ് കെയർ, ഇനി ഒന്നും ചെയ്യില്ല, ഡോക്ടർ തന്നെ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല. പിന്നെ ആളുകൾ കുറച്ചുപേരൊക്കെ കാണാൻ വരും, പിടിയാനകൾ കുറച്ചുപേരൊക്കെ വരും. പിന്നെ അവസാനം ഒരു പിടിയാന മാത്രമേ വരുന്നുള്ളൂ. ആരായിരിക്കും? ഭാര്യയായിരിക്കും വിചാരിക്കുക. അത് തൂക്കാത്രൊക്കെ ആയിട്ട് കഞ്ഞിയായിട്ട് വരുന്നുണ്ട്. ഇത്ര 2-3 കൊല്ലായി ഇയാൾ കിടക്കന്നെയാ, ആ കിടന്ന കിടപ്പിൽ. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെയും കാണുന്നില്ല. കഴിഞ്ഞു ഗജേന്ദ്രൻ ഒറ്റയ്ക്ക്. ആ സമയത്ത് ഗജേന്ദ്രൻ ചിന്തിക്കുകയാണ്, ഇത്രയേ ഉള്ളൂ കഥ, കണ്ടില്ലേ? അവർക്ക് വേണ്ടിയാ താൻ ഓടി നടന്നതൊക്കെ. ഞാൻ കരുതി എല്ലാ കാലം അവരൊക്കെ ഒപ്പം ഉണ്ടാവുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരും ഇല്ല. തനിക്ക് താനും പെരയ്ക്ക് തൂണും, വേറെ ആരും ഉണ്ടാവില്ലേ. എന്താ തനിക്ക് ഇങ്ങനെ വരാൻ കാരണം? കുറച്ചങ്ങനെ ആലോചിച്ചു. പിന്നെ അദ്ദേഹം തന്നെ അതിന് പരിഹാരം കണ്ടു. തന്നെ ഇവിടെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആരും കുറ്റം പറയണ്ട. അങ്ങനെ ലോകത്തെ ഇങ്ങനെ വെറുത്തോണ്ടൊന്നും കാര്യമില്ല. കാര്യം മനസ്സിലാക്കുക, ഇത് അതിന്റെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ഭഗവാനെ ആശ്രയിക്കുക. യ കശ്ചനേശോ ബലിനോന്തകോരകാത് പ്രചണ്ഡ വേഗാതവിധാവതോ വൃശം. ഏതൊരു ഭഗവാന്റെ സങ്കല്പം കൊണ്ടാണോ, ഭഗവാൻ ഒന്നും പറഞ്ഞില്ല, ഏതൊരു ശക്തിയുടെ സങ്കല്പം കൊണ്ടാണോ ഞാൻ ഇവിടെ ആനയായിട്ട് വന്നത്, വരൾച്ച വന്നു, ഞാൻ ഇവരുടെ നേതാവായി, ഞാൻ തന്നെ അന്വേഷിച്ചു ഇവിടെ ഇറങ്ങി. ആരുടെ സങ്കല്പം കൊണ്ടാ? എത്ര പിടിയാനകൾ എൻ്റെ ഒപ്പം ഇറങ്ങിയിരുന്നു, എത്ര കുട്ടിയാനകൾ ഇറങ്ങി. അവരൊന്നും കാലിൽ കടിക്കാണ്ട് ആ മുതൽ എൻ്റെ കാലിൽ തന്നെ കൃത്യമായിട്ട് കടിച്ചത് ആരുടെ സങ്കല്പം കൊണ്ടാ? അത്ര ചിന്തിക്കണ്ടോ? ഇതൊക്കെ ഒരു ശക്തിയുടെ നിയന്ത്രണമാണ്. എന്തുകൊണ്ട്? അയാൾക്ക് മാത്രമേ ഈ മുതലയുടെ പിടിന്ന് പറയാൻ രക്ഷിക്കാനും സാധിക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് നമുക്കും ഉണ്ടാവണം, വേറൊരാൾക്കും സാധിക്കില്ല. ആ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു. കഴിഞ്ഞ ജന്മം താൻ പഠിച്ച മന്ത്രം ഇപ്പൊ താ ഓർമ്മ വന്നു. ഓരോന്നോരോന്നായിട്ട് ശ്ലോകം ജപിക്കുകയാണ്. ഓം നമോ ഭഗവതേ തസ്മൈ യത ഏതച്ചിദാത്മകം പുരുഷായാദിബീജായ പരേശായാഭിധീമഹി. ഓം നമോ ഭഗവതേ. ഇങ്ങനെ ആരംഭിക്കുന്ന ശ്ലോകം ഭാഗവതത്തിൽ കുറച്ചേ ഉള്ളൂ. അതിലൊന്നാണത്, പ്രധാനപ്പെട്ട ശ്ലോകം. യഥ ഏതച്ചിദാത്മകം, ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ചൈതന്യവത്താക്കി തീർത്ത അല്ലയോ പരബ്രഹ്മമേ, അങ്ങേക്ക് നമസ്കാരം. അങ്ങുണ്ട് എന്നുള്ളത് തെളിവെന്താ? ഈ ലോകം. ഈ ലോകം ഉള്ളതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? അങ്ങുണ്ട് മനസ്സിലാക്കണം. കറണ്ട് ഉണ്ട് എന്നുള്ള തെളിവെന്താ? ഫാന് കറങ്ങണു. കറണ്ട് കണ്ടുവോ? ഇല്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കി? ഫാന് കറങ്ങുന്നുണ്ടല്ലോ, ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. ഇതുപോലെ ഈ പ്രപഞ്ചം കാണുമ്പോൾ മനസ്സിലാക്കാം ഈശ്വരനുണ്ട്. സൂര്യൻ ജ്വലിക്കുന്നുണ്ട്, കറുത്ത് കരിക്കട്ടിയിട്ട് വീണില്ലല്ലോ, എന്താ വീഴാത്തു? ഈശ്വരനുണ്ട്. ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിന്നുവോ? ഏതെങ്കിലും ഒരു ദിവസം നിന്നുവോ? നമ്മളാണോ തിരിച്ചത്? നമ്മൾ തിരിക്കുകയെന്ന് വെച്ചാൽ ഞായറാഴ്ച തിരിക്കില്ല. ഞായറാഴ്ച 10 മണിക്കല്ലേ എണീക്കുള്ളൂ. അപ്പം അന്ന് തിരിഞ്ഞോണമെന്നില്ല. ഇത് ഞായർ തിങ്കൾ വ്യത്യാസമില്ലാണ്ട് അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്താ അർത്ഥം? ഒരു മോട്ടർ ഉണ്ടല്ലോ അല്ലേ, ഓഫാവാണ്ട് ഒരു സംഗതി, ഒരു ശക്തി ഉണ്ട്, അത് അംഗീകരിച്ചേ പറ്റൂ. യഥ ഏതച്ചിദാത്മകം, ആ ചൈതന്യത്തിന് നമസ്കാരം. ആ ചൈതന്യത്തിന്റെ, അതാണ് എനിക്കൊക്കെ നിങ്ങൾക്കും എല്ലാവർക്കും അടിസ്ഥാനം അതാണ്. അതിന്റെ മുകളിലാണ് നമ്മളൊക്കെ. അയാളുടെ ഇച്ഛ നടക്കട്ടെ. പുരുഷായാതിബീജായ പരേശായാഭിധീമഹി. ആ ശക്തിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അത് ദേവനാണോ ഋഷിയാണോ ഒന്നും പറയാൻ സാധിക്കില്ല. ദേവന്റെ ദേവത്വം, ഋഷിയുടെ ഋഷിത്വം, സ്ത്രീയാണോ പുരുഷനാണോ പറയാൻ പറ്റില്ല. സ്ത്രീയുടെ സ്ത്രീത്വം, പുരുഷന്റെ പുരുഷത്വം. കാരണം ഈശ്വരൻ സ്ത്രീയാണോ പുരുഷനാണോ പറയാൻ പറ്റുമോ? ഈശ്വരൻ പുരുഷനാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ഈശ്വരൻ അല്ലാതെ വരില്ലേ? ഈശ്വരൻ സ്ത്രീ, അപ്പൊ പുരുഷൻ ഈശ്വരൻ അല്ലാതെ വരില്ലേ? ന സ്ത്രീ ന ഷണ്ടോ ന കുമാൻ ന ജന്തു. അത് സ്ത്രീയല്ല, പുരുഷനല്ല, ഷണ്ടനല്ല, ജന്തുവല്ല, സസ്യമല്ല, മൃഗമല്ല എന്ന് പറഞ്ഞ അർത്ഥം അത് മാത്രമല്ല എന്നർത്ഥം. പുരുഷൻ മാത്രമല്ല,
സ്ത്രീ മാത്രമല്ല എന്ന് പറഞ്ഞാൽ പുരുഷന്റെ പുരുഷത്വം, സ്ത്രീയുടെ സ്ത്രീത്വം ഒക്കെ ആരാണ്? മൃഗത്തിന്റെ മൃഗത്വം അത് ഭഗവാനാണ്. അത് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. സ്വയം പ്രകാശായ നമസ്കരോമി. സ്വയം പ്രകാശിക്കുന്നവൻ, ആരെയും ആശ്രയിക്കുന്നില്ല ഭഗവാൻ. ഭഗവാൻ എല്ലാവരും ആശ്രയിക്കണമെന്നേ ഉള്ളൂ. ഭഗവാൻ ആരെയും ആശ്രയിക്കുന്നില്ല, എല്ലാവർക്കും ആശ്രയമായിട്ട് നിൽക്കുന്ന ആളാണ്. നിഷ്കാരണായ അത്ഭുതകാരണായ, എല്ലാത്തിനും കാരണം ആരാണ്? നമുക്ക് കാരണം നമ്മുടെ അച്ഛനും അമ്മയാണ്, അവർക്ക് കാരണം അവരുടെ അച്ഛനും അമ്മയും, അവർക്ക് കാരണം അങ്ങനെ പോയ ഒരു ദിക്കിലൊക്കെ നിൽക്കും. അയാൾക്ക് പിന്നെ കാരണമില്ല. കാരണം കർത്താ വികർത്ത ഗഹനോ ഗുഹ. അയാൾക്ക് കാരണവും ഒക്കെ ആരണ്യാണ്, ഒക്കെ ഭഗവാൻ തന്നെ. നിഷ്കാരണായ അദ്ഭുതകാരണായ, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. അങ്ങ് എന്ത് ചെയ്യണം? മാതൃപ്രപന്ന പശുപാശ വിമോക്ഷണായ. അടിയൻ ആരുമില്ല ഭഗവാനെ, ഒറ്റപ്പെട്ടുകൂടെ കഴിയാണ്. ഈ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാരണം എൻ്റെ ഈ ഭാര്യമാരോടോ മക്കളോടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സുഹൃത്തുക്കളോടോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെയും കടിച്ചിട്ടുണ്ട് ഈ മുതലല്ലെങ്കിൽ വേറൊരു മുതല. എല്ലാവർക്കും ദുഃഖമാകുന്ന മുതല കടിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവരുടെയും മുതലേ ഒന്നായിക്കോളുന്നില്ല, എല്ലാവരുടെയും ദുഃഖം ഒരേ കാര്യം ആയിക്കോളുന്നില്ല. കല്യാണം കഴിച്ചതാവും ചിലരുടെ പ്രശ്നം, ചിലർക്ക് കല്യാണം കഴിയാത്തതാവും പ്രശ്നം. മുതല വ്യത്യാസം ഉണ്ടാവും, പക്ഷെ കടിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ദുഃഖമുണ്ട്. അതുകൊണ്ട് ഇവരെ ഒന്നും എനിക്ക് ആശ്രയിക്കാൻ പറ്റില്ല. കാരണം ആശ്രയിച്ചാലും അവർക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അവരും ബന്ധനത്തിൽപ്പെട്ടവരാണ്. പക്ഷെ അങ്ങനെയല്ല, അങ്ങ് മുക്തന, അങ്ങേ ആരും കെട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങേക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, കാരുണ്യവും ഉണ്ട്. കെട്ടിട്ടിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാരും ആരുടെയും കെട്ടഴിച്ചു കൊടുക്കാൻ പോകാറൊന്നുമില്ല. ഉണ്ടോ? നമ്മളെ കെട്ടിട്ടൊന്നുമില്ല. ഒന്ന് അഴിച്ചൊരു തിരുമേനി തരില്ല. ഇല്ലെങ്കിലോ അഴിച്ചു തരാം, എന്താ കിട്ടുക? എന്താണ് ചോദിക്കും, എന്താ തരും നിങ്ങൾ? അത് നോക്കിയിട്ടാവാ അഴിച്ചു തരണോ വേണ്ട തീരുമാനിക്കാം. ഇതാണ് ലോകം. അത് ചോദിക്കാത്ത ഒരാളെ ലോകത്തുള്ളൂ. അതാരാ? ഭൂരി കരുണായ. ഇത്രയ്ക്ക് കാരുണ്യം ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ ഭഗവാനെ? അല്ലെങ്കിൽ അങ്ങേക്ക് എന്താ വേണ്ടത്? ഇവിടെ പലരും ലേശം വേണം എന്ന് പറഞ്ഞത് അല്പന്മാരായതുകൊണ്ട്, അവർക്കില്ലാത്തോണ്ടല്ലേ. അങ്ങ് ലക്ഷ്മി വല്ലഭൻ, എന്തിന്റെ കുറവാ? പൂർണ്ണനല്ലേ അങ്ങ്? അങ്ങേക്ക് എന്ത് വേണം? അതുകൊണ്ട് അങ്ങേക്ക് കാരുണ്യമില്ലേ? എന്നെ ഈ മുതലയുടെ പിടിയിൽ നിന്ന് അങ്ങ് രക്ഷിക്കില്ലേ? ഏത് മുതല? അജ്ഞാനമാകുന്ന മുതലയുടെ പിടിയിൽ നിന്ന്. എവിടുന്ന? അല്ലാത്തൊരു മുതല കടിച്ചാൽ ആനയ്ക്ക് എന്താ ബുദ്ധിമുട്ട്, പ്രയാസമുണ്ടോ? ആനയ്ക്ക് എത്ര കാലുണ്ട്? 1, 2, 4 കാല്. ഇനിയിപ്പോ 2 കൈയായിട്ട് കണക്കൊക്കെ അങ്ങനെ എന്തായാലും 4 ഉണ്ട്. ഒരു കാലില് മുതല കടിച്ചാൽ ബാക്കി 3 കാല് ഫ്രീയാ. ആനയ്ക്കാണോ ബുദ്ധിമുട്ട്? ഒരു ചവിട്ടം കണ്ട് കൊടുത്താൽ മുതലയുടെ കഥ കഴിയും. പിന്നെന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നം സാധാരണ മുതലയല്ല, കർമ്മമാകുന്ന മുതല പിടിച്ചാൽ അങ്ങനെ ഇളകും. എത്ര വലിയ കൊമ്പനാണെങ്കിലും, എത്ര കണ്ട് കാശുണ്ടെങ്കിലും, എത്ര കണ്ട് സൗന്ദര്യം ഉണ്ടെങ്കിലും, എത്ര കണ്ട് വലിയ പദവി അലങ്കരിക്കുന്ന ആളാണെങ്കിലും കുറയ്ക്കും. അവിടെ പതറി പോവാണ്ടിരിക്കാനാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. ഇതാണ് താല്പര്യം. അതുകൊണ്ട് ലോകാവരണസ്യ മോക്ഷം. തൽക്കാലം ഈ മുതലയിൽ നിന്ന് ഒഴിവായാൽ വേറെ മുതല വന്ന് പിടിക്കും. എനിക്കിനി വേണ്ട, ഇനി മുതലകൾ പിടിച്ചാൽ വയ്യ, ഇനി ദുഃഖം എനിക്ക് ആവശ്യമില്ല. ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തിയാണ് എനിക്ക് വേണ്ടത്. അതിനായിട്ട് ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. മറ്റുള്ള ദേവന്മാരൊക്കെ നോക്കി ഇയാളുടെ സ്തുതി കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവരാരും രക്ഷിക്കാൻ പോയില്ല. എന്താ കാരണം? അവരൊക്കെ മുതലയുടെ പിടിയിൽപ്പെട്ടവരാ, അതുകൊണ്ടാണ് രക്ഷിക്കാൻ പോകുന്നത്, അല്ലാണ്ട് ദയയില്ലായിട്ടല്ല. അവര് വിചാരിച്ചു നമുക്കും ഈ ഗജേന്ദ്രന്റെ കൂടെ ഈ ശ്ലോകം ചൊല്ലാം, ആര് വരും? ആ പരബ്രഹ്മം നമ്മളെയും ഈ ഗജേന്ദ്രന്റെ ഒപ്പം പ്രാരബ്ധത്തിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് നമുക്കും ചെയ്യാൻ പറ്റിയ കാര്യം ഈ ശ്ലോകം ഗജേന്ദ്രന്റെ കൂടെ ചൊല്ലിയാൽ നമ്മളെ ആര് രക്ഷിക്കും? ഭഗവാൻ രക്ഷിക്കും. ദേവന്മാരും ഗജേന്ദ്രന്റെ ഒപ്പം അങ്ങനെ ആ ശ്ലോകങ്ങള് സ്തുതി, ഭഗവാൻ അങ്ങനെ സ്തുതിച്ചു. ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധ ലിംഗ വിധാഭിമാനാഃ നൈതേയതോപസൃപുർനിഖിലാത്മകത്വാത് തത്രാഖിലാമരമയോ ഹരിരാവിരാസീത്. ആരുമില്ല എന്ന് കണ്ട സമയത്ത് ഭഗവാൻ കാരുണ്യം. ഭഗവാൻ വിചാരിച്ച ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ പോകുന്നതാണ്. ആരും പോകണില്ല. തന്റെ പേര് വിളിക്കണുണ്ടോ? ഇല്ല. ലക്ഷ്മി വല്ലഭെന്ന് വിളിച്ചിട്ടില്ല, വിഷ്ണു ഭഗവാൻ വിളിച്ചിട്ടില്ല, ഒന്നും വിളിച്ചിട്ടില്ല. പക്ഷെ ഈ വിളിക്കണതൊക്കെ ആരെയാ? തന്നെയല്ലേ എന്ന് കണക്കാക്കിയ ഭഗവാൻ ഗരുഡന്റെ പുറത്തങ്ങോട്ട് പുറപ്പെട്ടു. ഹരിരാവിരാസീത്. നല്ല വേഗത ഉണ്ട് ഗരുഡന്. പക്ഷെ ഭഗവാൻ ഈ ഭക്തനോടുള്ള വാത്സല്യം കൊണ്ട് ഗരുഡന് വേഗത പോരാ തോന്നുക. കാരണം ആണ്ടാണ്ട് പോവുകയാണ് ആ ഭക്തൻ. അതുകൊണ്ട് ഭഗവാൻ ഗരുഡനോട് പറഞ്ഞു, വേഗത്തിൽ പോയാൽ നന്നായിരുന്നു. ഗരുഡൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് പറ്റില്ല. ലാൻഡ് ചെയ്യുന്ന സമയത്ത് 3 വട്ടം ചുറ്റണം. വിമാനമൊക്കെ കണ്ടില്ല, അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങില്ല. അങ്ങനെ പോയി ഇങ്ങനെയായി.
ഭഗവാൻ പറഞ്ഞത് താൻ സമയം പോലെ വന്നോളൂ, എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞ് കൈ കുത്തിയൊരു ഒറ്റ ചാട്ടം എവിടേക്ക്? ഈ സംസാരത്തിലേക്ക് ഭഗവാൻ അങ്ങോട്ട് ചാടി. അതാണ് അവതാരം. ചില മഹാപുരുഷന്മാരായിട്ടൊക്കെ വരുന്നത് ഭഗവാൻ തന്നെയാണ്. ഈ ചളിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്തിനാ? നമ്മൾ ഈ ചളി കിടക്കുകയാണ്, നമുക്ക് നേരെ ആവണമെന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? നമ്മളെ കൈ പിടിച്ച്, കുട്ടി ചളി കളിക്കുമ്പോൾ അമ്മ രക്ഷിക്കില്ലേ, അതേപോലെ അമ്മ പട്ടുസാരിയൊക്കെ കൊടുത്തിട്ടുണ്ടാവുക, ചളിയെ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും കുട്ടി വീണാ എന്ത് ചെയ്യും? അമ്മ ചളിയാവും നോക്കില്ലേ, ചാടും. ഇതുപോലെ നമ്മൾ നേരെയാവാണ്ട് അങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ കാരുണ്യം തോന്നി ഭഗവാൻ ചാടുന്നതാണെന്ത്? അതാണ് അവതാരം. ഇറങ്ങി വരിക, ഇറങ്ങി വന്ന് രക്ഷിക്കുകയാണ് ഭഗവാൻ. അങ്ങോട്ട് ഇറങ്ങി. ഭൂരി കാരുണ്യവേഗാത്. അതാണ് മേൽപ്പത്തൂര് ഗരുഡന്റെ വേഗം എന്നല്ല പറഞ്ഞത്, ഭൂരി കാരുണ്യവേഗാത്. ഭഗവാൻ ഗുരുവായൂരപ്പ ഗരുഡന്റെ വേഗമല്ല, കാരുണ്യത്തിന്റെ വേഗം കൊണ്ടാണ് അങ്ങോട്ട് ചാടി വന്നത്. 4 കൈകള്, ശംഖ്, ചക്രം, ഗദാ, പത്മം. ഇറങ്ങി വരുന്നത് ആർക്കും മനസ്സിലായി? ഗജേന്ദ്രന് മനസ്സിലായി. കണ്ണ് വെള്ളത്തിലാ, പക്ഷെ എങ്ങനെ മനസ്സിലായി? തുമ്പിക്കൈ മുകളിലാണ്. ഗന്ധം ആണ്, ഹരിചന്ദനത്തിന്റെ ഗന്ധം, കളഭത്തിന്റെ ഗന്ധം, കഴുത്തിലണിഞ്ഞ തുളസിയുടെ ഗന്ധം. ഭഗവാൻ വന്നിട്ടു. എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു പോയപ്പോ ആരും ഉപേക്ഷിച്ചില്ല. ഭഗവാൻ തന്നെ രക്ഷിക്കാനായിട്ട് വന്നില്ലേ? താൻ അനാഥനല്ല എന്നൊരു തോന്നലാണ്. ഇങ്ങനെ രക്ഷിക്കാനായിട്ട് വന്ന ഭഗവാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ഭഗവാനൊന്നും ആവശ്യമില്ല, ശരി തന്നെയാ, അതായിക്കോട്ടെ, ഭഗവാനൊന്നും ആവശ്യമില്ല. എന്നാലും നമുക്ക് ഇങ്ങനെ രക്ഷിക്കാനായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ഒന്ന് തപ്പി നോക്കി, പക്ഷെ ഒന്നുമില്ല. ധാരാളം ഉണ്ടായിരുന്നില്ല. എത്ര താമരകൾ ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു? അതൊക്കെ പിടിയാനകൾക്ക് കൊടുത്തു, കുട്ടിയാനകൾക്ക് കൊടുത്തു, പിന്നെ കുറെയൊക്കെ ഉടച്ച് കളഞ്ഞു. നമ്മുടെ ഉള്ളിലുള്ള സമയമാണ് ഈ പറയണത്. കുറേ സമയം നമ്മൾ ആർക്ക് കൊടുത്തു? ഭാര്യയ്ക്ക് കൊടുത്തു, മക്കൾക്ക് കൊടുത്തു, പിന്നെ ആർക്കൊക്കെയോ കൊടുത്തു സമയമൊക്കെ. കുറെ TV കണ്ട, അങ്ങനെ കുറെ കൊടുത്തു. ദേശം പോലും സമയം ഭഗവാന് കൊടുത്തില്ലല്ലോ. ഇപ്പം കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്തില്ല? താമരല്ല. അവസാനത്തെ കാലത്തെ അവസ്ഥയാണത്. സമയം വേണം, ഇരുന്ന് കേൾക്കണം, 7 ദിവസം കേൾക്കണം, ഭാഗവതം മുഴുവനായിട്ടൊന്ന് വായിക്കണം, അല്ലെങ്കിൽ കഥകൾ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരം ഉണ്ടാവും, പക്ഷെ സമയം അനുവദിക്കുന്നില്ല. അപ്പോഴേക്കും ഡയാലിസിന് കൊണ്ടുപോകണം, അവിടെ പോകണം, അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കൾ അങ്ങനെ അങ്ങോട്ടും മാറ്റി കൊണ്ടുപോകും. പറ്റണില്ല. തപ്പി നോക്കി ഭഗവാന്റെ കാരുണ്യം. അയാൾ തപ്പുന്നത് കണ്ടപ്പോൾ ഭഗവാന് തോന്നി ഇപ്പോഴെങ്കിലും ആ വിചാരം ഉണ്ടായല്ലോ, അതന്നെ വലിയ കാര്യം. ഇനി സങ്കടപ്പെടണ്ട എന്ന് കരുതി തൻ്റെ താമര തന്നെ ഭഗവാൻ ആ നദിയിലേക്ക് അങ്ങോട്ട് ഒഴുക്കി വിട്ടു. തൻ്റെ താമരയാ, കയ്യിലുള്ള താമര അങ്ങോട്ട് കൊടുത്തു. ഗജേന്ദ്ര പാവം വിചാരിച്ചു എന്ത്? ഹാവൂ, തനിക്കൊരു താമര കിട്ടി. അത് കണ്ട് ആര് സന്തോഷിച്ചു? ഭഗവാൻ സന്തോഷിച്ചു. ആയിക്കോട്ടെ, അതങ്ങോട്ട് തന്നേക്കും. അത് ആരുടെയാ? ഭഗവാന്റെയാണ്. നമ്മളിപ്പോൾ ചെയ്യണത് എന്താ? ഇപ്പൊ ഇവിടെ വന്ന് താമര വെച്ചു, എവിടുന്നേ കിട്ടി? നമ്മൾ സമർപ്പിക്കുക? അല്ലല്ല, അത് ഭഗവാന്റെയാണ്. ഭഗവാൻ തന്നത് ഭഗവാന് കൊടുക്കുകയാണ്. ഭഗവാൻ അത്രയും വേണ്ടു. അപഹരിക്കണം എന്നൊന്നും ഭഗവാന് മോഹമില്ല. ഭഗവാന്റെ ആണെന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടോ? അത്രേ ഭഗവാൻ അറിയണ്ടു. ഇതിനാണ് ഈ വഴിപാടൊക്കെ. ഭഗവാനെ അങ്ങയുടെയാണ്, ഞങ്ങളെ തിരിച്ചറിയുന്നുണ്ടേ, ഞങ്ങൾ അറിയായില്ല, ഞങ്ങൾക്കത് അറിയാം, നന്ദി. അതാണ് സമർപ്പണം. ഉത്ക്ഷിപ്യസാംബുജകരം ഗിരമാഹ കൃച്ഛ്രാത് നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. തുമ്പിക്കൈ കൊണ്ട് ആ താമര കണ്ടെടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയാണ്. ഭഗവാനേതാ? അടിയന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, മനസ്സാ തരണം എന്നുള്ളത്, പക്ഷെ ഇത് പിടിച്ചു പറഞ്ഞു തരാനൊന്നും എനിക്ക് സാധിക്കില്ല ഭഗവാനെ. ഇതെന്റെ ഹൃദയമായിട്ട് കണ്ട് സ്വീകരിക്കില്ലേ? നാരായണ അഖില ഗുരോ. എന്താ വിളിച്ചത്? അഖില ഗുരോ. എന്താ ഗുരു എന്ന് വിളിക്കാൻ കാരണം? അജ്ഞാനം ഇല്ലാണ്ടിയാക്കാൻ വന്ന ആളാണ്. അജ്ഞാനം ഇല്ലാണ്ടിയാക്കണ ആളെ വിളിക്കേണ്ട പേരാണെന്ത്? ഗുരു. അജ്ഞാനമാകുന്ന മുതലേ ഇല്ലാണ്ടിയാക്കാൻ വന്ന ആളാണ്. അതുകൊണ്ട് അഖില ഗുരോ. നാരെന്ന് പറഞ്ഞ അർത്ഥം ജ്ഞാനം. ജ്ഞാനത്തിൽ അയനം ചെയ്യുന്നവനാണെന്ത്? നാരായണൻ, അറിവ് എന്നർത്ഥം. അതാണ് താല്പര്യം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഈ ദക്ഷിണ ഇത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ ഭഗവാന്റെ നേരെ ഇടം നീട്ടി. ഭഗവാന താമര ഇങ്ങോട്ട് തൊട്ടു. അതോടുകൂടി ഗജേന്ദ്രൻ ഭഗവാന് സമായി. നീലമേഘ ശ്യാമളൻ ശംഖചക്ര ഗദാധാരി ആര്? ഗജേന്ദ്രൻ. അയാളെയും ആ ഗരുഡന്റെ പുറത്തങ്ങോട്ടിരുത്തി രണ്ടുപേരും കൂടി സല്ലപിച്ചും കൊണ്ട് അങ്ങോട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാണ്. ഇതാണ് ഗജേന്ദ്ര മോക്ഷം കഥ. താല്പര്യം എത്രയേ ഉള്ളൂ. നമ്മൾ സമർപ്പിക്കേണ്ടത് എന്താ? ഈ സംസാരമാകുന്ന സാഗരത്തിൽ പെട്ടുപോകാണ്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സാകുന്ന താമര ഭഗവാനിൽ സമർപ്പിച്ചും കൊണ്ട് കർമ്മം ചെയ്തോളൂ. ചെയ്യാണ്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അതൊക്കെ ചെയ്തോളൂ. അടുക്കളപ്പണി ചെയ്യണോ? ചെയ്തോളൂ. യുദ്ധം ചെയ്യണോ? അതും ചെയ്തോളൂ എന്നാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ അർജുനോട്. നീ ചെയ്യാണ്ടിരിക്കണ്ട. അടുക്കള അടുക്കള, യുദ്ധക്കള യുദ്ധക്കളം. നീ ഇറച്ചി വിട്ടാണെന്ന് ഇറച്ചി വിട്ട്. ആരുടെ കഥ? ധർമ്മവ്യാധന്റെ കഥ മഹാഭാരതത്തിൽ കാണാം. ഒന്നും ഒഴിവാക്കാൻ പറയണില്ലേ. എന്താണോ നമുക്ക് കിട്ടിയ ധർമ്മം, ജോലി, അത് ചെയ്തോളൂ. ഈശ്വരാർപ്പണമാവട്ടെ. മനസ്സെവിടെ വെക്കണം?
മനസ്സ് ഭഗവാനിൽ വെക്കണം. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. മനസ്സാകുന്ന പുഷ്പം ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അത് ബാധിക്കില്ല. അതാണ് മനസ്സ് ഭഗവാനിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സംസാരത്തിൽ പെട്ടുപോകില്ല, മുതല കടിക്കില്ല എന്നർത്ഥം. അപ്പം ദുഃഖമാകുന്ന മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സാകുന്ന താമര ഭഗവാന് സമർപ്പിച്ചാൽ വിഷമില്ലാണ്ട് കഴിയാം. ഇപ്പൊ ചോദിച്ചു, ആരാ ഈ ഗജേന്ദ്രൻ, എങ്ങനെ സ്തുതിക്കാൻ സാധിച്ചു? ഇന്ദ്രദ്യുമ്നൻ എന്ന് പേരുടെ ഒരു രാജാവായിരുന്നു. ഒരിക്കൽ ഭഗവാൻ അവിടേക്ക് തന്റെ ഗുരുനാഥൻ വന്ന സമയത്ത് അദ്ദേഹം വേണ്ടതുപോലെ ആദരിച്ചില്ല. മൗനവ്രതായിരുന്നു അദ്ദേഹത്തിനെ. അപ്പം അങ്ങനെ ഇരുന്നു. ഗുരുനാഥൻ അങ്ങനെ നോക്കിയപ്പോൾ തോന്നി നല്ല അഹങ്കാരം ഉണ്ട് ഇയാൾക്ക്. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കോ? ഈശ്വരനെ ആരാധിക്കുന്ന സമയമാണ്, ആയിക്കോട്ടെ. എന്നാലും ഗുരുനാഥൻ ആരാ? നമ്മൾ ആദ്യം ചൊല്ലുന്ന ശ്ലോകം എന്താ? ഗുരു ബ്രഹ്മ. എന്താർത്ഥം? ഗുരുനാഥൻ ബ്രഹ്മാവാണ്. എന്താണ്? ഗുരു വിഷ്ണു. എന്താർത്ഥം? ഗുരുനാഥൻ വിഷ്ണു. ഗുരുദേവോ മഹേശ്വര. ഗുരുനാഥൻ തന്നെയാണ് മഹാദേവൻ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. എന്നിട്ട് ഭഗവാൻ വരുമ്പോ, അല്ലെ ഗുരുനാഥൻ വരുമ്പോ വിഷ്ണുവിനെ പൂജിക്കാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിഷ്ണുവാണ് ഗുരുവിന്റെ രൂപത്തിൽ വരുന്നത്. ഇത് തിരിച്ചറിയാനുള്ള നാവ് കൊണ്ട് പറയാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ശ്ലോകം ചൊല്ലുന്നല്ലാതെ ആശയം ഇപ്പോഴും മനസ്സിലാക്കിയില്ല. തന്റെ ശിഷ്യൻ തോന്നി അദ്ദേഹത്തിന്. അതുകൊണ്ടല്ലേ ആ ഒരു വകതിരിവ് ഇല്ലാണ്ട് വന്നത്. കബീർദാസ് പറഞ്ഞു, അദ്ദേഹം പറയാണ്, ഇവിടെ എന്റെ മുന്നിൽ ഇപ്പം ഗുരുവും ഗോവിന്ദനും ഒരുമിച്ച് വന്നാൽ ഞാൻ ആരെ ആദ്യം നമസ്കരിക്കാന്നറിയോ? ആരെ നമസ്കരിക്കുക? ഗുരുവും വന്നു, ഗോവിന്ദനും വന്നു, ആരെ നമസ്കരിക്കും? ഞാൻ ഗുരുവിനെ ആദ്യം നമസ്കരിക്കും. എന്നിട്ട് സമയമുണ്ടെങ്കിൽ ഈശ്വരനെ നമസ്കരിക്കും. എന്താ കാരണം? അത് ഈശ്വരനാണെന്ന് എനിക്ക് പറഞ്ഞു തന്നാരാ? അത് ഈ ഗുരുനാഥന്റെ കാരുണ്യമുള്ളതുകൊണ്ട് അറിഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞതില്ലേ ഞാൻ അറിയുന്നില്ലായിരുന്നു, മൈൻഡ് ചെയ്യില്ലായിരുന്നു ഈശ്വരനെ. അത് അറിഞ്ഞതിപ്പം ഈ ഗുരുനാഥൻ ഉള്ളതുകൊണ്ടല്ല. അതുകൊണ്ട് എനിക്ക് ഈശ്വരനേക്കാൾ മുഖ്യം ഈ ഗുരുവാണ്. അപ്പൊ ആ ഒരു വകതിരിവ് ഇദ്ദേഹത്തിന് ഇല്ലാണ്ട് പോയി. അതുള്ളിൽ കളങ്കമുള്ളതുകൊണ്ട്, അഹന്തമുള്ളതുകൊണ്ടാണ്. അഹന്തമുള്ളപ്പോഴാണ് ചെയ്യണ പ്രവൃത്തി വേണ്ടതുപോലെ അല്ലാണ്ട് വരിക. അത് നേരെയാവട്ടെ എന്ന് കരുതി അദ്ദേഹം ശപിച്ചു. മോശമായിട്ടൊന്നുമില്ല. ഗജേന്ദ്രൻ ആനയായെങ്കിലും ഇന്ദ്രദ്യുമ്നൻ ആനയായി, ഗജേന്ദ്രനായില്ലേ? ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അപകടം പറ്റിയില്ല. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ നേതാവായിട്ട് മാറി. ഭക്തിക്ക് ഒരു കുറവുണ്ടായില്ല. അവസാനം ഒരു അപകടത്തിൽ പെട്ടപ്പോഴോ പൂർവ്വജന്മ സ്മൃതി ഉണ്ടായി. അന്ന് പഠിച്ച ശാസ്ത്രം ഓർമ്മ വന്നു. നമുക്ക് ഈ ജന്മത്തിൽ ഭഗവാനെ കിട്ടിയില്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട. ഈ കേട്ടതൊക്കെ അവിടെ ഉണ്ടാവും. ഇതിന്റെ ബാക്കി മതി അടുത്ത ജന്മത്തിൽ. ഒന്നും കൂടി നല്ലൊരു ഉത്കൃഷ്ടകുലത്തിൽ വന്ന് പറക്കാം. അനുകൂല സാഹചര്യം ഉണ്ടാവും. ഈശ്വരനെ സേവിക്കാനുള്ള സാഹചര്യം കൂടി വരും. മനഃശാന്തി ഉണ്ടാവും. ഇനിയിപ്പം പൂർണ്ണമായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട? ഒട്ടും ഭയപ്പെടാനില്ല എന്നുള്ളതാണ് ഈ കഥയുടെ താല്പര്യം. അപ്പൊ ചോദ്യം, ആരാണ് മുതല? അത് ഹൂഹു എന്ന് വരായിട്ടുള്ള ഗന്ധർവന്. അദ്ദേഹം സ്ത്രീകളുടെ കൂടെ അങ്ങനെ സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണ്. വർത്തമാനൊക്കെ പറഞ്ഞ സ്ത്രീകളെ സന്തോഷിപ്പിക്കാനായിട്ട്, അവരെ തമാശ കണ്ട് ചിരിക്കാനായിട്ട് എന്ത് ചെയ്തു? അവിടെ ഒരു മഹർഷി, ദേവൻ എന്ന പേര്, ദേവല മഹർഷി, അദ്ദേഹം തർപ്പിക്കാനായിട്ട് വെള്ളത്തിലിറങ്ങിയപ്പം ഊളിട്ട് പോയിട്ട് ഇദ്ദേഹത്തിന്റെ കാല് പിടിച്ച് വലിക്കുകയാണ്. അത് കണ്ട് സ്ത്രീകൾ ചിരിക്കണമെന്ന് നോക്കി ഇദ്ദേഹം വീണ്ടും വീണ്ടും അങ്ങനെ ആ മഹർഷി നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ കാണാനും മറ്റുള്ളവർ ചിരിക്കാനും വേണ്ടി മറ്റുള്ളവരെ പരിഹസിക്കുക, പുച്ഛിക്കുക, മഹാത്മാക്കളെ നിന്ദിക്കുകയൊക്കെ ചെയ്താൽ ഇതൊക്കെ വലിയ അപരാധമാണ്. തൽക്കാലം ലോകര് കണ്ട് ചിരിക്കട്ടെ കരുതിയിട്ടും പ്രസിദ്ധി കിട്ടാനൊക്കെ ചെയ്താൽ പ്രയാസാവെന്ന് കാണിക്കുകയാണ്. ദേവല മഹർഷി 2-3 പ്രാവശ്യമൊക്കെ ക്ഷമിച്ചു. പിന്നെയും ഇത് ആവർത്തിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം ശപിച്ചു. ഇങ്ങനെ ഈശ്വരനെ സേവിക്കുന്ന സമയത്ത് വന്ന് ഉപദ്രവിക്കുന്ന താൻ മുതലേ പോട്ടെ. ആനകൾ മുതലേ അവിടെയും കാൽക്കൽ പോണു. ശാപമോക്ഷം ചോദിച്ചു. നല്ല ബുദ്ധി അല്ലാണ്ടല്ലേ ഇപ്പം ഈ ഭക്തന്റെ കാല് പിടിച്ചത്. അതുകൊണ്ടല്ലേ ഈ അപകടം. ഇനിയിപ്പോ എന്ത് ചെയ്യുക? ഇനി ഭക്തന്റെ കാലിനെ പിടിക്കുക. ഇപ്പൊ ചെയ്ത പണി തന്നെ. സദ്ബുദ്ധിയോടുകൂടി, നേരെയാവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി, വിനയത്തോടുകൂടി ഒരു ഭക്തന്റെ കാല് പിടിക്കുകയാണെങ്കിൽ തനിക്ക് ശാപമോക്ഷം എന്ന് പറഞ്ഞു. മുതലായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് വെള്ളത്തിലെ. ഏതെങ്കിലും ഭക്തൻ വന്നാൽ കാല് പിടിക്കായിരുന്നു കരുതിയിരിക്കുമ്പോഴാണ് ആരിറങ്ങിയത്? കുറെ പിടിയാനകളൊക്കെ ഇറങ്ങി. ഭക്തിയൊന്നുമില്ല, അവരാരും നാമം ജപിക്കണമൊന്നുമില്ല. കുട്ടിയാനകൾ ഇറങ്ങി, അവർക്കും അങ്ങനെ വേറെ വിചാരമൊന്നുമില്ല. കുറെ താമരത്തണ്ട് കഴിക്കണം, വെള്ളം കുടിക്കണം, നമ്മളെപ്പോലെ തന്നെ. കുറെ കഴിയുക, ഉറങ്ങുക, കിടന്നുറങ്ങുക, അത് തന്നെ. പിന്നെ കല്യാണം കഴിക്കുക, കുട്ടികളൊക്കെ ഉണ്ടാവുക, കുറെ ഉണ്ടാവില്ല, വലിയ ലാഭം. കുറെ ഉറങ്ങി വലിയ നേട്ടമായി എന്നൊക്കെ കരുതി അങ്ങനെ കുറെ കാശുണ്ടാക്കിയാൽ ജീവിത വിജയം. ഇങ്ങനത്തെ കുറെ പേരൊക്കെ ഇറങ്ങി. ഇതൊന്നും അല്ലാതെ ഈശ്വരനെ ലക്ഷ്യം വെച്ച ആരെങ്കിലും ഉണ്ടോ നോക്കിയിരിക്കുമ്പോഴാണ് ആരിറങ്ങുന്നത്? ഗജേന്ദ്രൻ കാലം കണ്ടെടുത്ത് വെച്ചു. നാരായണ. മുതലം കിട്ടും. വേഗം നീന്തി വന്ന ഒരൊറ്റ പിടുത്താണ് ഭക്തനെ കിട്ടിയെന്നും പറഞ്ഞിട്ട്. കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല, മുതലയ്ക്ക് ചെറിയ കൈയല്ലേ. പല്ലുകൊണ്ട് മുറുക്കി പിടിച്ചു. ഭക്തന്റെ പാദത്തെ ആശ്രയിച്ചത് കൊണ്ടാണ് ആ മുതല നേരിയായത്. മതി. നേരിട്ട് ഗജേന്ദ്രനെ പോലെ നമുക്ക് ഭഗവാനെ പിടിക്കാൻ ശേഷിയില്ലെങ്കിലും സാരല്ല, വിഷമിക്കണ്ട. നേരിട്ട് പറ്റലുണ്ടില്ല, വേണ്ട. പിടിച്ചവരുണ്ടാവില്ല, അവരെ പിടിച്ചാലും മതി. മുതലയെ പോലെയെങ്കിലും ആവും. ഒന്നെങ്കിൽ ഗജേന്ദ്രനെ പോലെ ആവുക, അത് പറ്റില്ലെങ്കിൽ മുതലയെ പോലെ ആവുക, അത്രേ വേണ്ടൂ.
ഭഗവാനെ നേരിട്ട് ആശ്രയിക്കാൻ വയ്യ. നേരിട്ട് ഭാഗവതം വായിക്കാനോ പഠിക്കാനോ പുസ്തകം നോക്കിയാലോ വ്യാഖ്യാനം നോക്കിയാലോ മനസ്സിലാവണമെങ്കിൽ ഇത് മനസ്സിലാക്കി പറയുന്നവർ പറയണത് പോയി കേട്ടാലും പോരെ, സപ്താഹവേദി പോയിരുന്നാലും പോരെ. ഇനി ക്ലാസ്സൊക്കെ ഇരുന്ന് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന്റെ അന്വയും വ്യാഖ്യാനമൊക്കെ നോക്കി മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ സാരല്ല. ഇനി അതിന്റെ മുകളിൽ വല്ലാതെ മസിൽ പിടിക്കാൻ നിൽക്കണ്ട. എത്ര ആചാര്യന്മാരുണ്ട്, അവിടെ ഇരുന്ന് സത്സംഗങ്ങളിൽ പങ്കെടുത്ത് കഥകളും ആശയങ്ങളൊക്കെ മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചൂടെ? അതാണ് ചോദ്യം. നേരിട്ട് ഭഗവാനെ പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും വിഷമിക്കണ്ട, പിടിച്ചവരെ പിടിച്ചാലും ഒരേ ഫലമാണ്. രണ്ടുപേർക്കും വൈകുണ്ഠ കിട്ടിയത്, മുതലയ്ക്കും ആനയ്ക്കും. ആദ്യം കിട്ടിയത് മുതലയ്ക്ക, ചക്രം കണ്ട് കൊടുത്തു. പിന്നെ ആരെ തൊട്ടുള്ളൂ? ഭഗവാൻ തന്റെ ഭക്തനെ തൊട്ടുള്ളൂ. നേരിട്ട് ഇലക്ട്രിക് കമ്പ് പിടിക്കാൻ പറ്റണില്ല വിചാരിക്കുക, ഷോക്ക് അടിക്കണമെന്ന് മോഹമുണ്ട് വിചാരിക്കുക, അങ്ങനെ ഉണ്ടാവില്ല, ഉണ്ട് വിചാരിക്കുക. നമുക്ക് പിടിക്കാൻ എത്തണില്ല, എന്ത് ചെയ്താൽ മതി? അത് പിടിച്ചവരെ പോയി പിടിച്ചാലും നമുക്ക് ഷോക്ക് അടിച്ചാൽ പോരെ? ആ പിടിച്ചവരെ പോയി പിടിച്ചാലും കിട്ടും. ഇതേപോലെ ഭഗവാനെ നേരിട്ട് പിടിക്കാനുള്ള ബുദ്ധിയോ ശക്തിയോ ഒന്നും ഇല്ലെങ്കിൽ സാരല്ല, പിടിച്ചവരെ പോയി പിടിക്കൂ, അവരുടെ പാദത്തെ ആശ്രയിക്കൂ വിനയത്തോടെ. എങ്ങനെ? കാല് വാരാനാവരുതേ. അങ്ങനെ മറ്റേ ആദ്യം ഗന്ധർവൻ പോയി വാരിയത് അങ്ങനെയല്ല. സദ്ബുദ്ധിയോടുകൂടി വിനയത്തോടുകൂടി നേരെയാവണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഭക്തന്മാരെ ആശ്രയിച്ചാൽ അവർക്ക് മുക്തി ഉണ്ടാവും. ഇതാണ് കഥയുടെ താല്പര്യം. പിന്നെ മന്വന്തരങ്ങളെ പറ്റി ഇങ്ങനെ വർണ്ണിച്ച് വന്നപ്പോഴാണ് ചാക്ഷുഷ മന്വന്തരം. ആ മന്വന്തരത്തിലാണ് ഭഗവാൻ പാലാഴിമഥനം ചെയ്തത്. അപ്പോഴാണ് സംശയം, പാലാഴിമഥനമൊക്കെ കഴിഞ്ഞു, പക്ഷേ ദേവന്മാർക്ക് മാത്രമേ അമൃതം കിട്ടിയിട്ടുള്ളൂ. ആ കഥ പ്രസിദ്ധമാണ്. എന്തേ അങ്ങനെ ഉണ്ടായി? അസുരന്മാരും ദേവന്മാരും ഒരുമിച്ചാണ് മെനക്കെട്ടത്. ഒരുമിച്ച് മെനക്കെട്ടാൽ ഒരുമിച്ച് ഫലം അനുഭവിക്കണ്ടേ? രണ്ടുപേർക്ക് ഒരുപോലെ വേണ്ടേ അമൃത്? എന്താ അങ്ങനെ കിട്ടാഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴാണ് ആ കഥ വിസ്തരിച്ചത്. എന്താ കാരണം ചോദിച്ചാൽ, ഈ കഥ നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട് കേട്ടോ, വെറുതെ ഒരു കഥ പറയില്ല. നമ്മളും പല കർമ്മങ്ങളും ചെയ്യാറുണ്ട്, പക്ഷെ വിചാരിച്ച ഫലമൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെയേ ഉള്ളൂ. ചിലത് മാത്രമേ ഭരിക്കുന്നുള്ളൂ, ചിലതൊന്നും ഭരിക്കുന്നില്ല. എത്രയോ കഷ്ടപ്പെട്ടു, ഇല്ല ഒന്നും പറഞ്ഞാൽ പറ്റില്ല. പ്രയത്നിച്ചിട്ടൊക്കെ ഉണ്ട്, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും നേരെയാവാറില്ല. എന്താ അപ്പൊ അതിന് കാരണം എന്നുള്ളത് ഈ ഒരു കഥ പറഞ്ഞു തരും. എന്താണത് നേരെയാവാത്തതിന്റെ കാരണം? പണ്ട് ദുർവാസാവിന്റെ ശാപം കൊണ്ട് ദേവന്മാർക്കൊക്കെ ഐശ്വര്യം നഷ്ടപ്പെട്ടു. ഐശ്വര്യങ്ങളൊക്കെ ഇവിടെ പോയി, പാലാഴി പോയി മുങ്ങി. വലിയ ബുദ്ധിമുട്ടായി. ദേവന്മാരെല്ലാവരും കൂടി ഭഗവാന്റെ അടുത്ത് വന്നു, ഭഗവാനെ സ്തുതിച്ചു. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, വിഷമിക്കണ്ട, പാലാഴിലല്ലേ മുങ്ങിയത്, പാലാഴി കടഞ്ഞാൽ ഐശ്വര്യമൊക്കെ പൊന്തി വരില്ലേ? അവർ പറഞ്ഞു, പാലാഴി കടയെ പോയിട്ട് ഒരു 10 ലിറ്റർ തൈര് കടയാനുള്ള ശേഷിപ്പില്ല. സാരല്ല, നിങ്ങൾ സഹോദരന്മാരായിട്ട് കൂട്ടുകൂടും. ഏത് സഹോദരന്മാര്? അസുരന്മാരെ. എന്തൊക്കെ പറയല്ലോ, ഒരു അച്ഛന്റെ മക്കളല്ലേ, എഴുത്തിനീതി മക്കളല്ലേ, നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യുക? പാലാഴി കടയുക. അപ്പം നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളൊക്കെ പൊന്തി വരും, അമൃത് കിട്ടും. അമൃതാണ് നമ്മുടെ ലക്ഷ്യം. ശരി, ചോദിച്ചു നോക്കാം. അല്ല, നമുക്ക് കടകോല് വേണ്ടേ കടയാൻ? അത് മന്ദരപർവ്വതം എടുക്കാം. നിങ്ങൾ ശ്രമിക്കൂ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്നെ വിളിച്ചാൽ എൻ്റെ സഹായം ഉണ്ടാവും. നിങ്ങൾ ശ്രമിക്കണം. ഭഗവാൻ എന്താ പറയാ? നിങ്ങൾ ശ്രമിക്കണം, എൻ്റെ സഹായം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാം? വേണിച്ച ഭഗവാൻ പറയായിരുന്നു, നിങ്ങൾ വായ തുറന്നിരുന്നോളൂ, ഞാൻ അമൃതമായിട്ട് വരാം. ഇല്ല, നിങ്ങൾ ശ്രമിച്ചാൽ എൻ്റെ സഹായം ഉണ്ടാവും. നിങ്ങൾ മെനക്കെടണം, അപ്പോഴാണ് സഹായിക്കാൻ തോന്നുന്നത്. നമുക്കും അങ്ങനെയാണ്. ഒരാൾ മെനക്കെടുന്നത് കാണുമ്പോഴേ എന്ത് ചെയ്യാൻ തോന്നുള്ളൂ, അല്ലേ? ഒരാളങ്ങനെ മെനക്കെടുന്നത് കാണുമ്പോൾ നമുക്കൊരു കൃപ തോന്നും. അലസനായിട്ട് മടിയനായിട്ടിരിക്കുന്ന അവിടെ നമുക്ക് കൃപ തോന്നും. അവിടെ ഇരിക്കട്ടെ, അത്രേ തോന്നുള്ളൂ. ഭഗവാൻ അങ്ങനെയാണ്. നമ്മളിങ്ങനെ ശ്രമിക്കുന്നത് കാണുമ്പോൾ ഭഗവാന് കൃപ തോന്നും. ശ്രമിച്ചാലേ ഫലം ഉണ്ടാവുള്ളൂ. പിന്നെ പറഞ്ഞു, കെട്ടാൻ കയറ് വേണ്ടേ? അത് വാസുകി പാമ്പിനെ മഹാദേവനോട് പറഞ്ഞാൽ അദ്ദേഹം തരാണ്ടിരിക്കില്ല. അത് ശരിയാക്കാം. എന്തായാലും നിങ്ങൾ ശ്രമിക്കൂ, എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ബുദ്ധിമുട്ടുള്ളപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ എന്നെ ആശ്രയിക്കുക, എന്നെ വിചാരിക്കുക മതി. അവർ ചെന്നു, അസുരന്മാരായിട്ട് സന്ധി ചെയ്തു. അവരും ചേർന്നിട്ടോ, പക്ഷെ നല്ല ഉദ്ദേശത്തിലല്ല. അമൃത് കിട്ടിയാൽ ഇവർക്ക് കൊടുക്കാണ്ട് തട്ടിയെടുക്കാം എന്നുള്ള ഭാവത്തിൽ അസുരന്മാരും സമ്മതിച്ചു. പർവ്വതം എടുക്കാനായിട്ട് പോയി. കുറച്ചുപേര് ദുർബുദ്ധികളാ, അവർ പിടിച്ചില്ല. പിടിക്കൊന്നും വേണ്ട, മറ്റൊരു പിടിച്ചോളും, ഇവർ പിടിച്ചോളും. അങ്ങനെയാവരുത്. ഒരു സംഗതിക്ക് നമ്മൾ പുറപ്പെടുമ്പം ആത്മാർത്ഥത ഉണ്ടാവണം. ഇല്ലെങ്കിൽ പിന്നെ കൂടണ്ട. കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട്. അങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കരുത്. ഇതെന്ത് പറ്റി ചോദിച്ചാൽ, കുറച്ചുപേരെ കണ്ട് പൊന്തിച്ചു, കുറച്ചുപേര് പൊന്തിച്ചില്ല. പൊന്തിക്കാത്തവരുടെ അടുത്തേക്ക് ആര് വീണു? ഈ പർവ്വതം കണ്ട് വീണു. കുറെ പേരതിൽ പെട്ട് മരിച്ചു. ദേവന്മാര് ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാൻ വന്നു, തന്റെ നോട്ടം കൊണ്ട് മരിച്ചു പോയവരെ ജീവിപ്പിച്ചു. ഒരു ലീല പോലെ, ഒരു കളി പോലെ ആ പർവ്വതെടുത്ത് കൊണ്ടുവന്ന് സമുദ്രത്തിലിട്ടു. ഇപ്പം അതുമായി. കെട്ടാനായിട്ട് കയറ് കൊണ്ടുവന്നു വാസുകി പാമ്പ്. ഒന്ന് ചുറ്റി. ഇനിയിപ്പം പ്രശ്നം ഏത് ഭാഗം പിടിക്കണം എന്നാ. പാമ്പിന് 2 ഭാഗമുണ്ട്, തലഭാഗവും വാൽഭാഗവും. ഏത് ഭാഗം പിടിക്കുക? ദേവന്മാർക്ക് സംശയമില്ല, കാരണം അവർക്ക് വാൽഭാഗം പിടിക്കാനേ പറ്റുള്ളൂ. കാരണം തലഭാഗം പിടിച്ചാൽ പാമ്പിന് വിഷം തലയിലാണ്. ആർക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പം ക്ഷീണമായിട്ട്, വയ്യാണ്ടിയായിട്ട്, പ്രായമായിട്ടുണ്ട്, ദുർവാസാവിന്റെ ശാപം കൊണ്ട്.
ഇനി ആ പാമ്പ് വിഷം ചീറ്റും കൂടി ചെയ്താൽ സഹിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവരങ്ങോട്ട് പോയി. അവര് ആ വാൽഭാഗം പിടിക്കാൻ പുറപ്പെട്ടപ്പോൾ ഭഗവാൻ വിളിച്ചിട്ട് പറഞ്ഞു, ചെയ്യരുത്, തലഭാഗം പോയി പിടിച്ചോളൂ. അവർ ചോദിച്ചു, വേണോ? ഞങ്ങളുടെ കോലം കണ്ടില്ലേ, തലഭാഗം പിടിച്ചാൽ എന്തായിരിക്കും കഥ? പിടിക്കേണ്ടി വരില്ല, പിടിക്കാൻ പോകേണ്ടി വരുള്ളൂ, പിടിക്കേണ്ടി വരില്ല. അത് കേട്ട് അവര് ആ തലഭാഗം പിടിക്കാനായിട്ട് പുറപ്പെട്ടപ്പോഴേക്കും അസുരന്മാര് വിടുന്ന ഇനി ഞങ്ങള് പോയിട്ട് പാമ്പിന്റെ വാൽഭാഗം പിടിക്കണമല്ലേ. നല്ല കഥയായി. ഞങ്ങളും പഠിപ്പൊക്കെ ഉള്ളവർ തന്നെയാണ്, ഞങ്ങളങ്ങനെ മോശക്കാരായിട്ട് കണക്കാക്കണ്ട. കശ്യപന്റെ മക്കൾ തന്നെയാണ്, സ്വാധ്യായമൊക്കെ ഉള്ളവർ തന്നെയാണ്. പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ പാമ്പിന്റെ തലഭാഗേ പിടിക്കുള്ളൂ, വാൽഭാഗം പിടിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞു. അവര് പോകാൻ പുറപ്പെട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാ ദേവന്മാരെ, അസുരന്മാരുടെ ആഗ്രഹം നടക്കട്ടെ. ആരുടെ ആഗ്രഹം? അസുരന്മാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? അസുരന്മാർക്ക് അങ്ങനെ എന്നെ ഭാഗം പിടിക്കണം എന്നൊന്നുമില്ല. ദേവന്മാരെന്ത് പിടിക്കണം അത് പിടിക്കണം, അത്രയേ ഉള്ളൂ. ദേവന്മാരിപ്പോ വാൽഭാഗം പിടിക്കാൻ പോയിച്ചവരെന്ത് പറയും? ഞങ്ങൾക്ക് വേണം വാൽഭാഗം, ഞങ്ങൾക്ക് വേണം വാൽഭാഗം എന്ന് പറയും. ഇതിപ്പോ തലഭാഗം പിടിക്കാൻ പോയപ്പം അതെന്തോ കേമത്തുണ്ടെന്നാ പിന്നെ അത് അത്രയുള്ളവർക്ക്. ദേവന്മാർക്ക് സന്തോഷമായി, ഭഗവാനെ അങ്ങയുടെ ആ ഒരു ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോയി. അവർ വാൽഭാഗം പിടിക്കാൻ പോയി, അസുരന്മാര് തലഭാഗം പിടിക്കാൻ പോയി. അസുരന്മാര് വിചാരിച്ചു അവരുടെ ആഗ്രഹം നടന്നു എന്ന്, ദേവന്മാര് വിചാരിച്ചു അവരുടെ ആഗ്രഹം നടന്നു എന്ന്. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. ഭഗവാൻ അറിയുന്നത് തൻ്റെ ആഗ്രഹമാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മുടെ ആഗ്രഹം നടന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ കൊറോണ കാലത്തൊക്കെ എന്ത് ചെയ്തു? വല്ലതും നടന്നോ? ഒരു സപ്താഹം നടന്നില്ല, അവിടെ ഇരിക്കാന്നല്ലാതെ. അത്രയേ ഉള്ളൂ. ഇതൊന്നും നമ്മുടെ ആഗ്രഹമല്ല നടക്കുന്നത്, ഭഗവാന്റെ ആഗ്രഹം അങ്ങനെ നടക്കണു. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ നമുക്കൊന്നും വലിയ സ്വാതന്ത്ര്യമൊന്നും ഇല്ല, ഒട്ടുമില്ല എന്ന് മനസ്സിലാവും. ഒട്ടുമില്ല. ഇപ്പം ശ്വാസം പോകില്ലേ, അങ്ങനെ നമുക്ക് വല്ല സ്വാതന്ത്ര്യമുണ്ടോ? ഉറങ്ങണതിൽ വല്ല സ്വാതന്ത്ര്യമുണ്ടോ? കണ്ണ് ചിമ്മി പോകുന്നതിൽ വല്ല സ്വാതന്ത്ര്യമുണ്ടോ? ആഹാരം കഴിക്കുന്നതിൽ തന്നെ സ്വാതന്ത്ര്യമുണ്ടോ? കഴിച്ച ദഹിക്കുന്ന കാര്യത്തിൽ സ്വാതന്ത്ര്യമുണ്ടോ? അത് പുറമേക്ക് പോണ കാര്യത്തിൽ സ്വാതന്ത്ര്യമുണ്ടോ? ഒന്നിലും. ഇനി വേറെന്തോ ഉദാഹരണം ആവശ്യം? ഒന്നിലും എന്തില്ല, വലിയൊരു സ്വാതന്ത്ര്യം നമുക്കില്ല. അത് മനസ്സിലാക്കണം. ഒക്കെ ഭഗവാന്റെ ഇച്ഛയ്ക്ക് നടക്കുകയാണ്. അത് നടക്കട്ടെ വിചാരിച്ചാൽ പോരെ, അതാണ് മുഖ്യം. എന്തായാലും അങ്ങനെ കടയാനായിട്ട് ഒരുങ്ങി. പക്ഷെ പർവ്വതം ആണ്ടകട്ട് പോയി. വീണ്ടും ഭഗവാനെ ആശ്രയിച്ചു ദേവന്മാര്. അസുരന്മാർക്ക് സംശയമില്ല കേട്ടോ, അവർക്ക് ഞങ്ങൾ പോരെ. ഭഗവാൻ എന്തിനാ അഹന്ത, ഞങ്ങൾ പോരെ, എനിക്ക് പറ്റാത്ത കാര്യം, അതിപ്പോൾ ഭഗവാനെ ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ? അതൊന്നും ആവശ്യമില്ല എന്നുള്ള അഹന്ത അവർക്ക്. അവർ ഭഗവാനെ ആശ്രയിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ദേവന്മാരെന്ത് ചെയ്തു? ഭഗവാൻ ഞങ്ങൾക്ക് പറ്റണില്ല കേട്ടോ, അങ്ങ് പറയട്ടെ, ഞങ്ങൾ പുറപ്പെട്ടത്, അങ്ങ് ഒപ്പുണ്ടാവില്ലേ എന്ന് പറഞ്ഞ ഭഗവാനെ ആശ്രയിച്ചപ്പം ഭഗവാൻ വിലോക്യ വിഘ്നേശ വിധിം, തൻ്റെ ആ ഭാവം രൂപം ഒന്ന് മാറ്റി ഭഗവാൻ നേരെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു കച്ഛപം ആമയായിട്ട് വന്ന് ആ ആണ്ടുപോണ പർവ്വതത്തെ ഭഗവാൻ അങ്ങോട്ട് ഉയർത്തി. എന്നിട്ട് മുകളിലേക്ക് അങ്ങോട്ട് പൊന്തി വന്നു. കുറച്ചധികം പൊന്തിയത് കണ്ടപ്പം ഭഗവാൻ തന്നെ ഒന്ന് ലേശം അങ്ങോട്ട് താഴ്ത്തും ചെയ്തു. ഇങ്ങനെ ആമയായിട്ട് വന്നു ഭഗവാൻ ആ പർവ്വതത്തെ ഉയർത്തി. എന്തിനാ ഭഗവാൻ ആമയായിട്ട് വന്നു? ചിലർക്ക് സംശയം അങ്ങനെയാണ്. എന്തിനീ ആമയായി മത്സ്യമായി പന്നിയായി ഇങ്ങനെയൊക്കെ വരണോ ഭഗവാൻ? ഇതൊക്കെ ഭഗവാനാണെന്ന് അറിയാം. ഇവിടെ ആമയായിട്ടുള്ളതും പന്നിയായിട്ടിരിക്കുന്നതും നായയായിട്ടിരിക്കുന്നതും പല്ലിയായിട്ടിരിക്കുന്നതും തവളയായിട്ടിരിക്കുന്നതും ഒക്കെ ആരാണ്? ഒക്കെ ഭഗവാൻ തന്നെയാണ്. ഒന്നും ലോകത്ത് മോശമായിട്ടില്ല. നമുക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണടയുടെ കുഴപ്പമാണ്, അത് മാറ്റണം. നമ്മുടെ ഹൃദയത്തിന്റെ പ്രശ്നമാണ്. ലോകത്തൊന്നും മോശമായിട്ടില്ല, ഒക്കെ കേമം തന്നെയാണ്. മനുഷ്യരുടെ ഒരു കുഴപ്പമാണത്. ലോകത്തിലെല്ലാം മോശം, മനുഷ്യൻ മാത്രം കേമം, മനുഷ്യരിൽ തന്നെ ഞാൻ മാത്രം കേമം, ബാക്കിയുള്ളവരൊക്കെ മോശം. അത് പാടില്ല. ഒക്കെ കേമം തന്നെയാണ്, ഒക്കെ ഭഗവാന്റെ വിഭൂതികളാണ് എന്നറിയണം. അതിനാണ് ഭഗവാൻ ആമയത്. അത് മാത്രമല്ല, ആമയ്ക്ക് വലിയൊരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഗീതയിൽ കാണാം. ഭഗവത്ഗീതയിൽ അർജുനൻ ചോദിക്കുകയാണ് കൃഷ്ണനോട്, കൃഷ്ണ, ഒരു യോഗി, ഒരു സ്ഥിതപ്രജ്ഞൻ ഈ ലോകത്ത് എപ്പോഴും സമാധാനമായിട്ടിരിക്കുന്ന ആളെങ്ങനെയായിരിക്കും പെരുമാറുക? അയാൾക്ക് ഇങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ രീതികളൊക്കെ എങ്ങനെയാവും എന്നൊക്കെ ആര് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ അർജുനന്റെ ചോദ്യം കഷ്ടമാണ്. കാരണം അങ്ങനെ ഒരാളാണ് ആര്? ഭഗവാൻ. ഇത്രയും കൂടെ ഭഗവാന്റെ കൂടെ നടന്നിട്ടും അത് മനസ്സിലായില്ലെങ്കിൽ ഭഗവാൻ വേണമെങ്കിൽ എന്ത് പറയരുത് കേട്ടോ, എന്നെ നോക്കടോ എന്ന് പറഞ്ഞാൽ മതി. അത് അഹന്തയല്ലേ? ഭഗവാൻ വേണ്ടിയില്ലേ? ഭഗവാൻ വർണ്ണിച്ചു, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാവും ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന, കൂർമോങ്കാനീവ സർവശ. കൂർമ്മത്തെ പോലെയാവും, ആമയെ പോലെ. ആമയുടെ പ്രത്യേകത എന്താ? പുറമുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതര വീണു വണങ്ങി യോതിടേണം. 5 കണ്ണും ഉള്ളിലേക്ക് തിരിച്ചു. ഏത് 5 കണ്ണ്? നമുക്ക് 2 കണ്ണല്ലേ ഉള്ളൂ, അതിനൊന്നായിട്ട് കണക്കായി. ഒരു കണ്ണ് ചെവിയും കണ്ണായിട്ട് പറയുകയാണ്. 5 ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. അതാണ് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്.
കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി ഉള്ളിലേക്ക് തിരിക്കുക. അടക്കി. കാഴ്ചയുടെ പിന്നാലെ കണ്ണ് പോണില്ല, ശബ്ദത്തിന്റെ പിന്നാലെ ചെവി പോണില്ല, ഗന്ധത്തിന്റെ പിന്നാലെ മൂക്ക് പോണില്ല. അതിനെ അടക്കിയിട്ട് ഉള്ളിലേക്ക് തിരിച്ചാൽ ശാന്തി അനുഭവിക്കാം. പുറമുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇത് തന്നെ തകർക്കും, ഭാവിയിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അറിയാനുള്ള വിവേകം അതാർക്കുണ്ട്? ആമയ്ക്കുണ്ട്. നമുക്കുണ്ടോ? നമുക്കില്ല. നമ്മളതിന്റെ പിന്നാലെ പോയി അവസാനം പണി കിട്ടുമ്പോഴാണ് അറിയുക, അയ്യോ വഴി തെറ്റി, ഏതോ വഴിക്ക് വന്നു, അപ്പൊ പടുകുഴി ചെന്ന് വീണു, ഇനി അങ്ങോട്ട് കയറാനും പറ്റില്ല. ആമയ്ക്ക് അങ്ങനെ പറ്റില്ല. പല കുറുക്കനും വന്ന ആമ കയ്യും കാലൊക്കെ ഉള്ളിലേക്ക് വെച്ച് ഉണ്ടാട്ടിരിക്കും. ഇതുപോലെയാണ് യോഗികള്. അവര് പുറമുള്ള വിഷയങ്ങള് അവരുടെ അടുത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞു നോക്കൂ. പരാപവാദേയോ മൂകഹ. മറ്റുള്ളവന്റെ കുറ്റം പറയുമ്പോൾ ഇവര് മിണ്ടില്ല, അവര് ഊമയെ നിൽക്കും. കേട്ടുകൊണ്ടോ? ചെവി കേൾക്കില്ല, മിണ്ടില്ല. അങ്ങനെയാണ്. കേൾക്കാൻ പറ്റാതൊന്നുമില്ല, ചെവി കേൾക്കും, മിണ്ടാനൊക്കെ നല്ല കഴിവാണ്. ഈശ്വര കാര്യം പറയൂ, അപ്പൊ അവരിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നു, ആനന്ദ കണ്ണീര് വരുന്നു. അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാൻ എന്തൊരു താല്പര്യം. പരസ്ത്രീഷു നപുംസകഃ. മറ്റുള്ളവരുടെ സ്ത്രീകളെ കാണുമ്പോൾ ഇവര് നപുംസകത്തെ പോലെ. അങ്ങനെയുള്ളവരുടെ കാൽ വയ്ക്കണ സ്ഥലം ഗംഗ. അവരെവിടെ കാൽ വയ്ക്കണോ അത് ഗംഗ. അങ്ങനെയാണ്. ഇങ്ങനെയാണ് സ്ഥിതപ്രജ്ഞൻ, ഒരു യോഗി. അവർക്കറിയാം ഇത് തന്നെ ബുദ്ധിമുട്ടിക്കുന്നത് അറിയാനുള്ള ശേഷിയുണ്ട്, വിവേകമുണ്ട്. അതുകൊണ്ട് വിഷയങ്ങളുടെ പിന്നാലെ അവരുടെ ഇന്ദ്രിയങ്ങൾ പോവില്ല. അവര് ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ടുണ്ട്. അതാണ് ആമയെ പോലെയാവെന്ന് പറയാൻ താല്പര്യം. അതുകൊണ്ടാണ് ദീപസ്തംഭത്തിന് ചുവട്ടിലൊക്കെ എന്ത് കാണും? അമ്പലത്തേക്ക് കയറുമ്പോൾ നോക്കിയിട്ട് കയറണമെന്നാണ്. എന്ത് അതുപോലെ ഇനിയിപ്പോ പലതും കാണും, അങ്ങനെ നിൽക്കണ്ട. നമ്മൾ ശ്രീലകത്തേക്ക് നോക്കിയാൽ മതി. ഈശ്വരനെ മാത്രം കണ്ണുകൾ അഞ്ചുമുള്ളടക്കി. ചില അമ്പലങ്ങളിലൊക്കെ വളരെ നമ്മളെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന ചിത്രങ്ങളും പ്രതിഭകളൊക്കെ ഉണ്ടാവും. വിഷയവിചാരം ഉണ്ടാക്കുന്ന പ്രതിഭകളും ഉണ്ടാവും. നോക്കരുതെന്നാണ്. അതൊക്കെ കാണും, പക്ഷെ അടക്കിക്കോളൂ. ലോകം ഇങ്ങനെയാണ്, ഇങ്ങനെ പലതും ഉണ്ടാവും. അതിന്റെ പിന്നാലെ പോയാൽ ഈശ്വരനെ കാണില്ല. ഈശ്വരൻ ഉള്ള ദിക്കിൽ പോയാലും കാണില്ല. അമ്പലത്തിലിരുന്നാലും മനസ്സിനെ അടക്കാത്തവന് ഉയർച്ച ഉണ്ടാവില്ല. അതാണ് ആമ വന്ന് പർവ്വതത്തെ ഉയർത്തി പറഞ്ഞാൽ ആമയ്ക്കേ പറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വേറൊരാളെ ഉയർത്താൻ ആർക്കേ പറ്റുള്ളൂ? സ്വയം ഉയർന്ന ഒരാൾക്ക് മാത്രമേ വേറൊരാളെ ഉയർത്താൻ പറ്റുള്ളൂ. നമ്മളുടെ വാക്കിന് ശക്തി വേണമെങ്കിൽ അവനവൻ ആദ്യം എന്ത് വേണം? അവനവനൊരു നിഷ്ഠ വേണം. നമ്മൾ ആചരിക്കുന്നതേ വേറൊരാളെ ഉപദേശിച്ചാൽ നേരിയേ ഉള്ളൂ. നമ്മൾ തന്നെ രാവിലെ എണീക്കില്ല. എന്നിട്ട് ഇങ്ങനെ പറയുന്നത് എല്ലാവരും 3:15 എണീക്കണം. കേൾക്കൂ, വല്ല ശക്തി ഉണ്ടോ അതിന്? ഉറപ്പുണ്ടോ? അവനവൻ ആദ്യം നന്നാവണം. തനിക്ക് തന്നെ ഉയർത്താൻ സാധിക്കണം. അതാണ് മുഖ്യം. അതേ പറ്റുള്ളൂ. ആചരിക്കുന്നതേ ഉപദേശിക്കാവൂ. അതാണ് മുഖ്യം. താൻ ചെയ്യേണ്ടത് പറയാൻ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കുക. അങ്ങനെയുള്ളവർക്ക് വേറൊരാളെ ഉയർത്താൻ സാധിക്കുള്ളൂ, വേറൊരാളെ സ്വാധീനിക്കാൻ സാധിക്കുള്ളൂ. അവര് പറയണത് വേറൊരാൾ കേൾക്കും. അതിനത്രയ്ക്ക് ശക്തി ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ അടക്കണം. അതാണ് താല്പര്യം. എന്തായാലും ആമയായിട്ട് വന്ന പർവ്വതത്തെ ഉയർത്തി. അങ്ങനെ കടയാനായിട്ട് ശ്രമിച്ചു, സാധിക്കുന്നില്ല. അനങ്ങണ്ടേ പർവ്വതം വലിയ പർവ്വതമാണ്. ദേവന്മാരും അസുരന്മാരും പിടിച്ചു വലിച്ചാൽ ഇത് അനങ്ങുമോ? അവസാനം ദേവന്മാര് ഭഗവാനെ നോക്കി, അനങ്ങണില്ല ഭഗവാനെ. എപ്പോഴെപ്പോഴും എന്ത് ചെയ്യണുണ്ട്? ഭഗവാനാണ് ഒക്കെ ചെയ്യണത്, ഇവരാരൊന്നും ചെയ്യണില്ല. ഭഗവാനെ ആശ്രയിച്ചപ്പോൾ ഭഗവാൻ അജിതനായിട്ട് വന്നു. നിർമ്മമന്ധാജിത സ്വയം. വലിയൊരു രൂപം, ആയിരക്കണക്കിന് കൈകളും. കുറച്ച് കൈകളെ കൊണ്ട് ദേവന്മാരുടെ ഭാഗത്ത് പിടിച്ചു, കുറച്ച് കൈകളെ കൊണ്ട് അസുരന്മാരുടെ ഭാഗത്ത് പിടിച്ചു. എന്നിട്ട് ആരങ്ങോട്ട് കടന്നു? ഭഗവാൻ തന്നെ. നിർമ്മമന്ഥ അജിത സ്വയം. അജിതൻ ഒറ്റയ്ക്ക്. സ്വയം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്. എന്തിനാ അത് പറഞ്ഞത്? അല്ല, ചിലത് കഥ കഴിഞ്ഞാൽ ചോദിക്കേ, ദേവന്മാരും അസുരന്മാരും കഷ്ടപ്പെട്ടു, പലാഴി കടഞ്ഞു, എന്നിട്ട് അമൃത് കിട്ടിയപ്പം ദേവന്മാർക്ക് മാത്രം കിട്ടി, അസുരന്മാർക്ക് കിട്ടിയില്ല. അസുരന്മാരെ കടന്നില്ല, ദേവന്മാരും കടന്നില്ല. ആരാ കടന്നത്? നിർമ്മമന്ഥാജിത സ്വയം. ഭഗവാൻ ഒറ്റയ്ക്കാണ് പാലാഴി കടന്നത്. അപ്പൊ അമൃത ആർക്ക് അവകാശപ്പെട്ടതാ? ഭഗവാൻ അവകാശപ്പെട്ടതാണ്. അത് ഭഗവാൻ ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്താൽ കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങൾ എനിക്കൊരു സാധനം തന്നു, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്തു, എന്താ കുറ്റം? അതെന്റെ ആയി. നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ എൻ്റെ ആയി, ഇത്രയേ ഉള്ളൂ. പിന്നെ കാണുക കൊടുക്കാണ്ടിരുന്ന അവർക്കൊരു സമാധാനം ഉണ്ടാവും. തന്ന ഉടനെ തന്നെ അങ്ങോട്ട് എടുത്ത് കൊടുത്തു, അതിരുമേനി അതാ കൊടുത്തു. വേണ്ട, അവര് പോയിട്ട് 10 മിനിറ്റ് എടുത്ത് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അമ്മയെ പറ്റി പറയാം. നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് ഏതൊരു അമ്മ വന്നിട്ട് കുറച്ച് കഷ്ടപ്പാടൊക്കെ പറഞ്ഞപ്പോൾ വളയും മാലി എടുത്ത് കൊടുത്തു. എന്തോ ഒന്ന് വിഷമം പറഞ്ഞ മകളെ കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോൾ 8-10 പവനുണ്ടേ. അവിടെ നിന്ന് കിട്ടി. ആരോ കൊടുത്തതാണ്. അടുത്ത് ആർക്ക് കൊടുത്തു? അത് ഈ വന്ന ആൾക്ക് കൊടുത്തേ. അതാരും കണ്ടു? അടുത്തിരിക്കുന്ന ശിഷ്യ എന്ത് കണ്ടു? അപ്പം അമ്മയ്ക്ക് പുറമുള്ള കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഇപ്പം പവന്റെ വിലയൊന്നും അറിയിട്ടാവില്ലല്ലോ. ഈ അമ്മ അങ്ങോട്ട് പോയ സമയത്ത് അടുത്ത് വന്ന് പറഞ്ഞു, എന്ത് പണിയായി കാണിച്ചത്? എന്താ ഇപ്പം സ്വർണത്തിന്റെ വില എന്ന് അമ്മയ്ക്ക് അറിയോ?
എത്ര ഉണ്ട്? നല്ല വിലയാണ്. അന്നത്തെ വില പറഞ്ഞു. അത് കേട്ടപ്പം വിളിച്ചു രണ്ടാമത്. ആരെ? ആ പോയ സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് കരുതി കൊണ്ടുപോകണം കേട്ടോ, സ്വർണത്തിനൊക്കെ നല്ല വിലയാന്നാ കേൾക്കുന്നത്. എന്താണ് ഇങ്ങോട്ട് വാങ്ങി വെക്കല്ല, നമ്മളങ്ങോട്ട് വാങ്ങി വെക്കും. കരുതി കൊണ്ടുപോകണം കേട്ടോ, നല്ല വിലയാന്നാ കേൾക്കണത്. അത്രേ ഉള്ളൂ. അതിന്റെ മുകളിൽ വലിയ ഭ്രമത്വമില്ല. നിർമ്മമന്ധാജിത സ്വയം. അജിതൻ ഒറ്റയ്ക്കാണ് നീണത് ആ പാലാഴി അങ്ങോട്ട് കടന്നത്. അപ്പൊ ആദ്യം പൊന്തി വന്ന എന്താ? വിഷം. കടയുമ്പോ ആദ്യം പൊന്തി ഒരു വിഷമാണ്. വെറുതെ ഇരുന്ന ആദ്യം ഉള്ളിൽ വരിക ചിത്ത വിചാരമാണ്. പിന്നെ അത് കളയണം. അത് കളഞ്ഞാൽ പോവില്ല, സമർപ്പിക്കണം. ആർക്ക് സമർപ്പിക്കുക? ത്യാഗരാജന് സമർപ്പിക്കുക. അതാണ് പരമശിവൻ. നേരെ കൊണ്ടുപോയി പരമശിവന്റെ അടുത്തേക്ക്. കാരണം അദ്ദേഹത്തിന് ഈ വിഷം ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഭിഷജേ ഭവരോഗിണാം, ഭവരോഗം. ആ വിഷചികിത്സ ആരുടെ അടുത്തേ ഉള്ളൂ? അത് ശിവന്റെ അടുത്താണ്. ഗുരവേ സർവലോകാനാം, എല്ലാ ലോകത്തിന്റെയും ഗുരുവാണ്. ദക്ഷിണാമൂർത്തയേ നമ, ജ്ഞാനസ്വരൂപി ആണ്. ഭഗവാന്റെ നേരെ ചെന്നു. ഭഗവാൻ ആലോചിച്ചു, എടുത്തങ്ങോട്ട് കുടിച്ചാലോ, എന്നാ ഇവിടെയൊക്കെ കോടാനുകൂടി ജീവജാലങ്ങൾ സുഖമായിട്ടിരിക്കും, താൻ ഇത് ഭക്ഷിച്ചാൽ. താൻ മരിക്കും, സാരല്ലേ, താൻ ഒരാളല്ലേ പോവുള്ളൂ, ഇത്രയും പേർക്ക് സമാധാനം ഉണ്ടാവുമല്ലോ താൻ ഒരാൾ പോയാലും. അതല്ലെങ്കിലോ താൻ ഒരാൾ ജീവിച്ചിരിക്കും, ഇത്രയും പേര് മരിക്കും, എന്താ വേണ്ടു? നമ്മളാ എന്ത് ചെയ്യും? കോടാനുകോടികളും ജീവജാലങ്ങളും മരിച്ചിട്ടാലും സാരല്ലേ, ഞാൻ സുഖമായിട്ടിരിക്കണം എന്നല്ലേ വിചാരിക്കുക. പരമശിവൻ വിചാരിച്ചു, താൻ പോയാലും സാരല്ല, ഇവരൊക്കെ സുഖമായിട്ടിരിക്കട്ടെ. തന്റെ പത്നിയോട് പറഞ്ഞു, ഞാൻ ഈ വിഷെടുത്ത് കുടിക്കാന്നാണ് വിചാരിക്കണത്, നിന്റെ അഭിപ്രായം ഇപ്പൊ എന്താ? അവളെന്ത് പറഞ്ഞു? കുടിക്കണ്ട പറഞ്ഞു? ഇല്ല. പ്രഭാവജ്ഞാന്വമോദത, ധൈര്യം എടുത്ത് കുടിച്ചോളൂ. ഇത്രയും നല്ല മനസ്സിലൊരാൾക്ക് ലോകത്തൊരു ഉപദ്രവവും ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങയുടെ പ്രഭാവമൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അങ്ങ് ആ വിഷെടുത്ത് കുടിച്ചാലും ഒന്നും സംഭവിക്കില്ല. അത് കേട്ടതും തതക്കരതലീകൃത്യ, ഭാവിയെ പറ്റി ചിന്തിക്കാണ്ട് തനിക്ക് എന്ത് വരുന്നൊന്നും അന്വേഷിച്ചിട്ടില്ല. ഈ പ്രജകൾ സുഖമായിട്ടിരിക്കണം എന്നുള്ള വിചാരത്തിൽ ഭഗവാൻ ആ വിഷം അത് തീർത്ഥം സേവിക്കും പോലെ അങ്ങോട്ട് കഴിച്ചു. കഴിച്ച സമയത്ത് ഓർത്തത്, ഈശ്വര, തന്റെ ഉള്ളില് കുക്ഷിയിൽ കുറെ ബ്രഹ്മാണ്ടങ്ങളുണ്ടേ, ഈ വിഷം അവിടെ എത്തി അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ, അവർക്ക് പ്രയാസാവുമല്ലോ കരുതി എന്ത് ചെയ്തു? അവിടെ കണ്ട് നിക്കട്ടെ സങ്കല്പിച്ചു. എവിടെ എത്തി വെച്ചാൽ അവിടെ നിൽക്കട്ടെ, കഴുത്തൊത്തിട്ടേ ഉള്ളൂ, അവിടെ കണ്ട് ഉരുണ്ടുകൂടി. അങ്ങനെ അവിടെ മാത്രം നിറം ലേശൊന്ന് മാറ്റം, നീല നിറം, നീലകണ്ഠൻ എന്ന് പേര് കിട്ടി. 2 പേര് കിട്ടി അന്ന്, ത്യാഗരാജൻ, നീലകണ്ഠൻ. ഇത്രയും വലിയ ത്യാഗം ആര് ചെയ്യും? അതാണ് ത്യാഗരാജൻ. നീലകണ്ഠൻ, നീല നിറത്തിലുള്ള കണ്ഠം ഉള്ളവൻ. പ്രകൃതി തന്നെ ഒരു നെക്ലേസ് ചാർത്തി കൊടുത്തു. പരമശിവനായിട്ട് എന്ത് ചെയ്യില്ല, അദ്ദേഹം ഭീമേ പോവില്ല, അദ്ദേഹം കല്യാൺ ജ്വല്ലേഴ്സിലൊന്നും അദ്ദേഹം പോവില്ല, അദ്ദേഹത്തിന് അതൊന്നും ആവശ്യമില്ല, ആഡംബരപ്രിയനല്ല. അതുകൊണ്ട് പ്രകൃതി തന്നെ അങ്ങോട്ട് കൊടുത്തു, നമ്മുടെ വകയൊരു നെക്ലേസ് ആയിക്കോട്ടെ എന്ന് കരുതി പ്രകൃതി തന്നെ ഒരു നെക്ലേസ് ചാർത്തി. അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ അലങ്കാരം എന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അവരങ്ങനെ കെട്ടി ഒരുങ്ങി നടന്നോളൊന്നുമില്ല. ഹസ്തസ്യ ഭൂഷണം ദാനം, കൈക്ക് ഭംഗി കൂടെ വള ചാർത്തുമ്പോഴല്ല, പിന്നെയോ ദാനം ചെയ്യുമ്പോഴാ. ദാനം ചെയ്യുന്നവരുടെ കൈ നോക്കി നോക്കൂ, നല്ല സൗന്ദര്യം ഉണ്ടാവുന്നതാണ്. കഴുത്തിന് ഭംഗി കൂടെ നെക്ലേസ് ധരിക്കുമ്പോഴല്ല. സത്യം കണ്ഠസ്യ ഭൂഷണം, സത്യം പറഞ്ഞു നോക്കൂ, കഴുത്തിന് ഭംഗി കൂടും. ഇനി മൊത്തത്തിൽ സൗന്ദര്യം ഉണ്ടാവണേ നല്ല ഗുണം ഉണ്ടായാൽ മതി, ആരെയും ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി, സൗന്ദര്യം വർദ്ധിച്ചു വരും. ചെവിക്ക് ഭംഗി കൂടണം എന്ന് ആഗ്രഹം ഉണ്ടോ? കമ്മലിട്ടോണ്ടൊന്നും കാര്യമില്ല, ഭാഗവതം കേൾക്കൂ. ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, ശാസ്ത്രം കേട്ടാൽ ചെവിക്ക് ഭംഗി കൂടും, അതല്ലാതൊന്നും ഇല്ല. അന്നത്തെ രാത്രി എല്ലാവരും ശിവശിവ ശിവശിവ എന്ന് ജപിച്ചങ്ങനെ കഴിഞ്ഞു. ആ രാത്രി ശിവനെ തന്നെ ഓർത്തും കൊണ്ട് ആ രാത്രിയാണ് ശിവരാത്രി. അങ്ങനെയാ വേണ്ടത്. ശിവശിവ ജപിച്ചിട്ട് നമ്മളൊക്കെ ഉറക്കൊഴിയുക, ഈശ്വരനെ തന്നെ വിചാരം ചെയ്തിട്ട് അങ്ങനെയാ വേണ്ടത്. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല ഉണ്ടാവാറ്. ആ രാത്രി അമ്പലങ്ങളിൽ പോലും സിനിമാറ്റിക് ഡാൻസ് ഉണ്ടാവുക. എന്താണ് പറയുമ്പോൾ ദേഷ്യം വിഷമൊക്കെ തോന്നും, പക്ഷെ അതാണ് ഉണ്ടാവുക. നല്ല കാര്യം, സിനിമാറ്റിക് ഡാൻസ് ഒക്കെ വേണം കേട്ടോ, നല്ല കാര്യമാണ്, ഒക്കെ വേണം, വേണ്ടാനുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷെ അന്ന് വേണ്ടെന്നേ ഉള്ളൂ. ഈ പേരും പറഞ്ഞ് പാടില്ല. ആ പറമ്പെന്ന് ആ പേരും പറഞ്ഞ് അവിടെ വെച്ച് ഗംഭീര പരിപാടി. ഇതാണ് ശിവരാത്രി. ഏതായാലും വീണ്ടും കടഞ്ഞു. അങ്ങനെ കടഞ്ഞപ്പോൾ പല വിശിഷ്ട വസ്തുക്കളും ഉണ്ടായി. കാമധേനു എന്ന പശു ഉണ്ടായി, ആ പശുവിനെ ഋഷിമാര് സ്വീകരിച്ചു. ഉച്ചൈശ്രവസ് എന്നുള്ള കുതിര ഉണ്ടായി, അസുരന്മാര് സ്വീകരിച്ചു. പാരിജാതം പൊന്തി വന്നു, അതിനെ ദേവന്മാര് സ്വീകരിച്ചു. അപ്സര സ്ത്രീകൾ പൊന്തി വന്നു, ദേവന്മാര് സ്വീകരിച്ചു. പിന്നെ കൗസ്തുഭരത്നം പൊന്തി വന്നത് ഭഗവാൻ സ്വീകരിച്ചു. പിന്നെയാണ് ലക്ഷ്മി ദേവി. തതശ്ചാപ്സരസോ, പിന്നെ തതശ്ചാവിരഭൂത് സാക്ഷാത് ശ്രീരമാ ഭഗവത് പരാരഞ്ജയന്തി ദിശക്കാന്ത്യ വിദ്യുത് സൗദാവിനീയഥാ. ലക്ഷ്മി ദേവി അങ്ങോട്ട് പൊന്തി വന്നപ്പോഴേക്കും എല്ലാവർക്കും ലക്ഷ്മിയെ വേണമെന്നായി. ലക്ഷ്യം മറന്നു. ലക്ഷ്യം എന്താ?
ലക്ഷ്മിയല്ല, അമൃതായിരുന്നു. നമ്മളിവിടെ ജനിച്ചതെന്തിനാ? ഈശ്വരനെ കിട്ടാനാ. പക്ഷെ ലക്ഷ്മിയെ കണ്ട് നമ്മൾ മറന്നു, കാശ് കണ്ട് മറന്നു. പിന്നെ കാശുണ്ടാക്കാന്നാണ് വിചാരിച്ചു. കാരണം കാശുണ്ടാക്കൽ ഈശ്വരനെ കിട്ടാൻ വേണ്ടത്. പക്ഷെ ഐശ്വര്യങ്ങൾ കണ്ടപ്പം ഭ്രമിച്ചിട്ട് ഈശ്വരനെ മറന്നു. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. അതാണ് ഇവിടെ ഉണ്ടായത്. ഇന്ദ്രൻ മറന്നു. ആരെ മറന്നു? വിഷ്ണു ഭഗവാനെ മറന്നു. ഓരോ സന്ദർഭത്തിൽ സഹായിക്കാനുണ്ടായിരുന്ന ആള് ഭഗവാനാ. ആ ഭഗവാനെ മറന്ന് ലക്ഷ്മിയുടെ പിന്നാലെ ഓടി. വരുണൻ മറന്നു. നല്ലൊരു വൈജയന്തി മാല കൊടുത്തു. ആർക്ക്? ലക്ഷ്മിക്ക്. തന്റെ കഴുത്തിലിടാൻ ചായല്ലോ. എല്ലാവർക്കും ലക്ഷ്മിയെ വേണമെന്ന മോഹം. ലക്ഷ്മി നോക്കി, ആ മാല വാങ്ങിയിട്ട് ആരുടെ കഴുത്തിലിടാൻ നോക്കി. എല്ലാവർക്കും ഓരോ കുറ്റം കണ്ടു. ഒരു കുറ്റമില്ലാത്ത ആളുണ്ടോ നോക്കി, ഒരാളെ കണ്ടു, ഒരു കുറ്റമില്ല. എല്ലാവർക്കും ഉള്ള കുറ്റം എന്താ? ആർത്തി തന്നെ. തന്നെ വേണമെന്ന് എല്ലാവർക്കും ഉണ്ട്. ലോഭം. കിട്ടിയത് പോരാ, കിട്ടിയത് പോരാ എന്നുള്ള വിചാരമുണ്ട്. ഒരാൾ മാത്രം തിരിഞ്ഞു നിൽക്കുന്നുണ്ട്, വിഷ്ണു ഭഗവാൻ. എന്ത് ലക്ഷ്മി! ആത്മാരാമഹ. തനിക്ക് രമിക്കാൻ വേറൊരാൾ ആവശ്യമില്ല. പൂർണ്ണനാണ്, ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ആ ഭഗവാൻ പാലാഴിക്ക് കാലും നീട്ടി വെച്ച് പിന്നോക്കം കൈയും കൊടുത്ത് കാറ്റും കൊണ്ടിരിക്കുകയാണ്. സമാധാനമായിട്ട് ഇരിക്കപ്പോ ദേവന്മാരെ ശല്യമില്ല. മറ്റതങ്ങനെ 10 മിനിറ്റ് കൂടുമ്പോൾ വന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ പറയും. ഇപ്പൊ എന്തുണ്ട്? ലക്ഷ്മിയെ കണ്ടപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയോണ്ട് സമാധാനമായിട്ടിരിക്കാം. അത്രേ ഗുരുവായൂരപ്പം വിചാരിക്കുള്ളൂ. നമ്മൾ വിചാരിക്കും ഗുരുവായൂരപ്പം തൊഴാൻ പോയില്ലേ സങ്കടമാവുന്നു. സന്തോഷമേ ഉള്ളൂ. ഒന്ന് സമാധാനമായിട്ടിരിക്കാം എന്ന് വിചാരിക്കും കാറ്റും കൊണ്ടിട്ട്. ഇവരൊക്കെ വന്ന് പരാതിയും പറഞ്ഞ് പലതും ചോദിച്ചു വാങ്ങാൻ വരികയാണ്. ആർക്കും തന്നെ വേണമെന്നില്ല. ദേവന്മാർക്കും ഇപ്പൊ അതായിരുന്നു. അവരിപ്പം ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ വന്നു. പലതും കിട്ടാൻ വേണ്ടി തന്നെ ആശ്രയിച്ചു. ഇപ്പൊ ലക്ഷ്മിയെ കണ്ട് കിട്ടിയപ്പോഴേക്കും തന്നെ വേണ്ട. ഇതാണ് ലോക സ്വഭാവം. ഇതൊക്കെയാണ് ഈ കഥ പഠിപ്പിക്കുന്നത്. വെറുതെ ഒരു കഥയല്ല. ആ ഭഗവാൻ ആര് കണ്ടു? ലക്ഷ്മി ദേവി കണ്ടു. എന്നാ അങ്ങനെയുള്ള ആളെ തനിക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള ആളെയാണ് തനിക്ക് ഇഷ്ടം. അയാളെ ഞാൻ ആശ്രയിക്കാന്നും പറഞ്ഞ ദേവി അങ്ങോട്ട് പോയി. ഭഗവാന്റെ പിന്നാലെ അങ്ങോട്ട് പോയി. കഴുത്തിൽ അങ്ങോട്ട് മാലട്ടു. ഭഗവാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആരാ? ലക്ഷ്മി ദേവി. ഇത്രയും പേര് മോഹിച്ച് നോക്കി നിന്നിട്ട് അവരെയൊന്നും സ്വീകരിക്കാണ്ട് ഈ ദേവി എൻ്റെ അടുത്തേക്ക് ഇത്ര ദൂരത്ത് വന്ന് കഴുത്തിൽ മാലിട്ട് എന്നെ ഭരിച്ചില്ലേ? അവക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കണം. എവിടെ ഇരുത്തുക? ലക്ഷ്മീ സ്ഥാവകരാമണീയ കഹൃതൈവേയം പരേഷു അസ്ഥിരേത്യസ്മിന്നന്യതവിപ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മീപതേ. ഹൃദയത്തിൽ ഇരുത്തിന നല്ലൊരു സ്ഥാനം. ഇതിന് വലിയ സ്ഥാനം വേറുണ്ടോ? തന്നെ മാത്രം ആശ്രയിക്കുന്നവരെയാണ് ഭഗവാൻ എവിടെ ഇരുത്തുക? ലക്ഷ്മി അങ്ങനെയായിരുന്നു. ലക്ഷ്മി ആരും കണ്ട് ഭ്രമിച്ചില്ല. ഭഗവാൻ എന്നുള്ള ആ ഉറപ്പ് ചെന്നു. ഭഗവാൻ ഹൃദയത്തിലിരുത്തി. ആ ലക്ഷ്മിയുടെ പിന്നാലെ പോയവർക്കൊന്നും ലക്ഷ്മിയെ കിട്ടിയില്ല. തിരിഞ്ഞു നിന്ന ആൾക്ക് കിട്ടി എന്ന് പറഞ്ഞ അർത്ഥം ഐശ്വര്യത്തിന് പിന്നാലെ പോകുന്നവർക്ക് ഒരിക്കലും അത് കിട്ടില്ല. അതെപ്പോഴും ദൂരത്തായിരിക്കും. നിഴലിന്റെ പിന്നാലെ ഓടുന്നത് പോലെയാ. എത്ര ഓടിയാലും വെട്ടിക്കാൻ പറ്റില്ല. തോന്നും ഇപ്പം വെട്ടും, ഒന്നും കൂടി അങ്ങോട്ട് എടുത്ത് ചാടിയാൽ കിട്ടും. നിഴലേ വെട്ടിക്കാൻ നോക്കുക, എത്ര ചാടിയാലും മുഴുവനുണ്ടാവും. ഒറ്റ വഴിയുള്ളൂ, തിരിഞ്ഞു നടന്നാൽ പിന്നാലെ വരും. എന്താണ്? തിരിഞ്ഞു നടന്നാൽ പിന്നാലെ വരും. നിഴലിൻ വഴി പൈതൽ പോലെ ഉടലാ ഭോഗമിരന്നു ഞാനിനി. ആശാൻ പറയും നിഴലിന്റെ പിന്നാലെ കുട്ടി പോണത് പോലെയാണ്. ആശകളുടെ പിന്നാലെ നമ്മളങ്ങനെ ഓടുക. ഓരോന്നോരോന്ന് കഴിയുമ്പോൾ അടുത്തത് മുളക്കേ. പഠിപ്പ് മാത്രമേ വേണ്ടു പറഞ്ഞിരുന്നു. പഠിപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പം ജോലി എന്നുള്ളത് മുളച്ചു. പിന്നെ ആ ആഗ്രഹത്തിന്റെ പിന്നാലെ ഓടി. അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കല്യാണം എന്നുള്ളത് അങ്ങോട്ട് മുളച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്നുള്ളത് അങ്ങോട്ട് പൊന്തി. ഇങ്ങനെ ഓരോ ആഗ്രഹത്തിന്റെ പിന്നാലെ ഓടി ഒരു ദിവസം ചത്തുപോകുന്നു പാവം. ശിവശിവ. ഈശ്വര തത്വം അറിയാതെ മരിച്ചു പോവുക. തന്നെ പറ്റി അറിയാതെ മരിച്ചു പോവുക. അമൃത് കുടിക്കാണ്ട് മരിച്ചു പോവുക. അതിനാണ് ജനിച്ചത്. അതിനാണ് മനുഷ്യനായിട്ട് വന്നത്. അമൃതനാണ്. പക്ഷെ അപ്സര സ്ത്രീകളെ കണ്ട് പാരിജാതം കണ്ട് അതും ഇതൊക്കെ കണ്ട് അതിന്റെ പിന്നാലെ പോയി ലക്ഷ്യം മറന്നുപോയി. എന്ത് ചെയ്യും? ഗുരുവായൂർ തൊഴാൻ വന്നതാ. തലേ ദിവസം വന്നു നിർമ്മാല്യം തൊഴാൻ കരുതിയിട്ട് രാവിലെ എണീക്കാൻ മറന്നുപോയി. 8:45. പിന്നെ എന്തായാലും 8:45. ഇന്ന് അവന്റെ കുളി കഴിഞ്ഞ് മസാലദോശ കഴിച്ചിട്ടാവാം തൊഴുക. മസാലദോശയും കഴിച്ചു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം ജുബ്ബ കണ്ടു. 2 ജുബ്ബ വാങ്ങാൻ വിചാരിച്ചു. ഭാര്യയ്ക്ക് 2 സെറ്റ് സാരി വാങ്ങി. അത് വാങ്ങി, ഇത് വാങ്ങി, എല്ലാം കഴിഞ്ഞു. തിരിച്ച് നാട്ടിലെത്തി. ഇവിടെ എത്തിയപ്പം തോന്നാണ് എന്തോന്നും മറന്നുപോയി. എന്താ മറന്നത്? ജുബ്ബയോ മസാലദോശ കാപ്പിയോ ഒക്കെ വാങ്ങി. തൊഴുതില്ല. ഇതാണ് സംഗതി. ഗുരുവായൂരിനെ മറന്നു. അതിനാ പോയത്. ജുബ്ബ വാങ്ങാൻ നാട്ടിൽ കിട്ടില്ലേ. ഇതാണ് നമ്മളെയും കഥ. മറ്റു ജന്തുക്കൾക്കൊക്കെ സുലഭമായ ഭോഗം, അതിനല്ല ഈ ജന്മം. ഈശ്വരനെ കിട്ടാനാണ്. പക്ഷെ അതൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഭഗവാനെ മറന്നു. എന്തിനു വന്നു എന്നുള്ളത് മറന്നു പോവുക. 2 പേര് കുതിരയെ വാങ്ങാൻ വേണ്ടി പോയതാ, കൂട്ടുകാരാ. അവര് പോയി. അങ്ങനെ കുതിരയും കൊണ്ട് തിരിച്ചു വരുമ്പം നല്ല ഉറക്കം. രാത്രി സമയം കാട്ടില് പെട്ടു. ഒരു കാര്യം ചെയ്യുക, ഉറങ്ങുക. ഇപ്പൊ ഇങ്ങനെ പോയ ബുദ്ധിമുട്ടാവും. 2 ആളുണ്ടല്ലോ, ഒരാൾ കുതിരയെ നോക്കുക, മറ്റാൾ ഉറങ്ങുക. അങ്ങനെ തീരുമാനിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒരുത്തൻ ഉറങ്ങി, മറ്റവൻ കുതിരയെ നോക്കുകയാണ്.
നോക്കുമ്പോൾ ഇയാൾക്ക് ഈ ഉറക്കം വരുന്നുണ്ടേ. ഉറക്കം വരാണ്ടിരിക്കാൻ എന്ത് ചെയ്തു? അയാൾ ചിന്തിക്കാന്ന് വിചാരിച്ചു. ചിന്തിച്ച ഉറക്കം വരില്ലല്ലോ. എന്ത് ചിന്തിക്കാം? ആകാശത്തിൽ എങ്ങനെ നക്ഷത്രങ്ങൾ വന്നു, എവിടുന്ന് ഈ ചന്ദ്രൻ്റെ ആരെയും കെട്ടി തൂക്കി ഇങ്ങനെ ചന്ദ്രൻ എവിടെ വെച്ചു, സമുദ്രം ഒരു അത്ഭുതമാണല്ലോ, ആര് സൃഷ്ടിച്ചു, തിരമാല എങ്ങനെ ഉണ്ടായി, ഇങ്ങനെയൊക്കെ ഓരോന്ന് ചിന്തിച്ചു. ഭൂമി ഉരുണ്ടിട്ടാണല്ലോ, അതെങ്ങനെ തിരിയണോ, അതൊക്കെ ചിന്തിച്ചു. അങ്ങനെ കുറെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മറ്റാൾ നീറ്റു. ആരും ഉറങ്ങിയ ആൾ നീറ്റിട്ട് ചോദിച്ചു, എന്താണോ താൻ ചിന്തിക്കുന്നു? ഞാൻ ആദ്യം ചിന്തിച്ചത് എങ്ങനെയാണ് നക്ഷത്രങ്ങൾ ഉണ്ടായതെന്ന്. പിന്നെ സമുദ്രത്തെ കുറിച്ച് ചിന്തിച്ചു, പിന്നെ ഭൂമിയെ കുറിച്ച് ചിന്തിച്ചു. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ കുതിര എവിടെ പോയി എന്നാണ്. എന്താണ്? ഇതാണ് നമ്മളെ കഥ. അതിനെ ചിന്തിച്ചു തുടങ്ങിയത് ആരെ? കുതിരയെ നോക്കാൻ. അതാണ് അങ്ങനെ പോയി എവിടെയോ എത്തി. കുതിരയുടെ വഴിക്ക് പോവുകയും ചെയ്യും. ഇതാണിപ്പോ നമ്മളെയൊക്കെ കഥ. ഈശ്വരനെ ഭജിക്കാന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്, അതിനാ വന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നാലെ പോയി അങ്ങനെ ഒന്നും നേടിയതുമില്ല. അവസാനം ശൂന്യത, നിരാശ ഒക്കെ ഉണ്ട്. നിലമൊന്നുമില്ല. ഒക്കെ ഉണ്ട്. കാശുണ്ട്, ഇത്രയാ ബാങ്കില്, എവിടൊക്കെ സ്ഥലം, ഒന്നും കാര്യത്തിലില്ലാതെ ആകെ നിരാശ, വിഷമം. എത്ര പേരെ നോക്കേണ്ട പരിചയമുണ്ടതാണ്. എല്ലാം ഉണ്ടെങ്കിലും ദുഃഖം. ഈശ്വരനെ കിട്ടിയില്ല, അതാണ് ദുഃഖം. കിട്ടേണ്ട വിഷയമൊന്നുമില്ല, ഉണ്ട്, പക്ഷെ അറിയണില്ല. ആയ കാലത്തൊന്നും അതിന്റെ പിന്നാലെ പോയില്ല. അപ്പോഴൊക്കെ ഇങ്ങനെ അപ്സര സ്ത്രീകളുടെ പിന്നാലെയും പാചകത്തിന്റെ പിന്നാലെയും കുതിരയുടെ പിന്നാലെയും പോയാൽ അതാണ് വിഷയം. അമൃതിനോട് താല്പര്യമില്ല. വീണ്ടും കടഞ്ഞു. വാരുണി ദേവി പൊന്തി വന്നു. മദ്യം അസുരന്മാരെ സ്വീകരിച്ചു. വീണ്ടും കടഞ്ഞപ്പോഴോ ധന്വന്തരി മൂർത്തി അമൃത കലശവുമായിട്ട് പൊന്തി വന്നു. ലക്ഷ്യം എന്താണ്? കുറച്ച് അധ്വാനിച്ചാൽ എന്താ, അമൃതം എങ്ങനെതാ. ധന്വന്തരി മൂർത്തി അങ്ങോട്ട് പൊന്തി വന്നു. ദേവന്മാരെ കണ്ണടച്ചു. എന്താണ്? അവർക്ക് ഉറക്ക ക്ഷീണം. അവരിങ്ങനെ അവളെ കൃത്യാസമയത്ത് ആര് പൊന്തി വന്നു? ഒന്ന് നോക്കുക, അവസ്ഥ നോക്കൂ. ലക്ഷ്മി വന്നപ്പോൾ ഒരൊറ്റൊരുത്തൻ കണ്ണടച്ചില്ല. നമ്മളെ കഥയാണ് ഈ പറഞ്ഞത്. അമൃതന്റെ നേരെ കണ്ണടക്കൽ എന്ന് പറഞ്ഞാൽ ഭാഗവതന്റെ നേരെ അമൃതാണത്. പിബത ഭാഗവതം രസം. അതകത്തെത്തിയാൽ മുക്തിയാണ്. അതിന്റെ നേരെ കണ്ണടയ്ക്കുക. എന്നാൽ ലോക വിഷയങ്ങൾ പറയുമ്പോഴോ എളുപ്പം കാശുണ്ടാക്കാനുള്ള മാർഗം പറഞ്ഞു തരാം, വേണോ? അപ്പോൾ കസേരക്കെട്ട് മുന്നോട്ടിരുന്നു. എന്താ ഉത്സാഹം, എന്താ ഉത്സാഹം! അതിലൊക്കെ വലിയ കമ്പ. ശത്രുനാശം. തിരുമേനി വേണം. നാളെ ഒരാൾ ശത്രുവിന്റെ പേരും നാളെ തന്നുപോയി. ചില ധാരണ അങ്ങനെയാ. ശത്രുനാശം എന്ന് പറഞ്ഞതല്ല, ഉള്ളിലുള്ള ശത്രുക്കൾ പോകാനായിട്ട്. എന്താണ്? കാമം, ക്രോധം, മോഹം, ലോഭം, ഈർഷ്യ, അസൂയ, കുശുമ്പ്, കുരിഷ്ടത്തൊക്കെ ശത്രുക്കൾ. ഇതൊക്കെ കാരണം സ്വസ്ഥത ഇല്ലാത്തത്. അതങ്ങോട്ട് പോകും. ഇങ്ങനെയുള്ള വിഷയങ്ങളിലെ താല്പര്യം, ഭഗവാന്റെ നേരെ താല്പര്യമില്ലായ ഉറങ്ങിപ്പോവുക. അശ്രദ്ധ എന്നാണ് അർത്ഥം. അങ്ങനെ കണ്ണടച്ചു. ആ സമയത്ത് അസുരന്മാരും ഉണർന്നിരുന്നു. അവരെന്ത് കൊണ്ടുപോയി? അവരാ അമൃത് തട്ടിയെടുത്താലും അവർക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. എന്താ കാരണം? ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഒക്കെ ഉണ്ട്, എന്നാലും പായസം ഉണ്ടെങ്കിലും കുടിക്കാൻ പറ്റില്ല. ഷുഗർ 500. ചില അങ്ങനെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും കട്ടുമ്പോൾ കിടക്കാൻ പറ്റും. നടുവേദന. എന്നിട്ട് ഇങ്ങനെ മരത്തിന്റെ മുകളിൽ കിടക്കും. രാവിലെ കൈപ്പക്ക ജ്യൂസ് ഒക്കെ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷെ ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഉള്ളിലുള്ള വിദ്വേഷം, അഹന്ത. ഞാനാദ്യം ഈ വിചാരം അവർക്ക്. ഞാൻ ആദ്യം കുടിക്കും, ഞാനാണ് ആദ്യം കണ്ടത്, ഞാനാണ് ആദ്യം തട്ടിയെടുത്തത്, മുന്നിൽ ഞാനായിരുന്നു, അതുകൊണ്ട് ഞാൻ ആദ്യം കുടിക്കും, ഞാൻ അധികം കുടിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്പരം ഇതുവരെയും കുടിച്ചില്ല. 1.5 മണിക്കൂറായി അമൃത് കിട്ടിയിട്ട്, ആരും കുടിച്ചില്ല. ദേവന്മാര് തിരിച്ചറിഞ്ഞു നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം. ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അങ്ങല്ലാണ്ട് വേറൊരാളെ ആശ്രയില്ല എന്ന് പറഞ്ഞപ്പം ഭഗവാൻ തന്റെ രൂപം കണ്ട് മാറ്റി. യോഷിത് രൂപം അനിർദ്ദേശ്യം ദധാര പരമാത്ഭുതം. മോഹിനി വേഷം. തന്റെ 2 ഭാഗത്തിട്ട ഷാൾ ഒരു ഭാഗത്തേക്കാക്കി ധാവണി പോലെ അങ്ങോട്ട് എടുത്തു. മുടി മുന്നിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഗോപിക്കുറി വട്ടത്തിലാക്കി. മെല്ലെ ആ പാദസരമൊക്കെ അങ്ങോട്ട് കിളിക്കങ്ങോട്ട് നടന്നു. അതോടുകൂടി അസുരന്മാര് അമൃതകുംഭം അവിടെ അങ്ങോട്ട് വെച്ചു. ഇനി ആരാ നോക്കണത്? എന്തൊരു ഭംഗിയത്! അഹോ രൂപം, അഹോ ധാമ, അഹോ അസ്യ നവം വയാ. ഓടിച്ചെന്നു അവളുടെ അടുത്തേക്ക്. അത് പറയാണ്, എന്തൊരു സൗന്ദര്യം! നീ ആരാ? നേരത്തെ വന്ന ലക്ഷ്മിയുടെ അനിയത്തിയ, ഭർത്താവാ, ആ ലക്ഷ്മിയുടെ കൂട്ടുകാരിയാ. എന്തൊരു സൗന്ദര്യം അത്! നിന്നെ കണ്ടത് നന്നായിട്ടോ. ഞങ്ങൾക്ക് ഈ അമൃതം നീ വിളമ്പി തരുമോ? ഞങ്ങളത് കിട്ടിയിട്ട് എങ്ങനെയാപ്പത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഭഗവാൻ പറഞ്ഞു, ഞാൻ അത്ര നല്ല സ്ത്രീയല്ല, എന്റെ സ്വഭാവം അത്ര നല്ലതല്ല, എന്നെ വിവരമുള്ളവരാരും വിശ്വസിക്കാറുമില്ല. ഇത് കേട്ടപ്പോൾ വലിയ വിശ്വാസമായി ആർക്ക്? കാരണം ആരും അങ്ങനെ പറയില്ലല്ലോ. ആരെങ്കിലും പറയോ ഞാൻ മോശ സ്വഭാവമാണ് എനിക്ക്? അങ്ങനെ ആരും പറയില്ലല്ലോ. അത് കേട്ടപ്പോൾ വലിയ വിശ്വാസമായി. എനിക്ക് തന്നാൽ ഞാൻ ദേവന്മാർക്ക് കൊടുക്കും, നിങ്ങൾക്ക് തരൂല്ല.
അവർ കൊടുത്തു. നീ എന്ത് വേണേലും ചെയ്തോളൂ. അവരവിടെ ഇരുത്തി, ദേവന്മാരെ ഇരുത്തി. ദേവന്മാർക്ക് കൊടുത്തു, ആർക്ക് കൊടുത്തില്ല? അസുരന്മാർക്ക് കൊടുത്തില്ല. ദേവന്മാർക്ക് അമൃത് കൊടുത്തു, അസുരന്മാർക്ക് കൊടുത്തില്ല പറയാൻ വയ്യ. അവരെ നോക്കി, നയനാമൃതം നല്ലോണം അങ്ങനെ നോക്കി. അവര് പരാതി പറയാനും പോയില്ല. അവര് ഭഗവാൻ അങ്ങനെ കേശാദിപാദം അവര് കുടിച്ചു. ശരിക്കും പറഞ്ഞാൽ കുടിച്ചത് അവരാ. ദേവന്മാര് ഇലയ്ക്കേ നോക്കിയുള്ളൂ, നമ്മളെ പോലെ വിഭവം മാത്രമേ നോക്കിയുള്ളൂ. അസുരന്മാര് ഭഗവാൻ അങ്ങനെ നോക്കുകയാണ്. ഭഗവാൻ അകത്താക്കി. ശരിക്കും ആരാ കുടിച്ചത്? അപ്പോ എന്താ സംശയം? അതുകൊണ്ട് അവർക്കത് കൊടുത്തു, ദേവന്മാർക്ക് ഈ അമൃതം കൊടുത്തു. അതിൽ സ്വർഭാനുപരായിട്ടുള്ള അസുരൻ, അയാൾക്ക് മനസ്സിലായി ഇത് പറ്റിക്കല. അയാൾ പോയി എവിടെ പോയി നിന്നു? ദേവന്മാരുടെ ഇടയിൽ പോയിരുന്നു. 2 ദേവന്മാരുടെ ഇടയില് സൂര്യൻ ചന്ദ്രൻ. നല്ല ഒളിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ വല്ല കോണിപ്പടിയുടെ ചുവട്ടിലും പോയിരിക്കണം. ഇത് പോയിരുന്നത് സൂര്യനും ചന്ദ്രനും. നല്ല വെളിച്ചാണ്. രണ്ടുപേരും കാണിച്ചു കൊടുത്തു, ഭഗവാനെ ഇരിക്കുന്നത് അസുരനാണ്. ഇനി അറിയാണ്ട് കൊടുത്തു എന്ന് പറയണ്ട, അസുരനാണത് എന്ന് കാണിച്ചു കൊടുത്തു. ഭഗവാൻ പറഞ്ഞു സാരല്ല, അസുരനാണെങ്കിൽ എന്താ, കഷ്ടപ്പെട്ടതല്ലേ, കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ ലേശം വിളമ്പി ഉടനെ ആരെടുത്ത് കഴിച്ചു? സ്വർഭാനു കഴിച്ചു. അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. ദേവന്മാരുടെ രീതി സഹനാവതു സഹനവു ഭുനക്തു, ഒരുമിച്ചേ കഴിക്കുള്ളൂ. എല്ലാ വിഭവവും എത്തിയിട്ട് ആദരിച്ചിട്ടേ കഴിക്കുള്ളൂ. ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിൽ ഒന്നും തൊട്ടിട്ടെ ഈശ്വര, എന്താണ് ആ ഒരു ഭാവം. വലിയ മന്ത്രം എന്ന് അറിയില്ലേ, വേണ്ട, ഭഗവാനെ എന്നുണ്ടാവണേ. അന്നം ബ്രഹ്മേതി വ്യജാനാത്, അന്നത്തെ ഈശ്വരനായിട്ട് കാണണം, ഇത് ബ്രഹ്മം തന്നെയാണ്. ആ ഒരു വിനയം വേണം ഭക്ഷണം കഴിക്കുമ്പോൾ. അതില്ലാണ്ട് കിട്ടിയതെടുത്ത് കഴിച്ചപ്പോൾ മനസ്സിലായി എന്ത്. ചിലർ അങ്ങനെ ഉണ്ട്, വിളമ്പിയ ഉടനെ കഴിക്കും. ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് ഊണ് കഴിക്കുമ്പോൾ നോക്കുക, അസുരന്മാരാരാ മനസ്സിലാവും, വേഗം മനസ്സിലാവും. അർത്ഥപ്പരി വിളമ്പി അത് കഴിഞ്ഞു, ശർക്കര പരി അത് കഴിഞ്ഞു, പുളിയിഞ്ചി അത് കഴിഞ്ഞു, ഓലൻ അത് കഴിഞ്ഞു, അവിയൽ അത് കഴിഞ്ഞു, അവസാനം ചോറ് വരുമ്പോൾ ഒന്നുമില്ല. ഇത് ചോറിന് കൂട്ടാനാണ് ഈ ബാക്കിയുള്ളതൊക്കെ വിളമ്പിയത്. ചിലർ അത് കഴിച്ച് അടുത്തുള്ള ആളിലേക്ക് വരും. നമുക്കൊക്കെ പേടിയാ അടുത്തിരിക്കുമ്പോൾ. ഇയാളിന് ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. നമുക്കിതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഭഗവാന് കൊടുത്തിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മളടുത്ത് തോന്നും നമ്മുടെ ശർക്കര പരി പോയി, പപ്പടം പോയി ഒക്കെ അയാൾ കൊണ്ടുപോയി. അത് അസുരന്മാരുടെ സ്വഭാവമാണ്. ദേവന്മാരെല്ലാവർക്കും എത്തിയില്ലേ നോക്കും, എല്ലാവർക്കും എത്തിയില്ലേ? എത്തിയില്ലെങ്കിൽ എത്തിയില്ലേ എടുത്ത് കൊടുക്കണം. താൻ കഴിച്ചതിന്റെ ബാക്കി കൊടുക്കാൻ വയ്യ, അതുകൊണ്ടാണ് കാത്തു നിൽക്കുന്നത്. അവിടെ നമ്മൾ പപ്പടം തീർന്നു, അതാ ഒരു കഷ്ണം എന്താ കൊടുക്കണ്ടേ? അതാണ് കാര്യം. പഴയ ആൾക്കാർ കടിച്ചു കഴിക്കില്ല. പഴമൊക്കെയാണ് ഇങ്ങനെ കഴിക്കുള്ളൂ, മുറിച്ച് കഴിക്കുള്ളൂ. എന്താ കാരണം വെച്ചാൽ ഒരാൾ പെട്ടെന്ന് വന്നു കിട്ടിയില്ലേ എന്നതാ, അവിടെ കടിച്ചിട്ട് ഇച്ചിരി കൊടുക്കുകയല്ല, എപ്പോഴും കൊടുക്കാനുള്ള ഭാവം വെച്ചുകൊണ്ടാണ് കഴിക്കുന്നത്. ഇന്നിപ്പോ അങ്ങനെ ഇല്ല, അത് വ്യത്യാസം. വേഗം കൊടുക്കുക, അടുത്തേക്ക് വരുമ്പോഴേക്ക് എടുത്ത് കാണാനില്ല. ഇതാണ് നമ്മുടെ പ്രകൃതം. അത് അസുരന്മാരുടെ സ്വഭാവം. അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. ചക്രം കണ്ടു കൊടുത്തു. വിളമ്പണത് കയ്യിലൊന്നുമല്ല, സ്പൂണൊന്നുമല്ല, ചക്രാണ്. കഴുത്തം കണ്ടു പോയി, കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മരിച്ചില്ല. തല വേറെ, ഉടല് വേറെ, രണ്ടിനും ജീവനുണ്ട്. രാഹു കേതു, സൂര്യനും ചന്ദ്രനും അല്ലേ തന്നെ കാണിച്ചു കൊടുത്തത്. അവരെ പോയി ഭീഷണിപ്പെടുത്തു ഇടയ്ക്കിടയ്ക്ക്. അതാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നൊക്കെ ഈ കഥ ഓർത്തു വെക്കാൻ ആലങ്കാരികമായിട്ട് വർണ്ണിച്ചു. അതൊക്കെ ഓർത്ത് വെച്ചോളൂ. പക്ഷെ ചിലർ അത് ഓർത്ത് വെക്കുമ്പോൾ തത്വമൊക്കെ മറന്നു പോകും. അങ്ങനെയാവരുത്. പറഞ്ഞ ആശയം മറന്നുകൊണ്ട് ഒരേ കാലത്ത് ഒരേ ദേശത്ത് ഒരുപോലെ മനക്കെട്ടു ദേവന്മാരും അസുരന്മാരും. എന്നിട്ടോ അസുരന്മാർക്ക് അമൃത് കിട്ടിയതുമില്ല, ദേവന്മാർക്ക് കിട്ടും ചെയ്തു. എന്താ കാരണം ചോദിച്ചാൽ ഭഗവാന്റെ ആനുകൂല്യം ദേവന്മാർക്കേ ഉണ്ടായുള്ളൂ. നമ്മൾ മെനക്കെട്ടുകൊണ്ടായില്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. എത്ര മെനക്കെട്ടാലും നേടാത്തതില്ലേ. നമ്മളെന്താ പറയാ, ഭാഗ്യമില്ല എന്ന് പറയാം. ഭക്തന്മാരെന്ത് പറയും, ഈശ്വരാധീനമില്ല. എവിടെയെങ്കിലും അഹന്ത പൊന്തിയിട്ടുണ്ടാവും, ഞാൻ മതി എന്നുള്ളൊരു വിചാരം ഉണ്ടായിട്ടുണ്ടാവും, സ്വാർത്ഥതയോട് കൂടി ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അസുരന്മാരെ പോലെ അന്യായം കാണിച്ചിട്ടുണ്ടാവും, തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അതല്ലാണ്ട് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്തതെങ്കിൽ അത് തോറ്റാൽ പോലും എന്തുണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. അതാണ് തോൽക്കേണ്ടായത്. പുറമേക്ക് നോക്കിയാൽ തോറ്റതാവും, പരീക്ഷയിൽ തോറ്റു, എന്നാലും എന്തുണ്ട്, ഒരു കൃതാർത്ഥത. അങ്ങനെ ഒരു കഥ കേൾക്കണോ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത കഥ. ദേവാസുര യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ബലി തോറ്റു. തോറ്റ ബലിക്ക് അദ്ദേഹത്തിന് ചൈതന്യത്തിനൊരു കുറവില്ല. പരാജിത ശ്രീരസുഭിശ്ചഹാപിതോ ഹീന്ദ്രേണ രാജൻ പ്രഭുഭി സജീവിത. തോറ്റിട്ടും അദ്ദേഹത്തിന് എന്തില്ല, ഒരു പ്രശ്നവുമില്ല, ആത്മവിശ്വാസം, അതിനൊരു കുറവൊന്നുമില്ല. കാരണം എന്താ, തോറ്റു. ഇതിന്റെ മുമ്പ് ജയിച്ചു, ഇനിയിപ്പോ അടുത്തത് ചിലപ്പോൾ ജയിക്കാൻ മതി, അടുത്തത് തോൽക്കാൻ മതി. അതൊക്കെ ഭഗവാന്റെ സങ്കല്പം, അത്രയേ ഉള്ളൂ. പരാജിതോ പിന്നാഖിദ്യത്, പരാജയപ്പെട്ടിട്ടും ഒട്ടും വിഷമം അദ്ദേഹത്തിന് ഉണ്ടായില്ല. അപ്പോഴാണ് ആ കഥ ചോദിക്കുന്നത്. അതിനിടയ്ക്ക് വെച്ച് വേറൊരു കഥ, ശങ്കരമോഹനൻ. കാരണം വിഷ്ണു ഭഗവാൻ ഈ മോഹിനി വേഷം ശിവൻ കണ്ടിട്ടില്ലല്ലോ. നാരദ മഹർഷി ഒന്ന് പറഞ്ഞു, അങ്ങ് ഈ വിഷ്ണു ഭഗവാന്റെ ആ സ്ത്രീ വേഷം കണ്ടില്ലല്ലോ.
അത് കാണുന്ന മോഹായി അങ്ങനെ വിത്ത് ഫാമിലി പാർവതിയെയും എല്ലാവരും കൂട്ടി സുബ്രഹ്മണ്യം ഗണപതിയും ഒക്കെ കൂട്ടി ആര് പോയി വൈകുണ്ഠത്തിൽ ചെന്നു പരമശിവൻ. എന്നിട്ട് പറഞ്ഞു സോഹം തദ്രഷ്ടുമിച്ഛാമി, അങ്ങയുടെ ആ സ്ത്രീവേഷം എനിക്ക് കാണണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വിഷ്ണു ഭഗവാൻ പറഞ്ഞു അതൊന്നും അങ്ങ് കാണണ്ട, അങ്ങ് കാമദേവനെ ചുട്ടരിച്ച ആളല്ലേ, എന്ത് സ്ത്രീവേഷം, ഞാൻ ആ വിവരമില്ലാത്ത അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടി കെട്ടിയതാ, അങ്ങത് കാണണ്ട. അല്ലല്ല എനിക്കത് കണ്ടേ പറ്റൂ, നിർബന്ധം എന്ന് പറഞ്ഞപ്പം ആ ശരി എന്നും പറഞ്ഞ അകത്തേക്ക് ആര് പോയി, പരമശിവൻ. ഈ വിഷ്ണു ഭഗവാൻ അകത്തേക്ക് പോയി. അപ്പോഴും പരമശിവൻ വിചാരിച്ചു സമയം എടുക്കുമല്ലോ, കാരണം വേഷമൊക്കെ കെട്ടി വരണ്ടേ. സാധാരണ സ്ത്രീകൾക്ക് തന്നെ വേഷം കെട്ടാൻ 8-10 മണിക്കൂറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷന് വേഷം കെട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ കരുതി പുറമേക്ക് ഇറങ്ങി. മനോഹരമായിട്ടുള്ള പൂന്തോട്ടം, ധാരാളം പൂക്കൾ പൂത്തു നിൽക്കുന്നു, സുഗന്ധം പരത്തിക്കൊണ്ട് മന്ദമാരുതൻ അങ്ങനെ വീശുന്നു, വണ്ടിന്റെ ശബ്ദം, പക്ഷികളുടെ ശബ്ദം, ഇതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദൂരത്തായിട്ടൊരു കാഴ്ച, ഒരു പെൺകുട്ടി, എന്തൊരു ഭംഗിയാ, അവളങ്ങനെ പന്ത് തട്ടി അങ്ങനെ കളിച്ചു വരികയാണ്. അതങ്ങോട്ട് കണ്ടപ്പോൾ മെല്ലെ അടുത്തേക്ക് ആര് പോയി, പരമശിവൻ പോയി. തൊട്ടടുത്ത് ആരുണ്ട്, നാത്മാനമന്തിക ഉമാം, ഉമ പാർവതി അടുത്തുണ്ട്, മറന്നുപോയി, പാർവതിയുള്ള കാര്യം മറന്നു. തന്റെ മക്കളടുത്തുണ്ട്, ഒക്കെ മറന്നു. അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു, ആ രൂപം കണ്ട് മോഹിച്ചു, ആ മോഹിനി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് ഒരു ശബ്ദം, മഹാദേവ, ബാസിലൊരു ശബ്ദം. നോക്കിയപ്പം വിഷ്ണു ഭഗവാനാണ്, മഞ്ഞ പട്ടക്കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ പറഞ്ഞു അല്ല ഞാനിവിടെ ഒരു സ്ത്രീയെ കണ്ടല്ലോ. ഇല്ല ഞാൻ തന്നെയാ, അങ്ങനെ തോന്നിയതാ സ്ത്രീയായിട്ട്, ഞാൻ തന്നെയാണ്. അല്ല ഞാൻ കണ്ടു, നല്ല സുന്ദരിയായിട്ട് പന്ത് കെട്ടി, പന്ത് അതാണ്, ഞാനാണ് തട്ടിക്കളിച്ച് വന്നത്. അല്ല ഞാൻ കണ്ടു. ഇല്ല മഹാദേവ, അങ്ങക്ക് അബദ്ധം പറ്റുമോ, അങ്ങ് കെട്ടിപ്പിടിക്കാൻ വെച്ചാൽ ആരെയും കെട്ടിപ്പിടിക്കുള്ളൂ, വിഷ്ണു ഭഗവാനെ കെട്ടിപ്പിടിക്കും, അങ്ങക്ക് അബദ്ധമൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. തെളിവിന് കാണിച്ചു കൊടുത്തു, അങ്ങ് എന്റെ ശരീരത്തിലേക്ക് നോക്കിക്കോളൂ. നോക്കിയപ്പം വിഷ്ണു ഭഗവാന്റെ ശരീരത്തിൽ ഭസ്മം. ഇനി അങ്ങയുടെ ശരീരത്തിലും നോക്കൂ. ശിവൻ നോക്കിയ സമയത്ത് കോപിക്കുറി. ഓ താനായിരുന്നു അല്ലേ, അറിയാണ്ടിയാണെങ്കിലും വന്ന് ചാടിയത് ഭഗവാനിലേക്കാണല്ലോ. എന്താണ് മഹാഗർത്ത, ഭഗവാന്റെ പേരാണ്, വലിയ കുഴി. അത് വലിയ ഭാഗ്യമാണ്. സജ്ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവും. അവർ വന്ന് വീഴുകയാണെങ്കിൽ എവിടെയാ വന്ന് വീഴുക, ഭഗവാനിലേക്കേ വന്ന് വീഴുള്ളൂ. അവർക്ക് അറിയാതെ പറ്റുകയാണെങ്കിൽ അത് അബദ്ധാവില്ല, അതെന്തായി മാറും, അതും ഭഗവാനെ. വിഷയസുഖങ്ങൾ അനുഭവിക്കേണ്ട പറയണില്ല, പക്ഷെ അത് ഭഗവാനാണെന്ന് അറിഞ്ഞാൽ നമുക്ക് വിരക്തി ഉണ്ടായിക്കോളും, അത്രയേ ഉള്ളൂ. അതാണ് കാര്യം. വിഷയത്തിൽ ഇരിക്കുന്നത് ആരെന്നെയാണ്, ഇവിടെ ഇങ്ങനെ മോഹിനിയായിട്ട് നിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്നറിഞ്ഞാൽ അത് നമ്മുടെ വിരക്തി വിവേകത്തിലേക്ക്, ഭഗവാനിലേക്ക് നയിക്കും. നേരെ മറിച്ചത് മോഹിനി എന്ന് പറഞ്ഞ് ഭ്രമിച്ചാൽ അസുരന്മാരെ പോലെ ഒക്കെ ഒന്ന് തന്നെയാണ്, ഒരേ കാര്യം തന്നെയാണ്. അത് ഈശ്വരൻ എന്നറിഞ്ഞാൽ അത് ജ്ഞാനത്തിലേക്ക് നയിക്കും, അത് ഈശ്വരനാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അത് മോഹിപ്പിച്ചും കൊണ്ടിരിക്കും. അതാണ് കഥ. എന്തായാലും അങ്ങനെയാണ് ശാസ്താവിന്റെ ഉത്പത്തി ഒക്കെ പറയും. ആ ശാസ്താവിന്റെ അവതാരമായിട്ടാണ് അയ്യപ്പനെ പറയാറ്. പിന്നീട് ഇവിടുത്തെ അടുത്ത കഥ, ആ ബലിയെ പറ്റി കേട്ടപ്പോഴേ, ബലിയുടെ അടുത്ത് പോയിട്ടല്ലേ പണ്ട് വാമനമൂർത്തി 3 അടി വേണമെന്ന് പറഞ്ഞത്. പൂർണ്ണനായ വിഷ്ണു ഭഗവാൻ എന്തിനെ ഈ അസുരന്റെ അടുത്ത് പോയിട്ട് 3 അടി വാങ്ങി, ഇതാണ് ചോദ്യം പരീക്ഷത്തിന്റെ. അപ്പോഴാണ് ആ മഹാബലിയുടെ മഹത്വം വിസ്തരിക്കുകയാണ്. ഭക്തന്റെ കഥ, മഹാബലി ഭക്തനാണ്. ആ ഭക്തന്റെ കഥ, ഭഗവാന്റെ വാത്സല്യം അത് വർണ്ണിക്കുന്ന ഭാഗമാണ് മഹാബലി ചരിത്രം. അത് 2 അധ്യായം വായിച്ചിട്ട് ആ ഭാഗം കേൾക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചതുർത്ഥോധ്യായ. ശ്രീശുക ഉവാച. നാഭാഗോ നവഗാപത്യം യം തതം ഭ്രാതരക്കവിം യവിഷ്ടം വ്യഭജന്തായം ബ്രഹ്മചാരിണമാഗതം. ഭ്രാതരോ ഭാന്ത കിം മഹ്യം ഭജാമ പിതരം തവ ത്വാം മമാര്യാസ്തഥാഭാക്ഷുർമാ പുത്രക തദാ വൃഥാ. ഇമേ അങ്കിരസ സത്രമാസതേദ്യ സുമേധസ ഷഷ്ഠമുപേത്യാഹ കവേ മുഹ്യന്തി കർമ്മണി. താം സ്ത്വം സംശയസൂക്തേ ദ്വേ വൈശ്വദേവേ മഹാത്മന. ते सुज्यन्तो धनं सत्रपरिशेषणमात्मना. दास्यन्ति ते तान् गच्छ तथा स कृतवान् यथा. तस्मै दत्त्वा यो स्वर्गं ते सत्रपरिशेषितं तं कश्चित् स्वीकरिष्यन्तं पुरुषकृष्णदर्शना. उवाचोत्तरतोऽभ्येत्य ममेदं वास्तुकं वसु ममेदं शुभिर्दत्तमिति तर्हि स्म मानवा. स्यान्नौ ते पितरि प्रश्न पृष्टवान् पितरं तथा. यज्ञवास्तुकं सर्वमुच्छिष्टं ऋषय क्वचिल चक्रुर्विभागं रुद्राय स देवः सर्वमर्हति. नाभागस्तं ऋणम्याह तवेश किल वास्तुकम् इत्याह मे पिता ब्रह्मन् शिरसा त्वां प्रसादये. यत्ते पिता